Good morning, dear students. Welcome to Electrostatics and Mechanical Properties revision class. നിങ്ങൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. അപ്പോൾ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ പഠനം ഒക്കെ നിങ്ങൾ ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ എക്സാമിന് നമ്മൾ മോഡൽ എക്സാം ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഡിസ്കഷനാണ്. നമുക്കറിയാം എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ. നമ്മൾ പലതവണ +2 ആദ്യം പഠിച്ച ചാപ്റ്ററാണ്. അതിനുശേഷം പലതവണ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പുതുതായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും മിക്കവാറും കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ പെട്ടെന്നൊന്നും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മുടെ ഫൈനൽ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, കൂടുതൽ റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇനിയുള്ള പഠനത്തിൽ നമ്മൾ മോഡൽ എക്സാമിന് വേണ്ടി മാത്രമല്ല ഇനിയുള്ള പഠിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഏതൊക്കെ പോർഷൻസ് സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത്, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എല്ലാവർക്കും അറിയാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലോസ്. ആദ്യമായിട്ട് നമുക്കറിയാം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ലോസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് കൂളംസ് ലോ. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ബേസിക്കലി എല്ലാ സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്ന ലോയാണ് കൂളംസ് ലോ. പിന്നെ അതിനുശേഷം ഗോസസ് ലോ. അപ്പോൾ ഇതിൻ്റെ 2 ഈ 2 പേരുടെ ആപ്ലിക്കേഷൻസാണ് നമ്മൾ ആദ്യ ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കൂളംസ് ലോ അതിൻ്റെ പ്രത്യേകതകൾ, അത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കുക. പിന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകതകൾ. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ആദ്യ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ഗോസസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗോസസ് ലോ ഉപയോഗിച്ച് നമുക്ക് പല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഗോസസ് ലോയുടെ പ്രത്യേകതകൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ആ ഫ്ലക്സിൻ്റെ കാൽക്കുലേഷനും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സം ചാർജ് ഡിസ്ട്രിബ്യൂഷൻസുമാണ് നമ്മൾ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സാമ്പിളായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്കറിയാം നമ്മൾ ചാർജിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ ചാർജസ് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ചാർജസിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ചാർജസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ റീജിയനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആദ്യമേ മനസ്സിലാക്കുക. കാരണം നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കും, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പഠിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കും. അവിടെയൊക്കെ നമുക്ക് ഇടയ്ക്കൂടെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ എനിവേ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എനിവേ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ചാർജസ് എ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ചാർജസ് അഡിറ്റീവ് ഇൻ നേച്ചറാണ്. ടോട്ടൽ ചാർജ് കാണാൻ വേണ്ടി എല്ലാ ചാർജുകളുടെ സം എടുത്താൽ മതി. പക്ഷേ ചാർജ് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചാർജ് കൺസർവ്ഡ് ആണ്. ഈ ചാർജ് കൺസർവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഓർ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റീമെയിൻസ് കോൺസ്റ്റന്റ്. ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു വിധത്തിൽ പറയാറുണ്ട്. അതെന്തുമായിരുന്നു? Conservation of charge shows that equal amount of unlike charges can be created or destroyed. അപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ കാണാം കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ മീനിങ് ചോദിക്കുമ്പോൾ ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് അൺലൈക്ക് ചാർജസ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്ന് പറയാറുണ്ട്. അപ്പം ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മോർ കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത്. കാരണം ടോട്ടൽ ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണെങ്കിലും അപ്പോൾ നമുക്കറിയാം നമുക്ക് 2 ഒബ്ജക്റ്റ് ഉണ്ട്, 2 പേരുടെയും ചാർജ് 0 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റിൽ നിന്നൊരു -q ചാർജ് നമ്മൾ ഔട്ട് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അപ്പോൾ ഇതിന് +q ചാർജും ഇതിന് -q ചാർജും കിട്ടും. അപ്പോൾ ഇനിഷ്യലി 2 പേർക്കും ചാർജ് ഇല്ലായിരുന്നു. പക്ഷേ ചാർജിൻ്റെ ട്രാൻസ്ഫർ മൂലം ഒരാൾക്ക് +q ചാർജും അടുത്തയാൾക്ക് -q ചാർജും കിട്ടി. അപ്പോൾ ഇവിടെ +q ആണെങ്കിൽ ഇവിടെ -q വരുള്ളൂ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഈക്വൽ എമൗണ്ട് ഓഫ് അൺലൈക്ക് ചാർജസ് ക്യാൻ ബി ക്രിയേറ്റഡ് എന്ന് പറയും. അപ്പോൾ അത് കൺസർവേഷൻ ഓഫ് ചാർജിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നേരെ തിരിച്ച് ഇത് +q -q ആണ് ഇനിഷ്യലി എന്ന് അസ്യൂം ചെയ്യാം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ -q ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ചാർജ് 0 ആയി, ഇതിൻ്റെയും ചാർജ് 0 ആയി. അപ്പോൾ അവിടെ ഇനിഷ്യലി +q -q ചാർജ് ഉണ്ടായിരുന്നു. ടോട്ടൽ ചാർജ് 0 ആണ്, പക്ഷേ ഇൻഡിവിജ്വൽ മാസസ് എടുത്താൽ അവിടെ ചാർജ് ഉണ്ട്. അവരെ ചാർജ് ട്രാൻസ്ഫർ വഴി ന്യൂട്രലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയും അവിടെ ഈക്വൽ എമൗണ്ട് ഓഫ് അൺലൈക്ക് ചാർജസ് ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ പ്രത്യേകത പറയുമ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Another quantization of charge എല്ലാവർക്കും അറിയാം. ചാർജ് ഓഫ് എവറി ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻറ്റിഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. അപ്പോൾ ലോവസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. അതിലും കുറഞ്ഞ ചാർജ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ Q = +or-n × E. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കാണാറില്ല. പക്ഷേ വേറെ ചാപ്റ്ററുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പ്രിൻസിപ്പിൾ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ലൈക്ക് ചാർജസ് റിപ്പിൾ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോഴ്സ്, അട്രാക്ഷൻ, റിപ്പൾഷൻ പറയുമ്പം വെറുതെ സൈൻ കൊടുത്തിട്ട് പറയുവാണെങ്കിൽ നെഗറ്റീവ് സൈൻ നമ്മൾ അട്രാക്ഷനെയും പോസിറ്റീവ് സൈൻ റിപ്പൾഷനെയും സൂചിപ്പിക്കാം. നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പം ഫോഴ്സ് വേരിയേഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫോഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന റിപ്പൾഷൻ ആണെന്നും ഫോഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ സൂചിപ്പിക്കുന്നത് അട്രാക്ഷൻ ആണെന്നുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ജസ്റ്റ് നോക്കുക. ചാർജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം ചാർജ് റെസ്റ്റിലാണെങ്കിലും മോഷനിലാണെങ്കിലും ഇറ്റ് ഈസ് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം നമുക്കറിയാം. മാസ് ഹൈ വെലോസിറ്റിയിൽ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ചാർജും മാസും തമ്മിലുള്ള ബേസിക്കലി ഉള്ള ഒരു ഡിഫറൻസ് നോട്ട് ചെയ്യുന്നതാണ്. ചാർജ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാസ്സാണ്. മാസ് ഇല്ലാതെ നമുക്ക് ചാർജ് പോസിബിൾ അല്ല. പക്ഷേ ടോട്ടൽ ചാർജ് 0 ആയിട്ട് മാസ് പോസിബിൾ ആണ്. ന്യൂട്രോൺ എടുത്താൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, ടോട്ടൽ ചാർജ് 0 ആണ്. പക്ഷേ മാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചോണം. ദി പാർട്ടിക്കിൾസ് ഹാവിങ് സ്മോളസ്റ്റ് ചാർജ് ഈസ് ക്വാർക്ക്. നമ്മൾ പറയാറുണ്ട് ഇലക്ട്രോൺ ആണ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്. പക്ഷേ നമുക്കറിയാം ആ പ്രോട്ടോണിനെ ഒക്കെ നമുക്ക് വീണ്ടും സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിനെ ക്വാർക്സ് എന്ന് വിളിക്കും. നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ പ്രോട്ടോണിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്വാർക്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്വാർക്സ് സ്റ്റേബിൾ അല്ല. അവിടെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോവസ്റ്റ് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. റിപ്പൾഷൻ ഈസ് എ ഷുവർ ടെസ്റ്റ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ. നമുക്കറിയാം ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റും ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റും തമ്മിൽ ഇൻഡക്ഷൻ വഴി അട്രാക്ഷൻ ഉണ്ടാവാം. അപ്പോൾ അവിടെ റിപ്പൾഷൻ ആവുന്ന ഷുവർ ടെസ്റ്റ് ഓഫ് പ്രസൻസ് ഓഫ് ചാർജ് നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചോണം. വെൻ 2 ഐഡൻറ്റിക്കൽ ബോഡീസ് ആർ മെയ്ഡ് ഇൻ കോൺടാക്ട് ടോട്ടൽ ചാർജ് വിൽ ബി ഈക്വലി ഷെയർഡ് ബിറ്റ്വീൻ ദം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം, 2 ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ കണ്ടക്ടറുകൾ കോൺടാക്റ്റിൽ വെച്ചു. ഇക്വിലിബ്രിയത്തിൽ 2 പേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കാൻ ചാർജ് സെയിം ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ 2 കണ്ടക്ടേഴ്സ് കോൺടാക്റ്റിൽ വെച്ചു. ഇൻ ഇക്വിലിബ്രിയം ദേ ഹാവ് സെയിം പൊട്ടൻഷ്യൽ ബട്ട് ചാർജസ് ക്യാൻ ബി സെയിം ഓർ ഡിഫറെൻറ്റ്. ബട്ട് ഇഫ് ഒബ്ജക്ട്സ് ആർ ഐഡൻറ്റിക്കൽ ഓർ കണ്ടക്ടേഴ്സ് ആർ ഐഡൻറ്റിക്കൽ then their charges will be equal, then only they have equal potential. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയാണ് ബേസിക്കലി പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ് പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 3 മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. അതിൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. ഫ്രിക്ഷണൽ ചാർജിങ്ങൾ നമ്മൾ 2 ഒബ്ജക്ട്സുകൾ റബ്ബ് ചെയ്യുന്നു. അപ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് വഴി ഉണ്ടാകുന്ന തെർമൽ എനർജി ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അടുത്ത ഒബ്ജക്റ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ വഴിയാണ് ഫ്രിക്ഷണൽ ചാർജിങ് നടക്കുന്നത്. നമുക്കറിയാം ഒരാളിൽ നിന്ന് 10 ഇലക്ട്രോൺ അടുത്ത ആളിലേക്ക് പോവുകയാണെങ്കിൽ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ആൾക്ക് -10 ചാർജ് വരും, +10 ചാർജ് വരും. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ആൾക്ക് -10 ചാർജ് വരും. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസർവേഷൻ ഓഫ് ചാർജ് വാലിഡ് ആണ് അല്ലേ. ഒരാൾക്ക് +10 × E ചാർജ് ആണെങ്കിൽ അടുത്തത് -10 × E ചാർജേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതാണ് ഫ്രിക്ഷണൽ ചാർജിങ്ങിൻ്റെ പ്രത്യേകത. ഡ്യൂ ടു ദി തെർമൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്രിക്ഷൻ ഡ്യൂറിങ് റബ്ബിംഗ് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ. പക്ഷേ അവിടെ പ്രോട്ടോൺസിന് ട്രാൻസ്ഫർ ഒന്നും നടക്കാറില്ല, നമുക്കറിയാം. അപ്പോൾ അതാണ് ഫ്രിക്ഷണൽ ചാർജിങ്ങിൻ്റെ പ്രത്യേകത. ചാർജിങ് ബൈ കണ്ടക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 കണ്ടക്ടേഴ്സ് കോൺടാക്റ്റിൽ വെച്ചു. ഒരാൾക്ക് ചാർജ് ഉണ്ട്, ഒരാൾക്ക് ചാർജ് ഇല്ല. അപ്പോൾ ഒരാളിൽ നിന്ന് അടുത്തയാട്ടിലേക്ക് ചാർജ് ട്രാൻസ്ഫർ നടക്കും അണ്ടിൽ ദെയർ പൊട്ടൻഷ്യൽസ് ആർ ഈക്വൽ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നത് വരെ ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ട് ഇപ്പോൾ 2 പേർക്കും ചാർജ് അവസാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പോൾ ചാർജിങ് ബൈ കണ്ടക്ഷനിൽ പ്രത്യേകത ഇത്രേ ഉള്ളൂ, 2 ഒബ്ജക്റ്റുകൾ ഫിസിക്കൽ കോൺടാക്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ഷൻ വഴി ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ അതിനുശേഷം അവസാനം പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്ന സമയത്ത് ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിന് ചാർജിങ് നടത്താൻ പറ്റും. അതാണ് കണ്ടക്ഷൻ്റെ പ്രത്യേകത. ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമുക്കറിയാം ദർ ഈസ് നോ ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ദി ഒബ്ജക്ട്സ് ഡ്യൂറിങ് ചാർജിങ്. നമ്മളൊരു ചാർജുള്ള ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പോസിറ്റീവ് ചാർജുള്ള ബോഡിക്ക് അടുത്ത് വേറൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്തു ബി. അപ്പോൾ ആ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്.
പക്ഷേ നമുക്കറിയാം ഈ പോസിറ്റീവ് ചാർജുള്ള എ ബിക്ക് അടുത്തിരിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പോസിറ്റീവ് ചാർജ് സൈഡിലേക്ക് ഈ ബിയിലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ലെഫ്റ്റ് സൈഡിൽ അക്യുമുലേഷൻ നടക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് കാണും, കാരണം അവിടെ നിന്നാണ് ഇലക്ട്രോൺസ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു -Q ചാർജ് അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു +Q ചാർജ് അക്യുമുലേഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ഈ ബി എന്ന് പറഞ്ഞ കണ്ടക്ടർ നമ്മൾ എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുമ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ 0 ആകും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പിന്നെ കണ്ടക്ടർ ഈസ് എർത്തഡ്, ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഈസ് കൺസിഡേർഡ് ആസ് 0. കാരണം എന്തുവാ, നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് എർത്തിൻ്റെ പൊട്ടൻഷ്യൽ 0 എന്നെടുക്കും. അപ്പോൾ എർത്ത് റെഫറൻസ് ആയിട്ട് എടുത്തത് കൊണ്ട് എർത്തിൻ്റെ പൊട്ടൻഷ്യലും ഈ എർത്തിൻ്റെ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യലും ഈക്വൽ ആവും. അപ്പോൾ എർത്തിൻ്റെ പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 0 ആകും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ത്രൂ ഔട്ട് കറണ്ട് ഇലക്ട്രിസിറ്റിയിലൊക്കെ പഠിക്കുന്ന പ്രിൻസിപ്പിളാണ്. പിന്നെ കണ്ടക്ടർ ഈസ് എർത്തഡ് ഇൻ ഇക്വിലിബ്രിയം, ഇറ്റ്സ് പൊട്ടൻഷ്യൽ റെഡ്യൂസസ് ടു 0 ഓർ ഇൻക്രീസസ് ടു 0, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. അപ്പോൾ അതാണ് ജനറലി ഉള്ള പ്രത്യേകത. അപ്പോൾ പൊട്ടൻഷ്യൽ 0 ആക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടുന്ന് കുറേ ഇലക്ട്രോൺസ് ഈ ഒബ്ജക്റ്റിലേക്ക് വരും. ഇലക്ട്രോൺസ് ഒബ്ജക്റ്റിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള കുറേ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. അപ്പോൾ അവസാനം നമ്മൾ എർത്തിങ് മാറ്റുന്നു, അപ്പോൾ ഈ കണ്ടക്ടർ മാറ്റുന്നു, അപ്പോൾ ബിക്ക് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ നമുക്ക് ഇൻഡക്ഷൻ മൂലം ഉണ്ടാകുന്ന ചാർജിൻ്റെ പ്രത്യേകത, എയിലുള്ള ചാർജ് QA ആണെങ്കിൽ ഇൻഡക്ഷൻ മൂലം ബിക്ക് കിട്ടുന്ന ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം QA × 1 - 1/k ആണ്. Q എന്ന് പറയുന്നത് നമുക്കറിയാം ചാർജ് ഓഫ് ഒബ്ജക്റ്റ് എ ആണ്. കെ എന്ന് പറഞ്ഞാൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ QA B = Q × 1 - 1/k എന്നാണ് ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന ചാർജ് ഓൺ ബിയുടെ ഇക്വേഷൻ. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജാണ്, സൈൻ ഉണ്ടെങ്കിൽ നമുക്കൊരു മൈനസ് ചാർജ് കൊടുക്കുക. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിൻ്റെ പ്രത്യേകതകളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുവാണ്, കൂളംസ് ലോ. അപ്പോൾ കൂളംസ് ലോയുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. കൂളംസ് ലോ നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് 2 പോയിൻ്റ് ചാർജുകളുണ്ടെങ്കിൽ അപ്പോൾ ആ പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സുകൾ കാണാനുള്ള ഇക്വേഷനാണ് കൂളംസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഹാവ് 2 പോയിൻ്റ് ചാർജസ് Q1 ആൻഡ് Q2, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂളംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും പോയിൻ്റ് ചാർജിന് മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദി ചാർജസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. അവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും ചാർജിന് സൈൻ കൊടുത്തിട്ട് ഫോഴ്സ് വെറുതെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പം വിചാരിക്കാറുണ്ട്. പക്ഷേ ആ ഫോഴ്സ് വെക്ടർ ഫോമിലൊക്കെ തരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/r². അവിടെ Q1-നും Q2-നും സൈൻ ഇല്ല. ഓർ F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r². അതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നമ്മൾ വാക്യൂത്തിൽ 2 ചാർജുകൾ വെക്കുവാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ വാക്യൂത്തിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ε0യുടെ വാല്യൂ 8.85 × 10⁻⁻12 ആണ്. 1/4πε0യുടെ വാല്യൂ 9 × 10⁻9 വരും. അപ്പോൾ ഇതാണ് കൂളംസ് ലോ അനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം ഈ 2 ചാർജുകളെ മീഡിയത്തിലേക്ക് നമ്മൾ മാറ്റുവാണെങ്കിൽ മീഡിയത്തിലെ ഫോഴ്സ്, ഇത് വാക്യൂത്തിലെ ഫോഴ്സ് ബിറ്റ്വീൻ ദി ചാർജസ് ആണ്. നമ്മൾ വാക്യൂം മാറ്റിയിട്ട് മീഡിയം ആക്കുവാണെങ്കിൽ നമുക്കറിയാം മീഡിയത്തിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഈച്ച് ചാർജ് 1/4πε0 മാഗ്നിറ്റ്യൂഡ് ഓഫ് Q1 Q2/r² എന്ന് വരും. അപ്പോൾ ε0 മാറ്റിയിട്ട് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കൊടുത്താൽ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടും ആ മീഡിയത്തിൽ. അപ്പോൾ നമുക്കറിയാം എപ്സിലോണും എപ്സിലോൺ തമ്മിലുള്ള റിലേഷൻ, εr റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ഡിവൈഡ് ബൈ ദാറ്റ് ഓഫ് ഫ്രീ സ്പേസ് ആണ്. അപ്പോൾ ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എപ്സിലോണിന് പകരം നമുക്ക് ε0 εr കൊടുക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മീഡിയത്തിലെ റിസൾട്ടൻ്റ് ഫോഴ്സ് വാക്യൂത്തിലെ റിസൾട്ടൻ്റ് ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ എപ്സിലോണിന് പകരം ε0 εr വരും. 1/4πε0 Q1 Q2/r r² F ഇൻ മീഡിയം ആണ്. അപ്പോൾ വാക്യൂം ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും നമുക്കറിയാം. അപ്പോൾ ε0നെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. അപ്പോൾ ε0ന് പകരം നമുക്ക് K എന്ന് കൊടുക്കും. അപ്പോൾ ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പെർമിറ്റിവിറ്റി കൂടുവാണെങ്കിൽ
റിസൾട്ടൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ചാർജ് ഇൻ ദ മീഡിയം കുറയും. ഇപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫോഴ്സിനെ കടത്തിവിടാനുള്ള കഴിവിനെ ഓപ്പോസ് ചെയ്യുന്നൊരു ടേം ആയിട്ട് പറയാം അല്ലെ. എപ്സിലോൺ കൂടുമ്പം ഫോഴ്സ് ബിറ്റ്വീൻ ദി ചാർജസ് ഇൻ ദ മീഡിയം കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഒക്കെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ പ്രത്യേകതകൾ പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന് ഇറ്റ് ഒബെയ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. കൂളംസ് ലോയുടെ പ്രത്യേകതയാണ് പറയുന്നത്. അവിടെ എഫ് ഈസ് പ്രപ്പോർഷണൽ ടു 1/r² ആണ്. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ വരും. പിന്നെ ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യും. നമുക്കറിയാം Q1 Q2 കൊടുക്കുന്ന ഫോഴ്സും Q2 Q1 കൊടുക്കുന്ന ഫോഴ്സും അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ആക്ഷൻ റിയാക്ഷൻ പെയർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരാൾ സംശയിക്കുന്നു ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ ചാർജിനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ബൈ ഡീകേ, അപ്പോൾ ചാർജ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഓർ ക്രിയേറ്റഡ് ഇൻ പറയാമോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജസ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ശരിയാണ്. നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പെയർ പ്രൊഡക്ഷനും ആനിഹിലേഷൻ ഓഫ് ചാർജ് ഒക്കെ പഠിച്ചു കാണും. പെയർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗാമാ റേ ഫോട്ടോൺ സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോണും പോസിട്രോണും ഉണ്ടാവുന്നു. അപ്പോൾ ഗാമാ റേ ഫോട്ടോണിന് ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ഇല്ലാത്ത ഫോട്ടോണിൽ നിന്ന് ചാർജുള്ള ഒരു ഇലക്ട്രോണും ചാർജുള്ള ഒരു പോസിട്രോണും ഉണ്ടായി. പോസിട്രോൺ നമുക്കറിയാം ആൻറ്റി പാർട്ടിക്കുലർ ഇലക്ട്രോൺ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോൺ അസ്യൂം ചെയ്ത് അതിനെ പോസിട്രോൺ എന്ന് വിളിക്കും. അവിടെ ക്രിയേഷൻ ഓഫ് ഈക്വൽ എമൗണ്ട് ഓഫ് അൺലൈക്ക് ചാർജസിന് എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ഇലക്ട്രോണും പോസിട്രോണും കമ്പൈൻ ചെയ്ത് ചില സിറ്റുവേഷനിൽ ഗാമാ റേ ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അത് ആനിഹിലേഷൻ ഓഫ് ചാർജ് ഡിസ്ട്രോയ് ചെയ്യുന്ന എക്സാമ്പിൾ. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ശരിയാണ് കേട്ടോ. ഒരാൾ സംശയം ചോദിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ശരിയാണ്, കൊള്ളാം. അപ്പോൾ നിങ്ങൾ വേറെ ചാപ്റ്ററുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു, കൊള്ളാം. അപ്പോൾ അത് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യും, ആക്ഷൻ റിയാക്ഷൻ പെയർ പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം. അടുത്ത വാലിഡ് ഓൺലി ഫോർ പോയിന്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ രണ്ട് ചാർജുകൾ കാണുന്നിടത്തെല്ലാം നമ്മൾ എഫ് ഈസ് പ്രപ്പോർഷണൽ ടു Q1 Q2/r² എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് പോയിന്റ് ചാർജുകൾക്ക് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് എന്നാണ്. ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഓൾവേസ് കൺസർവേറ്റീവ് എന്ന് എഴുതിയിട്ടില്ല. കാരണം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചു കാണും. അവിടെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് കൺസർവേറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത പഠിക്കുമ്പോൾ അത് നോൺ കൺസർവേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എല്ലായ്പ്പോഴും കൺസർവേറ്റീവ് ആണെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഓൾവേസ് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ പല ചാപ്റ്ററുകളിൽ പല സിറ്റുവേഷനിൽ പഠിക്കുന്നത്. നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചു, വർക്ക് എനർജി പവറിൽ പഠിച്ചു. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പം ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർക്ക് എനർജി പവർ പഠിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കുറേ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പ്രിൻസിപ്പിൾ ഡയറക്റ്റ് എടുത്ത് ഗ്രാവിറ്റേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും കോമൺ ആണ്. അപ്പോൾ കുറേ ചാപ്റ്ററുകളിൽ നമ്മൾ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതൊക്കെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സും വർക്ക് ഡൺ എഗൈൻസ്റ്റ് കൺസർവേറ്റീവ് ഫോഴ്സും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആണ്. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ അതാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ജനറലി ഉള്ള പ്രത്യേകത. ഓൾസോ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ക്ലോസ്ഡ് പാത്ത് ഈസ് ഓൾവേസ് 0. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. പിന്നെ ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ് ആണ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് എലോങ് ദി ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ് ഓഫ് ദി 2 ചാർജസ്. അപ്പോൾ അതാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം. പിന്നെ നമുക്കറിയാം 1/r² ലോ ഉള്ളത് കൊണ്ട് R കൂടുമ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറയും. പക്ഷേ R ഇൻഫിനിറ്റി ആണെങ്കിലേ ഫോഴ്സ് എക്സാക്റ്റ് റെഡ്യൂസ് ചെയ്ത് 0 ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ലാർജ് ഡിസ്റ്റൻസിലും എന്ത് ആക്ട് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് കുറേ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് കൂളംസിലോ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് വീണ്ടും വന്നാൽ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് വെക്ടർ ആണ്. അപ്പോൾ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതണം. അപ്പോൾ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് Q1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് Q2 ഡിവൈഡഡ് ബൈ r² ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ്. പിന്നെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയാൽ നമ്മൾ വെക്ടർ ആക്കാൻ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ Q1 Q2 എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവർ നമ്മളെ ഫോഴ്സ് സെൻട്രൽ ഫോഴ്സാണ്.
It is along the line joining the centers of the charges ആണ്. അപ്പോൾ ഈ ആറിൻ്റെ ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത്. ഒന്നുകിൽ അത് റൈറ്റ് സൈഡിലേക്ക് വരാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. അപ്പോൾ ജനറലി നമ്മൾ ആറിൻ്റെ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്ടറിനെ വെറുതെ ആർ ക്യാപ്പ് എന്ന് ഇടാം. അപ്പോൾ ആർ ക്യാപ്പ് എയ്തർ ഫ്രം Q1 to Q2 or from Q2 to Q1, that depends on the situation. ഇനി ആർ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ അലോങ് ദിസ് ആർ ആണ്. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി ഇൻറ്റു ആർ ക്യാപ്പ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞാൽ Q1 Q2 സൈൻ കൊടുത്തിട്ട് ഫോഴ്സ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വെറുതെ പറഞ്ഞാൽ നമുക്ക് വെക്ടർ ഫോമിൽ ആൻസർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, ചാർജിന് സൈൻ കൊടുക്കരുത്. അതിനുശേഷം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ആർ ക്യാപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വെക്ടർ ആർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്. അങ്ങനെ നമ്മൾ എഴുതുവാണെങ്കിൽ F = 1/4πε0 magnitude of Q1 into Q2 by R cap is vector R by R ആണ്. അപ്പോൾ താഴെ ഓൾറെഡി ഒരു ആർ സ്ക്വയർ ഉണ്ട്, അപ്പോൾ അവിടെ ഒരു ആർ ക്യൂബും കൂടെ ഒരു 1/4πε0 magnitude of Q1 Q2 into vector R by R cube എന്ന് വരും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, നമുക്ക് എങ്ങനെയാണ് ആർ ക്യാപ്പ് കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിളായിട്ട് ഇത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണെന്ന് വിചാരിക്കും. നമുക്ക് ഫോഴ്സ് ഓൺ Q1 കണ്ടുപിടിക്കണം. Q1 ഉം Q2 തമ്മിൽ നമുക്കറിയാം ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ആകുമ്പം Q1 കിട്ടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ Q2 Q1 എന്ത് ചെയ്യും, അതിനകലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം റിപ്പൾഷനാണ്. അപ്പോൾ അതുകൊണ്ട് Q2 exerts a force which is away from Q2, that is represented as F12. F12 is a force on Q1 by Q2. Q1 Q2 കൊടുക്കുന്ന ഫോഴ്സാണ്. Q2 Q1 റിപ്പൽ ചെയ്യും, അപ്പോൾ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ ഇവിടെ F12 ഡയറക്ഷനിലാണ് ആർ അല്ലെങ്കിൽ ആർ ക്യാപ്പ് വരേണ്ടത്. ഇവിടെ ആർ ക്യാപ്പ് എന്ത് തരണം, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരണം. അപ്പോൾ F12 എടുക്കുമ്പം ഈ വെക്ടർ ആറിൻ്റെ ഡയറക്ഷൻ നമ്മൾ Q2 നിന്ന് Q1 എടുക്കണം. അപ്പോൾ അത്രയുള്ള സംഭവം. ഇവിടെ ഫോഴ്സ് Q2 നിന്ന് Q1 വെക്ടർ ആറ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരണം. അപ്പോൾ Q2 നിന്ന് Q1 വെക്ടർ ആറിൻ്റെ ഡയറക്ഷൻ എടുക്കണം. അപ്പോൾ നമുക്കത് വെക്ടർ ഫോമിലൊക്കെ തരുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് കൂളംസ് ലോയുടെ ബേസിക്കലി ഉള്ള ഇക്വേഷൻ. ഇവിടെ കൂളംസ് ലോയിൽ രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒന്നിലധികം ചാർജുകൾ ഉണ്ടാക്കുന്ന ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യണം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്താൽ മതി അല്ല. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്തുവാ, പല സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. റിസൾട്ടൻ്റ് ഫോഴ്സ് ഡ്യൂ ടു എ നമ്പർ ഓഫ് പോയിന്റ് ചാർജസ് ഈസ് ദി വെക്ടർ സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ഓൺ ദാറ്റ് ചാർജ് ഡ്യൂ ടു അതർ ചാർജസ്. അതായത് കുറേ ചാർജുകൾ നമ്മുടെ കയ്യിലുണ്ട്, ആ ചാർജുകൾ എല്ലാവരും കൂടെ വേറൊരു ചാർജിന് കൊടുക്കുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് കാണണം. ആദ്യം നമ്മൾ ഓരോ ചാർജുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സുകൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം വെക്ടർ ഫോമിൽ, ഡിറക്ഷൻ നോക്കണം. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും കൂടെ വെക്ടർ സം എടുത്താൽ റിസൾട്ടൻ്റ് ഫോഴ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെറുതെ വെക്ടർ സം അല്ല, അതിൻ്റെ കൂടുതൽ ഒരു കണ്ടീഷനോടെ ഉണ്ട്, എന്തുവാ, ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആർ അൺഅഫക്റ്റഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അതർ ചാർജസ്. അതായത് നമുക്ക് 3 ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. Q1 ഉണ്ട്, ഇവിടെ ഒരു Q2 ഉണ്ട്, ഇവിടെ ഒരു Q3 ഉണ്ട്. അപ്പോൾ Q1 കിട്ടുന്ന ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് Q2 Q1 കൊടുക്കുന്ന ഫോഴ്സ് ആദ്യം കാണണം, Q3 Q1 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാണണം, അവരുടെ ഡയറക്ഷൻ നോക്കണം, വെക്ടർ സം എടുക്കണം. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ Q1 ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻസ് ഓഫ് Q2 ആൻഡ് Q3. ബട്ട് Q2 Q1 കൊടുക്കുന്ന ഫോഴ്സ് Q3 ഡിപ്പെൻഡ് ചെയ്യത്തില്ല, Q3 Q1 കൊടുക്കുന്ന ഫോഴ്സ് Q2 ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഗ്രാവിറ്റേഷനിലും മൂവിങ് ചാർജസിലും ഒക്കെ പല സിറ്റുവേഷനിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് റിസൾട്ടൻ്റ് ഫോഴ്സ് ഡ്യൂ ടു നമ്പർ ഓഫ് ചാർജസ് കാണാൻ പറ്റും, ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അത് കൂളംസ് ലോയുടെ പ്രത്യേകതകൾ പറഞ്ഞു. ഇനി നമുക്കറിയാം, ഈ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് അല്ലേ. അതായത് ചാർജുകൾ തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള നോൺ കോണ്ടാക്ട് ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലായ്പ്പോഴും എന്ത് യൂസ് ചെയ്യും, ഫീൽഡ് യൂസ് ചെയ്യും. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ജോലി ഒന്ന് തന്നെയാണ്. ഇവിടെ രണ്ട് ചാർജുകൾ തമ്മിലുള്ള നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, ഇലക്ട്രിക് ഫീൽഡാന്ന് പറയും. വാട്ട് ഈസ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ സിംപ്ലി അത്രേ ഉള്ളൂ. ഒരു ചാർജിൽ നിന്ന് അടുത്ത ചാർജിലേക്ക് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡാണ്. അതാണ് പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ജനറലി ഉള്ള പ്രത്യേകതയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്.
ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദ റീജിയൻ വെയർ എ പോയിന്റ് ചാർജ് ഓർ ചാർജ് എക്സ്പീരിയൻസസ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയും. ഒരു ഇലക്ട്രിക് ചാർജ് എവിടെയെങ്കിലും വെച്ചു, ആ ഇലക്ട്രിക് ചാർജിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും ആ ഇലക്ട്രിക് ചാർജ് ഇരിക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്, ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഐഡിയ. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ റെഫറൻസ് ആയിട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എടുക്കും. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് ഇലക്ട്രിക് ഫീൽഡായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അറിയാം, ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. നമ്മൾ പോസിറ്റീവ് ചാർജാണ് റെഫറൻസ് ആയിട്ട് എല്ലാ സ്ഥലത്തും സാധാരണ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം F/Q. If F is force experienced by a charge Q, then force experienced by a unit positive charge is F/Q എന്ന് എഴുതാം. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ജനറലി ഉള്ള ഇക്വേഷൻ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. അപ്പോൾ വെക്ടർ ഫോമിൽ എഴുതുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വെക്ടർ F/Q ഓർ F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഇ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂളംസ് ലോ അനുസരിച്ച് F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square. That is only between 2 point charges. ജനറലി ഒരു പോയിന്റ് ചാർജിലുള്ള ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഇ. അപ്പോൾ ആ Q പോയിന്റ് ചാർജ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ ആ ഫോഴ്സ് ഓൺ ദി ചാർജ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഈ ജനറൽ ഇക്വേഷൻ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചോണം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ഒക്കെ നമുക്കറിയാം, ന്യൂട്ടൺ പെർ കൂളംബ് അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എല്ലാം സെയിം തന്നെയാണ് നമുക്കറിയാം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എടുക്കുമ്പം ഡെഫിനിഷനകത്ത് തന്നെയുണ്ട്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എവിടെയെങ്കിലും വെച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഏതാണോ ആ ഫോഴ്സ് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയാം. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് +Q ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ് എന്ന് പറയാം. പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയാറുണ്ട്. കാരണം നമുക്കറിയാം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് വരാനാണ് സാധ്യത. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഇവിടെ നോക്കുക, ഒരു പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. കാരണം ഡെഫിനിഷനകത്ത് തന്നെ ഉണ്ടല്ലേ, പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് റിലേറ്റഡ്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് ചാർജ് എവിടെയെങ്കിലും വെച്ചു അതിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സ് ഈസ് എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, ശ്രദ്ധിച്ചോണം. പക്ഷെ ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, നമ്മൾ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ചാർജ് വെച്ചു, അപ്പോൾ ആ നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് വെക്ടർ ഫോമിൽ -Q ഇൻറ്റു ഇ എന്നെടുക്കും. ഈ മൈനസ് വരാൻ കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നെഗറ്റീവ് ചാർജിലെ ഫോഴ്സ്. അപ്പോൾ അതാണ് നമുക്ക് ഫോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഫോഴ്സ് എടുക്കുമ്പം ഫോഴ്സും വെലോസിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല. ചാർജ് റെസ്റ്റിലാണെങ്കിലും ചാർജ് മോഷനിലാണെങ്കിലും ഫോഴ്സിൻ്റെ ഇക്വേഷൻ സെയിം തന്നെയാണ്, F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി വരും. അപ്പോൾ ഫോഴ്സ് കിട്ടിയാൽ നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ A ഈസ് ഈക്വൽ ടു F/m. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു QE/m. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആക്സലറേഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരും. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു ചാർജ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ചാർജ് ഇരിക്കുന്ന സ്ഥലത്തൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം മീൻസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എല്ലാ സ്ഥലത്തും സെയിമാണ്. നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ ആ ഇലക്ട്രിക് ഫീൽഡ് റെസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്തു. നമുക്ക് കുറേ സമയം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൈനറ്റിക് എനർജിയൊക്കെ കാണാൻ പറയാം. അപ്പോൾ സിമ്പിളാണ്, ആക്സലറേഷൻ കിട്ടിയ QE/m. ഇവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി ചാർജ് ആഫ്റ്റർ എ ടൈം t കാണാൻ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാം. V = U + AT. ഇവിടെ U0 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ U0 ആയിപ്പോയി. എക്ക് പകരം QE/m കൊടുക്കാം. അപ്പോൾ QE/m ഇൻറ്റു ടി. അപ്പോൾ വെലോസിറ്റി V = QE/m ഇൻറ്റു ടി. ഇപ്പോൾ കൈനറ്റിക് എനർജി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, കൈനറ്റിക് എനർജി = 12mv² ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു m/2 ഇൻറ്റു v². നമുക്ക് നോക്കിയാൽ Q² E² T² /m² വരും. അപ്പോൾ കൈനറ്റിക് എനർജി =
ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ 2m വരും. അപ്പോൾ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദ ചാർജ് when it is released in a uniform electric field after a time t is q square e square t square by 2m. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൈനറ്റിക് എനർജി കാണാം. അല്ലെങ്കിൽ വേറൊരു മാർഗം, ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് നമുക്കറിയാം q ഇൻറ്റു ഇ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി ഇലക്ട്രിക് ഫോഴ്സ് q e ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് എടുക്കാം. If s is a displacement of the charge in a given time interval, then work done is equal to force into displacement. Here force and displacement are in the same direction. But W is equal to force QE into displacement S. ഇത് നമുക്കറിയാം ആ വർക്ക് ഡൺ തന്നെയാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ശരിയല്ല, ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ QE ഇൻറ്റു S എടുത്താൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി QE ഇൻറ്റു S തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. മോഷൻ ഓഫ് എ ചാർജിന് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ആക്സലേഷൻ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റിയും കൈനറ്റിക് എനർജിയും ഒക്കെ ആഫ്റ്റർ എ ടൈം ഡി ആഫ്റ്റർ എ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് ആ ഇക്വേഷനൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഈ ഇക്വേഷൻ എടുക്കുവാണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു QES എന്ന് കിട്ടും. ഇഫ് ദി ചാർജ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്. അവിടെ നിൽക്കുക, അവിടെ കൈനറ്റിക് എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ സെയിം ആക്കി വെച്ചു. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. പല ചാർജുകളെ നമ്മൾ ഇവിടെ യൂസ് ചെയ്താൽ ഇവിടെ കൈനറ്റിക് എനർജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണ്. കാരണം നമ്മൾ ചാർജ് മാറ്റി മാസ് മാറിയാലും ഇല്ലെങ്കിലും ഫോർ എ ഗിവൺ ഡിസ്പ്ലേസ്മെൻറ്റ് കൈനറ്റിക് എനർജി QES, അവിടെ മാസിൻ്റെ ടേം ഇല്ല. അപ്പോൾ ഫോർ എ ഗിവൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദ ചാർജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് എന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത. അതിനനുസരിച്ച് ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഫോഴ്സ് ആക്സലറേഷൻ്റെ ആ ബേസിക്കലി ഉള്ള പ്രത്യേകത. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് വെക്കണം. പിന്നെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ്. ഒരു പോയിൻ്റ് ചാർജ്, അതിൽ നിന്നും r ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചാർജ് Q ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് r ഡിസ്റ്റൻസിൽ ഒരു പോയിൻ്റ് നമ്മൾ എടുത്തു. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ അത് 1/4πε0 മാഗ്നിറ്റ്യൂഡ് ഓഫ് Q ബൈ r². വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വെക്ടർ ഫോമിലല്ല. 1/4πε0 മാഗ്നിറ്റ്യൂഡ് ഓഫ് Q ബൈ r². അപ്പോൾ നമ്മൾ വെക്ടർ ഫോമിൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും പലരും വിചാരിക്കും ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ്, ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ്. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയ വെച്ചിട്ട് പഠിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ അത് തെറ്റാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്, ചാർജ് സ്കെയിലറാണ്. അതുകൊണ്ട് തന്നെ ചാർജിന് സൈൻ കൊടുത്തിട്ട് വെറുതെ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ നമ്മൾ സിറ്റുവേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം വെക്ടർ ഫോമിൽ എഴുതാൻ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു -Q ചാർജ് നമ്മളെടുത്തു. അപ്പോൾ -Q ചാർജിന് ഞാൻ പറയുവാണ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു -1/4πε0 Q ബൈ r². ലോജിക് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തുവാ, ഇലക്ട്രിക് ഫീൽഡ് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. എന്നിട്ട് അതിനനുസരിച്ചാണ് വെക്ടർ ഫോമിൽ എഴുതുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നെഗറ്റീവ് ചാർജ് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിൽ നിന്ന് നമ്മൾ എവിടെയാണോ ചാർജ് ഇരിക്കുന്നത് ആ ചാർജിൻ്റെ ലൊക്കേഷനിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് വരും. പക്ഷെ നമുക്കറിയാം അതേ ചാർജിൽ ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലേക്ക്. കാരണം ഫോർ എ പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദി ചാർജ് ഓർ റേഡിയലി ഇൻവേർഡ്. ഇവിടുന്ന് ഈ ചാർജിൻ്റെ ഫീൽഡ് കാണേണ്ട പോയിന്റിൽ നിന്ന് നെഗറ്റീവ് ചാർജിന് അടുത്തേക്കാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുത്തെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിൽ നിന്ന് ചാർജ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് പല സ്ഥലങ്ങളിലും പല ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. വെക്ടർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഡിറക്ഷൻ നോക്കണം. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് +x എന്ന് വിചാരിക്കും. പോസിറ്റീവ് x ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ഫീൽഡ് എങ്ങനെയാണ്? നെഗറ്റീവ് x ഡയറക്ഷനിലാണ്.
അപ്പോൾ മേലെ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ വെക്ടർ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഒരു മൈനസ് ഐ ക്യാപ്പ് എന്ന് എഴുതാം. ഇവിടുത്തെ ഫീൽഡ് 1/4πε0 Q/r² ആണ് മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈസ് അലോങ് ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഇൻറ്റു മൈനസ് ഐ ക്യാപ്പ് വരും. ശരിയല്ലേ? പക്ഷേ അതേ സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കിയേ, ഈ ചാർജിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഒരു പോയിന്റ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുമ്പോൾ 1/4πε0 Q/r² ആണ് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ചാർജിന് സൈൻ കൊടുത്തിട്ട് വെറുതെ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് എക്സ് ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ആ ഡിറക്ഷൻ തീരുമാനിക്കണം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമുക്കറിയാം ഫോർ എ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റേഡിയലി ഔട്ട്വേർഡാണ്, അറിയാലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ ചാർജുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്താൽ മതി അല്ലേ. ഓരോ ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. എല്ലാത്തിനും അവിടെ വെക്ടർ സം എടുത്താൽ നമുക്ക് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അല്ല, അവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് പോയിന്റ് ചാർജുകളുടെ കളക്ഷൻ തന്നാൽ ഇലക്ട്രിക് ഫീൽഡിന് പ്രത്യേകത. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കാൻ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മുടെ ഇതിൽ 2 ചാർജുകളുണ്ട്. ഒരു പ്ലസ് ക്യൂ ചാർജുണ്ട്, ഒരു -3q ചാർജുണ്ട്. ക്യൂ എയിലും -3q ബിയിലും. We have 2 point charges q and -3q. They are separated by a distance r. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി ലൊക്കേഷൻ ഓഫ് പോയിന്റ് ചാർജ് q ഈസ് EA is equal to E. q ഇരിക്കുന്ന സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് E ആണ്. കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി ലൊക്കേഷൻ ഓഫ് -3q EB കണ്ടുപിടിക്കും. മനസ്സിലായല്ലോ? എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ക്യൂ ഇരിക്കുന്നത്. എയിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം, അത് ഇ ആണ്. ബിയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളവിടെ ഉള്ള ആൾക്കാർ അപ്പം എൻ്റെ ആൻസർ ഒന്ന് പറയാമോ? അപ്പം ആൻസർ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇ -3 പ്ലസ് സി -3 -E/3 അങ്ങനെയൊക്കെയാണ് ആൻസർ വരുന്നത്. അതായത് ഈ ഇയുടെ ടേംസിലാണ് ആൻസർ വരുന്നത്. നമുക്ക് ആൻസർ ഇ ഉണ്ട്, -E ഉണ്ട്, E/3 ഉണ്ട്, -E/3 ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ശ്രദ്ധിക്കേണ്ടത് ക്യൂ ഇരിക്കുന്ന ലൊക്കേഷനിൽ, അതായത് എയിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ -3q അല്ലേ. -3q ആണ് ഈ ക്യൂ ഇരിക്കുന്ന സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ എന്ന് പറയുന്നത് ഈ ഡ്യൂ ടു -3q ചാർജാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പം 1/4πε0 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് 3q. സൈൻ കൊടുക്കരുത്, അവിടെ 3q വെറുതെ ഇട്ടാൽ മതി. നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/4πε0 3q/r². ഇനി നമ്മൾ അതിൻ്റെ ഡിറക്ഷൻ നോക്കണം. ഈ -3q ക്യൂ ഇരിക്കുന്ന സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എടുക്കുമ്പം ഫോർ എ നെഗറ്റീവ് ചാർജ് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ചാർജാണ്. അപ്പോൾ -3q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ടുവേർഡ്സ് ചാർജാണ്. അപ്പോൾ അത് ഇയുടെ ഡയറക്ഷൻ വരും. മനസ്സിലായല്ലോ? എ ഇരിക്കുന്ന സ്ഥലത്ത് ക്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് നമുക്ക് ഡിഫൈൻഡ് അല്ല. കാരണം നമുക്കറിയാം പോയിന്റ് ചാർജിൻ്റെ ഫീൽഡ് 1/4πε0 Q/r² ആണ്. ചാർജിൻ്റെ ലൊക്കേഷനിൽ തന്നെ r നമുക്കറിയാം ടെൻസ് ടു 0 വരും. r 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ക്യൂ ഇരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. -3q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡാണ്. -3q എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എയിൽ നിന്ന് 3qന് അടുത്തേക്കാണ്. കാരണം ഫോർ എ നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ചാർജാണ്. അപ്പോൾ നമുക്ക് EA is equal to 3q/1/4πε0 3q/r² ഫ്രം A to B വരും. അപ്പോൾ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. -3 -E/3. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൻസർ. നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ക്യൂ ഇരിക്കുന്ന സ്ഥലത്തെ ഫീൽഡ് കിട്ടി 1/4πε0 3q/r² ഫ്രം A to B. നമുക്ക് അടുത്ത് EB കണ്ടുപിടിക്കണം. ബിയിൽ ഫീൽഡ് ഉണ്ടാക്കുന്ന ആരാണ്? -3q ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ക്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡാണ്. PB ഈസ് ഈക്വൽ ടു E ഡ്യൂ ടു ക്യൂ ആണ്. നോക്കിയാൽ ക്യൂ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q/r². ഈ ക്യൂ ആണ് ഇവിടെ ഫീൽഡ് ഉണ്ടാക്കുന്നത് 1/4πε0 Q/r². അപ്പോൾ അതിൻ്റെ ഡിറക്ഷൻ നോക്കണം.
അപ്പോൾ ഡയറക്ഷൻ നോക്കിയേ, എയിലുള്ള പ്ലസ് ക്യൂ ചാർജ് ബിയിൽ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഫോർ എ പോസിറ്റീവ് പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. ചാർജിൽ നിന്ന് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്ക്, വെളിയിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ നോക്കി ഇവിടെ പ്ലസ് ക്യൂ മാത്രം നിങ്ങൾ അസ്യൂം ചെയ്യണം. ഈ പ്ലസ് ക്യൂ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് വേണ്ടിയത്. അപ്പോൾ നമുക്കറിയാം പ്ലസ് ക്യൂ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് അതിൽ നിന്ന് അകലേക്ക്, ഔട്ട്വേർഡ് റൈറ്റ് സൈഡിലേക്കല്ല വരുന്നത്. അപ്പോൾ ഈ ക്യൂ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ചാർജിൽ നിന്ന് വെളിയിലേക്ക്, റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ 1/4πε0 Q/r² ഫ്രം എവിടെ നിന്ന് ഇങ്ങോട്ടാ, എ ടു ബി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ രണ്ട് ഫീൽഡുകളും ഒരേ ഡയറക്ഷനിലാണ്. എയിലുള്ള ഫീൽഡും ബിയിലുള്ള ഫീൽഡും ഫ്രം എ ടു ബി ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് നോക്കി, ഇവിടെ 1/4πε0 Q/r² ആണെങ്കിൽ ഇവിടെ 1/4πε0 3Q/r² ആണ്. EA ആണ് നമുക്ക് E എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 1/4πε0 Q/r², E/3 അല്ലേ. E/3 ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² വരും. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് EB എടുക്കുമ്പം അത് E/3 ആ വരുന്നത്. ഇനി ചോദ്യം +E/3 -E/3 ഉണ്ടെങ്കിൽ ആൻസർ ഏതാണെന്നാണ്. അപ്പോൾ ജൻ, റഫീഖ്, അമൃത ഒക്കെ E/3 പറയുന്നു. ആനിക ടീച്ചർ E/3 ആണ്. ഒരാൾ -E/3, -3, +3 പല ആൻസറും ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഫീൽഡുകളുടെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അതിനർത്ഥം നമുക്കറിയാം ഈ പ്ലസ് ആണെങ്കിൽ EBയും പ്ലസ് തന്നെയല്ലേ. അപ്പോൾ ആൻസർ EB ഈസ് ഈക്വൽ ടു +E/3. അവിടെ മൈനസ് സൈൻ ഇല്ല, അവിടെ +E/3 വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്യൂ ഇരിക്കുന്ന സ്ഥലത്ത് ഫീൽഡ് ഉണ്ടാക്കുന്നത് -3Q ആണ്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് നെഗറ്റീവ്. നേരെ തിരിച്ച് B ഉള്ള സ്ഥലത്ത് A ഉണ്ടാക്കുന്ന ഫീൽഡ് അത് പോസിറ്റീവ്. ഇപ്പോൾ രണ്ട് ഫീൽഡുകളെ സൈൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ EB ഈസ് ഈക്വൽ ടു -E/3 എന്ന് എഴുതിയാൽ ആൻസർ തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ചാർജിന് സൈൻ കൊടുത്തിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം മാഗ്നിറ്റ്യൂഡ് കാണണം, ഡിറക്ഷൻ നോക്കണം. ഇവിടെ രണ്ട് ഫീൽഡുകളും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ആദ്യത്തേത് പ്ലസ് ആണെങ്കിൽ അടുത്തതും പ്ലസ് തന്നെ. അപ്പോൾ കൂടുതൽ പേരും +E/3 ആണ് പറയുന്നത്. കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലോ ഇലക്ട്രിക് ഫീൽഡിനൊക്കെ ഡിറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതേ സിറ്റുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ -3Q മാറ്റിയിട്ട് നമ്മൾ +3Q ആക്കിയെന്ന് വിചാരിക്കും. +3Q ആണെങ്കിൽ ആൻസർ എത്ര വരും പറയാമോ? ഇതേ സിറ്റുവേഷനിൽ നമ്മൾ +3Q ആക്കി, -3Q മാറ്റിയിട്ട് +3Q ആക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര വരും പെട്ടെന്നൊന്ന് പറയാമോ? നമുക്ക് ബാക്കി മാറ്റിയിട്ടില്ല, ക്യാപിറ്റൽ Q മാറ്റിയില്ല, അത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ -3Q മാറ്റിയിട്ട് നമുക്ക് +3Q ആക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര വരും? വേറെ ഡിഫറൻസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. അവിടെ ആകെപ്പാടെ അത് മാത്രമേ വ്യത്യാസം വരുത്തിയുള്ളൂ. പെട്ടെന്ന് പറയാം, നമുക്ക് ചെറിയൊരു വ്യത്യാസമേ ആൻസറിൽ വരാൻ സാധ്യതയുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പം അതിൻ്റെ ആൻസർ ഒന്ന് പറയാമോ? അമൃത, അനിക ആരും ഒന്നും മിണ്ടുന്നില്ല. ശരി, അല്പം ലാഗ് കാണും അല്ലേ, ചെറുതായിട്ടൊരു ലാഗുണ്ടല്ലേ സാറേ? ഓക്കെ, അപ്പം ചെറുതായിട്ടൊരു ലാഗുണ്ട്. ചിലപ്പോൾ നിങ്ങളവിടെ ആൻസർ കമൻറ്റ് ചെയ്ത് കാണും. ചെറിയൊരു ലാഗേ ഉള്ളൂ. ഞാൻ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഡിറക്ഷനൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അലക്സ് ബ്ലൈസ് ആൻസർ പറഞ്ഞാൽ -E/3, അമൃത -E/3 ഒക്കെ എല്ലാവരും -E/3 എന്നാണ് ആൻസർ വരുന്നത്. കറക്റ്റാണ്, കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇവിടെ +3Q ആക്കുമ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഈ +3Q ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ലെഫ്റ്റ് സൈഡിലേക്കും ഈ Q ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് റൈറ്റ് സൈഡിലേക്കും. കാരണം +Qവിൻ്റെ ഫീൽഡ് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ +3Qവിൻ്റെ ആദ്യം ടുവേർഡ്സ് ചാർജ് ആയിരുന്നു, അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ അവിടെ ഡിറക്ഷൻ രണ്ട് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാണ്. സോയാ ദേവസ്യ എല്ലാം -E/3 കറക്റ്റാണ്. അപ്പോൾ ഡിറക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ മതി. റിസൾട്ടൻ്റ് ഫീൽഡ് ഇസ് എ വെക്ടർ സം ഓഫ് ദി ഫീൽഡ് ഡ്യൂ ടു ഈച്ച് ചാർജ് ആൻഡ് the field due to each charge is independent of the presence of other charges. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. നോൺ മാത്തമാറ്റിക്കൽ വേ ഓഫ് വിഷ്വലൈസിങ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാരഡേ ആണ്. പിക്ചോറിയൽ മാപ്പിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് എ ചാർജ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. Tangent at any point on the line gives a direction of electric field at that point. That is why it is called the electrostatic field lines. For electrostatic field line ഉണ്ടെങ്കിൽ
ടാൻജൻറ്റ് വരച്ചാൽ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും. അതേപോലെ നമുക്കറിയാം ഈ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരുന്നതിനോടൊപ്പം പോസിറ്റീവ് ചാർജിലെ ഫോഴ്സിൻ്റെ ഡയറക്ഷനും തരും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒന്നും വിളിക്കാറുണ്ടല്ലോ, ഒന്ന് തന്നെയാണ്. ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓൺ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് മുതൽ നെഗറ്റീവ് ചാർജ് വരെ കണ്ടിന്യൂസ് കർവാണ്. പക്ഷേ പോസിറ്റീവ് ചാർജിൽ തുടങ്ങിയാൽ നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ വേറൊരു പ്രത്യേകത. ടു ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്, then at the point of intersection field has more than one directions which is not possible. അപ്പോൾ രണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല, നമുക്കറിയാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഡി നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്സ്. ഇറ്റ് ഷോസ് എ കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ദി ഫീൽഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് നോൺ കൺസർവേറ്റീവ് ആണ്. അവിടെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് തന്നെ പ്രത്യേകം പഠിച്ചോണം കേട്ടോ. കാരണം കൺസർവേറ്റീവ് ഫീൽഡ് മാത്രമേ ക്ലോസ്ഡ് ലൂപ്പിൽ വരത്തുള്ളൂ, ക്ലോസ്ഡ് ലൂപ്പ് അല്ലാതെ വരത്തുള്ളൂ. നോൺ കൺസർവേറ്റീവ് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരാം? ക്ലോസ്ഡ് ലൂപ്പിൽ വരാം. അപ്പോൾ അത് കൺസർവേറ്റീവ് ഫീൽഡാണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്താൽ വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത് നോൺ സീറോ എന്നൊക്കെ കിട്ടും. അപ്പോൾ അത് നോൺ കൺസർവേറ്റീവ് ഫീൽഡിൻ്റെ പ്രത്യേകതയിലേക്കാണ് പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പം ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഫോം ക്ലോസ്ഡ് ലൂപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിക്കും. പിന്നെ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി ടേക്കൺ എ കണ്ടിന്യൂസ് കർവ് വിത്തൗട്ട് എനി ബ്രേക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ചാർജിൽ തുടങ്ങിയാൽ അതൊരു നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. അതിനിടയ്ക്ക് വേറെ ബ്രേക്ക് ഒന്നുമില്ല. ചാർജ് ഇല്ലാത്ത റീജിയനിൽ ഫീൽഡ് ലൈൻസ് വെറുതെ എൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കറിയാം. അപ്പോൾ അടുത്ത നമ്പർ ഓഫ് ലൈൻസ് സറൗണ്ടിങ് എ ചാർജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. അപ്പോൾ നമ്മൾ പിന്നീട് പഠിക്കും ഇലക്ട്രിക് ഫ്ലക്സ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഇലക്ട്രിക് ഫ്ലക്സ് ഒക്കെ ചാർജിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ചാർജിൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആ റീജിയനിലെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസും കൂടുതലായിരിക്കും. പിന്നെ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. അപ്പോൾ നമുക്ക് ഫീൽഡ് ലൈൻസ് ഒക്കെ തന്നിട്ട് നമുക്ക് ഫീൽഡ് ലൈൻസിൻ്റെ റിലേറ്റീവ് സെപ്പറേഷൻ നോക്കിയിട്ട് ഫീൽഡ് ലൈൻസ് സെപ്പറേറ്റഡ് ആണെങ്കിൽ അവിടെ ഫീൽഡ് സ്ട്രെങ്ത് കുറവാണ്, ഫീൽഡ് ലൈൻസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ആൻഡ് ഇക്വിഡിസ്റ്റന്റ്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെയാണ് ബേസിക്കലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം ഓഫ് ചാർജസിൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള നമ്മൾ കണ്ടിട്ട് കാണും. അപ്പോൾ ചാർജിൻ്റെ പ്രസൻസിൽ ഏതെങ്കിലും ഒരു ചാർജ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിലുള്ള ചാർജിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നമുക്കറിയാം എവിടെ ഇക്വിലിബ്രിയം എടുത്താലും റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്. എടുത്തുള്ള രണ്ട് ഇൻഎക്സ്റ്റൻസിബിൾ ആൻഡ് ഐഡിയൽ സ്ട്രിങ് നമ്മളെടുത്ത് ഒന്ന് മാസ്ലെസ് ആൻഡ് ഇൻഎക്സ്റ്റൻസിബിൾ സ്ട്രിങ് ആണ്. അപ്പോൾ അതിൽ രണ്ട് ഐഡൻറ്റിക്കൽ ചാർജസ് നമ്മൾ സസ്പെൻഡ് ചെയ്തു. നമുക്കറിയാം ഇത് രണ്ടും ഐഡൻറ്റിക്കൽ ചാർജസ് ആകുമ്പോൾ അവർ തമ്മിൽ റിപ്പൾഷൻ കാണും. ആ റിപ്പൾഷൻ മൂലം ഇക്വിലിബ്രിയത്തിൽ ഈ സ്ട്രിങ് വെർട്ടിക്കലുമായിട്ട് തീറ്റ ആംഗിളിൽ നിൽക്കുന്നെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സാണ്. അപ്പോൾ അത് റൈറ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യും, അത് QE. പിന്നെ ഇവിടെ ടെൻഷൻ ഓൺ ദി സ്ട്രിങ് അലോങ് ദി സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യും. അപ്പോൾ ആ ടെൻഷനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം, ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കലും. അപ്പോൾ അത് T, ഇത് തീറ്റ. അപ്പോൾ ഇത് T cos തീറ്റ, ഇത് T sin തീറ്റ. അപ്പോൾ ഇത് വെയിറ്റ് mg. നമുക്കറിയാം ഇക്വിലിബ്രിയത്തിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ നമുക്കറിയാം QE is equal to എന്തിന് ഈക്വൽ ആ T sin തീറ്റ. അല്ല വെർട്ടിക്കൽ ഫോഴ്സ് 0 ആകുമ്പോൾ mg is equal to T cos തീറ്റ. മനസ്സിലായല്ലോ? ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആണ്. അപ്പോൾ T sin തീറ്റയും QEയും കൂടെ ക്യാൻസൽ ആവണം, T cos തീറ്റയും mgയും കൂടെ ക്യാൻസൽ ആവണം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് സെയിം ആണെന്ന് ഒരാൾ ചോദിക്കുന്നു. അപ്പോൾ അല്ല, നമ്മൾ വെറുതെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും വരാം, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ രണ്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയും സാധാരണ. ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ നമുക്ക് രണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ. ഇനി റേഷ്യോ എടുത്താൽ mg അല്ലെങ്കിൽ നേരെ തിരിച്ചെടുക്കാം, ഇക്വേഷൻ 1/2 എടുക്കാം.
അപ്പോൾ QE/mg ഈസ് ഈക്വൽ ടു ടി ക്യാൻസൽ ആയിപ്പോയി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ വരും. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ജനറലി ഇത്ര ഉള്ള ഒരു ചാർജ് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്തു, അവിടെ ഒരു ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫോഴ്സ് QE ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ആ ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ mg എന്ന് വരും. അപ്പോൾ അത് വെച്ചിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ കിട്ടും. ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം E എന്ന് പറയുന്നത് ഈ ഒരു ചാർജ് അടുത്ത ചാർജിൻ്റെ ലൊക്കേഷനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഈ ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഒരു R എന്ന് വിചാരിച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ 1/4πε0 Q/r². കാരണം ഈ ക്യൂവിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫോഴ്സാണ് QE. അപ്പോൾ E എന്ന് പറയുന്ന ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡാണ്. അപ്പോൾ അത് 1/4πε0 Q/r² വരും. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കറിയാം ടാൻ തീറ്റയുടെ ഇക്വേഷൻ എടുക്കുമ്പം നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R/2 അല്ലേ. അപ്പോൾ നമ്മൾ ടാൻ തീറ്റയുടെ ഇക്വേഷൻ എടുക്കുമ്പം കറക്റ്റ് പറഞ്ഞാൽ R/2 ഡിവൈഡഡ് ബൈ ദിസ് ഹൈറ്റ് h വരും. ശരിയല്ലേ, R/2 ബൈ ഹൈറ്റ് h. അപ്പോൾ ഈ വെർട്ടിക്കൽ ഹൈറ്റ് h ആണെങ്കിൽ ടാൻ തീറ്റൈസിൽ ഓപ്പോസിറ്റ്സ് R/2 ബൈ h ആണ്. പക്ഷെ നോർമലി നമുക്കറിയാം തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും. തീറ്റയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ നമുക്കറിയാം എച്ചും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് സൈൻ തീറ്റ യൂസ് ചെയ്യാം. സൈൻ തീറ്റ എടുക്കുമ്പോൾ R/2 ബൈ L എന്ന് വരും. അപ്പോൾ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ സാധാരണ സിറ്റുവേഷനിലൊക്കെ കൂടുതലും അങ്ങനെയാണ്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു R/2 ഡിവൈഡഡ് ബൈ L എന്ന് എടുക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക, പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സിറ്റുവേഷനാണ് ഇക്വിലിബ്രിയം ഓഫ് ടു ചാർജസ് ഇങ്ങനെ ഐഡൻറ്റിക്കൽ സ്ട്രിങ്ങിൽ സസ്പെൻഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇക്വിലിബ്രിയത്തിലെ പ്രത്യേകതയുള്ള നെറ്റ് ഫോഴ്സ് ഓൺ ഈച്ച് ചാർജ് 0 ആയിരിക്കണം. അപ്പോൾ അതാണ് ജനറലി ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വിലിബ്രിയത്തിൻ്റെ പല പോസിബിലിറ്റീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്നൊക്കെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കണം. റിസൾട്ടൻ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കണം. റിസ്റ്റാറിംഗ് ഫോഴ്സ് ഈസ് ആക്ടിംഗ് ഓൺ ദി പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ദാറ്റ് ഈസ് ഹാസ് എ ടെൻഡൻസി ടു കംസ് ബാക്ക് ടു ദി ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ഇറ്റ് ഓസിലേറ്റ്സ് അബൌട്ട് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മൾ ഓസിലേഷൻ പഠിച്ചത് ഓർത്താൽ മതി. ഓസിലേഷനിൽ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ അബൌട്ടാണ് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുന്നത്. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇല്ലെങ്കിൽ ഓസിലേഷൻ ഇല്ല. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? ഓസിലേഷൻ നടക്കും. മിക്കവാറും എല്ലാ കേസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്മോൾ ഓസിലേഷൻസ് കൂടുതൽ സിറ്റുവേഷനിലും സിമ്പിൾ ഹാർമോണിക് ആയിരിക്കും. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്തോണം. പിന്നെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അതാണ് ജനറലി ഉള്ള പ്രത്യേകത. അടുത്ത അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നേരെ തിരിച്ചാണ്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. റിസൾട്ടൻ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അഗെയിൻ 0. So nature of the equilibrium is determined by the value of potential energy ആണ്. പിന്നെ force acting is away from the equilibrium position. Therefore particle displaced from the equilibrium position has no tendency to come back to the original position. So it moves away from the equilibrium position and no oscillation. അപ്പോൾ അതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത. പിന്നെ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. റിസൾട്ടൻ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അഗെയിൻ 0 ആണ്. ഇറ്റ് റിമെയിൻസ് ഇൻ ദി ന്യൂ പൊസിഷൻ വെൻ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ്. നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചു, അപ്പോൾ അതിനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുമ്പോഴും പൊട്ടൻഷ്യൽ എനർജി സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ പുതിയ പൊസിഷനിൽ തന്നെ ഇരിക്കും. നമുക്കറിയാം എല്ലായ്പ്പോഴും ഒരു സിസ്റ്റം ശ്രമിക്കുന്നത് എന്തുവാ, അതിനെ സ്റ്റെബിലിറ്റി കൂട്ടി പൊട്ടൻഷ്യൽ എനർജി കുറച്ച് സ്റ്റേബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാറുന്നില്ലെങ്കിൽ പിന്നെ അത് ന്യൂ പൊസിഷനിൽ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ പല ചാപ്റ്ററിൽ വർക്ക് എനർജി പവറിലും ഓസിലേഷനിലും ഗ്രാവിറ്റേഷനിലും ഒക്കെ കാണുന്ന ഐഡിയ തന്നെയാണ്. എല്ലാ സ്ഥലത്തും ഒരേ പ്രോപ്പർട്ടി തന്നെയാണ്, ശ്രദ്ധിച്ചോണം. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇലക്ട്രിക് ഡൈപോൾ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് പറഞ്ഞു. പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോളിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ചാർജ് ഓഫ് ദി ഡൈപോൾ 0 ആണ്. കാരണം ഒരു +q ചാർജ് ആണെങ്കിൽ അടുത്തത് -q ചാർജ്. ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡൈപോൾ ഈസ് നോട്ട് 0 എന്ന് പറഞ്ഞാൽ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എടുക്കുമ്പോൾ ടോട്ടൽ ചാർജ് 0 ആണെങ്കിലും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഡൈപോൾ നെവർ ബി 0 എക്സെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒരു സിംഗിൾ ഡൈപോൾ ആണെങ്കിൽ ഇൻഫിനിറ്റി ഒഴികെ ഒരു സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് 0 വരത്തില്ല, ശ്രദ്ധിച്ചോണം. പിന്നെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സ്ട്രെങ്ത് ഈസ് മെഷേർഡ് ബൈ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ ചാർജ് 0 ആണ്. അപ്പോൾ ചാർജ് മാത്രം മെഷർ ചെയ്തിട്ട്
ഡൈപോളിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡൈപോൾ മൊമെൻ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും കൂടുതലാണ്. അത്രയേ ഉള്ളൂ ഡൈപോൾ മൊമെൻ്റിൻ്റെ അഡ്വാൻറ്റേജ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ചാർജസ് ആണ്. ഇവിടെ ചാർജസ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ, അതിലൊരു ചാർജ് ക്യൂ എടുത്തു, ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ചാർജസ് എ എടുത്താൽ ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് ക്യൂ ഇൻറ്റു എ. യൂണിറ്റ് കൂളം മീറ്റർ ആണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് എ വെക്ടർ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം ഡൈപോളുകളുടെ അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റിസൾട്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കാണാൻ സിമ്പിൾ അല്ലേ. ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്ടർ ആണ്. ഇപ്പോൾ രണ്ട് ഡൈപോളുകളുണ്ടെങ്കിൽ രണ്ട് ഡൈപോളുകളുടെയും ഡൈപോൾ മൊമെൻറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, അവരുടെ ആംഗിൾ കണ്ടുപിടിക്കുക, വെക്ടർ സം എടുത്താൽ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് സാധാരണ രണ്ട് സിറ്റുവേഷനിലെ ഫീൽഡാണ് ചോദിക്കുന്നത്. ഫീൽഡ് ഓൺ ദി ആക്സിൽ ലൈനും ആൻഡ് ഫീൽഡ് എലോങ് എ പോയിന്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈനും. അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2 അല്ല എടുത്തേക്കുന്നത് കേട്ടോ. മൈനസ് ക്യൂ പ്ലസ് ക്യൂ ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2L. അപ്പോൾ ഡൈപോൾ ലെങ്ത് നമ്മൾ 2L എന്നാണ് ഇക്വേഷൻ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇവിടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഡൈപോളിൻ്റെ സെൻട്രൽ നിന്ന് ആക്സിസിലെ ഒരു പോയിന്റ് നമ്മളെടുത്തു. ആ ആക്സിസിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 6. അപ്പോൾ അവിടുത്തെ ഫീൽഡിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 2πr/r² - L² ഹോൾ സ്ക്വയർ. ഇതാണ് ജനറൽ ഇക്വേഷൻ. പക്ഷെ നമുക്ക് കൂടുതലും ചോദിക്കുന്നത് ഷോർട്ട് ഡൈപോളിൻ്റെ ഫീൽഡാണ്. ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ ലെങ്ത് ഈ ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ r² - L² ഹോൾ സ്ക്വയറിൽ L² നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ r² r⁴ വരും, r/r⁴ r³ വരും. അപ്പോൾ 1/4πε0 2p/r³ വരും. ഇനി ഇവിടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഈ ഡൈപോൾ മൊമെൻ്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് ആണ്. ഈ ആക്സിസിലെ ഫീൽഡ് എടുക്കുമ്പോഴും അത് ഈ ഡൈപോൾ മൊമെൻറ്റിൻ്റെ സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ വെക്ടർ ഫോമിൽ എടുക്കുകയാണെങ്കിൽ 1/4πε0 2 ഇൻറ്റു p/r³ ഇൻറ്റു p ക്യാപ്പ് എന്ന് എടുക്കുക. p ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് p. സോ ഈസിൽ 1/4πε0 2 ഇൻറ്റു വെക്ടർ p/r³ ആണ് ഈ പ്രപ്പോർഷണൽ ടു 1/r³. അതാണ് ഷോർട്ട് ഡൈപോളിൻ്റെ ഫീൽഡ് എടുക്കുമ്പോൾ പ്രത്യേകം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത് ആക്സിയൽ ഫീൽഡ് എന്ന് വെറുതെ പറഞ്ഞാൽ ചാർജുകളുടെ ഔട്ട്സൈഡിലെ പോയിന്റ് ആണ്. ചാർജുകളുടെ ഔട്ട്സൈഡിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ചാർജുകൾക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള റീജിയൻ എടുക്കുമ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എടുത്താൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ആക്സിസിലെ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആക്സിസ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ പാരലൽ അല്ല. outside the region of charges along the axis electric field is a vector along the direction of dipole moment ആണ്. പക്ഷേ along the axis in between the region of charges electric field dipole momentൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. പക്ഷേ നമുക്കറിയാം സാധാരണ നമുക്ക് ചോദിക്കുന്നത് ആദ്യം പറഞ്ഞതാണ്. കാരണം ഈ ഡൈപോളിൻ്റെ സെപ്പറേഷൻ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് അതിന് ഇൻ ബിറ്റ്വീനുള്ള ഇലക്ട്രിക് ഫീൽഡിന് വല്ല പ്രസക്തിയൊന്നുമില്ല. പക്ഷേ അപ്പോൾ അത് ചോദിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചോണം, അത് പോസിറ്റീവ് ടു നെഗറ്റീവ് ചാർജ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതാണ് ആക്സിയൽ ഫീൽഡിൻ്റെ ജനറലി ഉള്ള പ്രത്യേകത. അടുത്ത ഇക്വേറ്റർ ഫീൽഡ്. ഇക്വേറ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഡൈപോളിൻ്റെ സെൻട്രൽ കോഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ഇക്വേറ്റർ. സെൻറ്റർ ഓഫ് ദി ഡൈപോളിൽ നിന്ന് ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ജനറൽ ഇക്വേഷൻ 1/4πε0 p/r² + L² ഹോൾ റേസ് ടു 3/2 ആണ്. ഫോർ എ ഷോർട്ട് ഡൈപോൾ L² നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ 1/4πε0 p/r³ വരും. ഈ പ്രപ്പോർഷണൽ ടു 1/r³. അപ്പോൾ പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 1/r² പ്രപ്പോർഷണൽ ആയിരുന്നു. പക്ഷേ ഫോർ ഷോർട്ട് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രപ്പോർഷണൽ ടു 1/r³ ആണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോണം. പിന്നെ അടുത്ത പ്രത്യേകത, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ഇക്വേറ്ററും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ ഈസിൽ -1/4πε0 p/r³ എന്ന് എഴുതും. നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഇക്വേറ്റർ ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ആക്സിയൽ ഫീൽഡും ഇക്വേറ്റർ ഫീൽഡും എടുക്കുമ്പം ആക്സിയൽ ഫീൽഡും ഇക്വേറ്റർ ഫീൽഡും ഓപ്പോസിറ്റ് ആണല്ലോ. കാരണം ആക്സിയൽ ഫീൽഡ് ഈസ് പാരലൽ ടു ഡൈപോൾ മൊമെൻറ്റും ഇക്വേറ്റർ ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൂവിങ് ചാർജസിലും മാഗ്നറ്റിക് സ്വാൻ മാറ്റലും മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഫീൽഡ് പഠിക്കും. അപ്പോൾ എല്ലാം ഒരേ നേച്ചർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കമ്പയർ ചെയ്തിട്ടൊക്കെ പഠിക്കാം. ഷോർട്ട് ഡൈപോൾ എടുക്കുമ്പം ആക്സിയൽ ഫീൽഡും ഇക്വേറ്റർ ഫീൽഡും കമ്പയർ ചെയ്താൽ ഇവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല. അപ്പോൾ സെയിം ഡിസ്റ്റൻസിൽ കമ്പയർ ഈ ആക്സിലിസിൽ 2 ഇക്വേറ്റർ വരും. വെക്ടർ ഫോമിലാണ് തരുന്നതെങ്കിൽ ഈ ആക്സിലും ഈ ഇക്വേറ്ററും ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടൊരു മൈനസ് സൈൻ കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ സിറ്റുവേഷൻ നോക്കുക, മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ വെറുതെ ഈ ആക്സിൽ ഈസ് 2 ഇൻറ്റു ഈ ഇക്വേറ്റർ എന്ന് എടുത്താൽ മതി. വെക്ടർ ഫോമിലാണെങ്കിൽ ഈ ആക്സിൽ ഈസ് ഇക്വൽ ടു -2 ഇൻറ്റു ഈ ഇക്വേറ്റർ, വെക്ടർ ഫോമിലാണെങ്കിൽ ഒരു മൈനസ് സൈൻ വരും. അപ്പോൾ അതാണ് ആക്സിൽ ഫീൽഡ് ഇക്വേറ്റർ ഫീൽഡിൻ്റെ ജനറലി ഉള്ള പ്രത്യേകത. നമുക്ക് ജനറലി ഉള്ള പോയിന്റിലെ ഫീൽഡും കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. നമുക്ക് കൂടുതലും ആക്സിൽ ഫീൽഡും ഇക്വേറ്റർ ഫീൽഡുമാണ് ചോദിക്കുന്നത്. ജനറലി നമ്മളൊരു മൈനസ് ചാർജ് പ്ലസ് ക്യൂ ചാർജ് എടുത്തു. ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ഡൈപോൾ മൊമെൻ്റ് റൈറ്റ് സൈഡിലേക്കാണ് ഇവിടെ. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ ആ തീറ്റ ആംഗിൾ ഫ്രം ദി ഡൈപോൾ ആണെങ്കിൽ ഷോർട്ട് ഡൈപോളിൻ്റെ ഫീൽഡ് 1/4πε0 p × √3 cos² θ + 1 / r³ വരും. അപ്പോൾ അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡാണ്. നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ആറിൻ്റെ ഡയറക്ഷൻ എടുക്കുക, അവിടുന്ന് ഇലക്ട്രിക് ഫീൽഡിലേക്കുള്ള ആംഗിൾ ആൽഫ മാറിപ്പോയിക്കരുത്. ഡൈപോൾ മൊമെൻറ്റുമായിട്ട് 6 തീറ്റ ആംഗിളിലാണ്. അപ്പോൾ ഈ ആറിൻ്റെ ഡയറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്താൽ ഡൈപോളുമായിട്ട് തീറ്റ ആംഗിളിൽ, ആ ആറിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിലേക്കുള്ള ആംഗിളാണ് ആൽഫ. സോൾവ് ചെയ്താൽ ടാൻ ആൽഫ ഈസ് ½ ഇൻറ്റു ടാൻ തീറ്റ കിട്ടും. അപ്പോൾ തീറ്റ കിട്ടിയാൽ ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ കിട്ടിയാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെൻറ്റുമായിട്ട് തീറ്റ പ്ലസ് ആൽഫ ആംഗിളില്ല, ഇത് 90 ഒന്നുമല്ല കേട്ടോ, അത് ആൽഫ പ്ലസ് തീറ്റ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ആൽഫ കിട്ടിയാൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ആൽഫ പ്ലസ് തീറ്റ ആംഗിളിൽ നിന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡൈപോൾ മൊമെൻറ്റ്, എല്ലായ്പ്പോഴും അങ്ങനെ എഴുതി വെക്കരുത്. ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെൻറ്റിന് പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും തമ്മിലുള്ള ആംഗിൾ നമ്മൾ പറഞ്ഞ് തീറ്റ പ്ലസ് ആൽഫയാണ്. അത് ഏതോ ഒരു പോയിന്റിൽ എത്രയായി? 90 ഡിഗ്രി ആയി. കാരണം ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ തീറ്റ പ്ലസ് ആൽഫ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ആൽഫ ഈസ് 90 മൈനസ് തീറ്റ, ശരിയല്ലേ? അപ്പോൾ ടാൻ ആൽഫ ഈസ് ½ ഇൻറ്റു ടാൻ തീറ്റയിൽ ഇത് കൊടുത്തു. ആൽഫയ്ക്ക് പകരം 90 മൈനസ് തീറ്റ, ടാൻ 90 മൈനസ് തീറ്റ ഈസ് ½ ഇൻറ്റു ടാൻ തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ ഈസ് ½ ഇൻറ്റു ടാൻ തീറ്റ. കോട്ട് തീറ്റ 1/tan തീറ്റ അല്ലേ? അപ്പോൾ 1/tan തീറ്റ ഈസ് ½ ഇൻറ്റു ടാൻ തീറ്റ. ക്രോസ് മൾട്ടിപ്ലൈ ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഇക്വൽ ടു ടാൻ തീറ്റ ഈസ് √2, തീറ്റ ഈസ് ടാൻ ഇൻവേഴ്സ് √2. അപ്പോൾ തീറ്റയുടെ ഏത് വാല്യൂവിലാണ് ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും പെർപെൻഡിക്കുലർ ആണെന്ന് ചോദിച്ചാൽ ആൻസർ തീറ്റ ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് √2 എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ അതാണ് ഡൈപോളിൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകത നോട്ട് ചെയ്ത്. ഡൈപോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എടുക്കുമ്പം നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മോളിക്യൂൾസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില മോളിക്യൂൾസിന് ഡൈപോൾ മൊമെൻറ്റ് കാണും, ചില മോളിക്യൂൾസിന് ഡൈപോൾ മൊമെൻറ്റ് കാണത്തില്ല. അപ്പം അങ്ങനെ അനുസരിച്ച് പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും ഒക്കെയാണ് നമുക്കറിയാം. അപ്പോൾ പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത്. ചില മോളിക്യൂൾസിലെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് സെൻറ്റർ സെപ്പറേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു ഡൈപോൾ മൊമെൻറ്റ് പെർമനൻറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡൈപോൾ മൊമെൻറ്റ് കാണാൻ ചിലപ്പം പറയാം. നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റുകൾ നമ്മളുടെ സെപ്പറേഷൻ നമുക്ക് തന്നാൽ ഒരു മോളിക്യൂളിലെ ടോട്ടൽ ചാർജ് നമുക്കറിയാം, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ആ പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൽ ഒരെണ്ണം എടുക്കുക, ചാർജിൻ്റെ ആ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ചാർജസ് എടുത്താൽ നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം. നോൺ പോളാർ മോളിക്യൂൾസിൽ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെൻറ്റർ കോയിൻസൈഡ് ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡൈപോളിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്കറിയാം. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാം ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ഷോർട്ട് ഡൈപോൾ നമ്മൾ എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാലുള്ള പ്രത്യേകത എല്ലാവർക്കും അറിയാം. നെറ്റ് ഫോഴ്സ് 0 ആണ്, പക്ഷേ ടോർക്ക് നോൺ 0 ആണ്. അപ്പം റിസൾട്ടൻ്റെ ഫോഴ്സ് ഓൺ ഡൈപോൾ ഈസ് 0 ബട്ട് ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. ഫോഴ്സ് 0 ആയതുകൊണ്ട് അതിനെ അവിടെ വെച്ചാൽ ഇറ്റ് ഹാസ് നോ ട്രാൻസ്ലേഷണൽ മോഷൻ ബട്ട് ഇറ്റ് റൊട്ടേറ്റ്സ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ്. അതാണ് ബേസിക്കലി ഉള്ള പ്രത്യേകത, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ നമ്മൾ ആ ടോർക്കിൻ്റെ ഇക്വേഷൻ ഇവിടെ ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ ആംഗിൾ തീറ്റ. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം റൈറ്റ് സൈഡിലേക്കാണ്, ഡൈപോൾ മൊമെൻറ്റ് ഫീൽഡ് നമ്മൾ ആംഗിൾ തീറ്റയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം പി സൈൻ തീറ്റയാണ്. വെക്ടർ ഫോമിലാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് സി. നമ്മൾ മാഗ്നറ്റിക് ഡൈപോളിലൊക്കെ സെയിം പഠിച്ചിട്ടുള്ളൂ. അവിടെ ടോ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ എം ക്രോസ് ബി എല്ലാം സെയിം ടൈപ്പ് ഓഫ് ഇക്വേഷൻ തന്നെയാണ്.
ടോർക്ക് മൂലം നമുക്കറിയാം ഇത് റൊട്ടേഷൻ നടന്നു. ആ റൊട്ടേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ടോർക്കിന് അഗൈൻസ്റ്റ് വർക്ക് ചെയ്യണം. ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഡൈപോളിൻ്റെ ഇക്വേഷൻ കൂടെ ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ എനർജി യു എന്ന് എടുത്താൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും -PA cos θ വരും. ദാറ്റ് ഈസ് -P.T. അതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഡൈപോളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പം ഡൈപോൾ മൊമെൻറ്റും ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഡൈപോൾ മൊമെൻറ്റും ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ θ90 cos 90 0, പൊട്ടൻഷ്യൽ എനർജി 0 വരും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി 0 എന്നുള്ള അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇതൊക്കെ സോൾവ് ചെയ്യുന്നത് കേട്ടോ. ഡൈപോൾ മൊമെൻറ്റും ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0, അത് വെച്ചിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിറൈവ് ചെയ്തപ്പോൾ -P.T വരും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി -P.T ആണെങ്കിൽ അതിൻ്റെ ചേഞ്ച് എടുത്താൽ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദി ഡൈപോൾ കിട്ടും. വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദി ഡൈപോൾ ഫ്രം ആംഗിൾ θ1 to θ2 എടുത്താൽ നമുക്കറിയാം P × cos θ1 - cos θ2 കിട്ടും. അപ്പോൾ θ1 ആംഗിളിൽ നിന്ന് θ2ലേക്ക് നമുക്ക് റൊട്ടേഷൻ നടത്താനുള്ള വർക്ക് ഡൺ ആണ് P × cos θ1 - cos θ2. അപ്പോൾ അത് പഠിക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് θ0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം -P വരും. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം, അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരും. ഡൈപോൾ മൊമെൻറ്റും ഫീൽഡും ആൻറ്റി പാരലൽ ആണെങ്കിൽ θ 180 cos 180 -1 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ +P മാക്സിമം വരും. അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ബാക്കിയുള്ള ഒരു പൊസിഷനിലും ഇക്വിലിബ്രിയം അല്ല. കാരണം θ0 180 ഡിഗ്രിയിൽ മാത്രം ടോർക്ക് 0 ആണ്. ബാക്കിയുള്ള പൊസിഷനിലൊന്നും ടോർക്ക് 0 ആകത്തില്ല. അപ്പോൾ ഇക്വിലിബ്രിയം വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഡൈപോളിൻ്റെ നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ നമുക്കറിയാം ടോർക്കും കാണും ഫോഴ്സും കാണും. ഇറ്റ് എക്സ്പീരിയൻസസ് ബോത്ത് ടോർക്ക് ആൻഡ് ഫോഴ്സ്. അപ്പോൾ അത് പഠിക്കുന്ന സമയത്തും ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അവിടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്കറിയാമായിരിക്കും അവിടെ P × dE/dx ആണ്. നമുക്ക് അലോങ് ദി എക്സ് ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നു. അപ്പോൾ ആ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിലാണ് ഷോർട്ട് ഡൈപോൾ ഇരിക്കുന്നതെങ്കിൽ ആ ഷോർട്ട് ഡൈപോളിലെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ P × dE/dx എന്ന് വരും. അപ്പോൾ അതോടെ പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചോണം. അതാണ് നോൺ യൂണിഫോം ഫീൽഡിൽ വെക്കുമ്പോഴുള്ള ആ ഡിഫറൻസ് ആദ്യത്തെ സിറ്റുവേഷനോടെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിക്കണം. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ പ്രത്യേകത നോട്ട് ചെയ്ത് നോക്കണം. ഇലക്ട്രിക് ഫ്ലക്സ് നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ടു എ സർഫസ് ആണ്. ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഒക്കെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഫ്ലക്സ് E.A അല്ലെങ്കിൽ EA cos θ വരും. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ട്. ഏരിയ വെക്ടർ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ E.A ആണ് അല്ലെങ്കിൽ EA cos θ ആണ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമുക്കറിയാം അപ്പോൾ അത് ഇൻറ്റിഗ്രേഷൻ വഴിയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻറ്റിഗ്രൽ E.dA. അപ്പോൾ നമുക്കറിയാം യൂഷ്വലി ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ ഫ്ലക്സ് കാൽക്കുലേഷൻ ലെങ്തിയാണ്. കാരണം അവിടെ ഇൻറ്റിഗ്രൽ E.dA യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സിറ്റുവേഷനിൽ ഗോസസ് ലോ യൂസ് ചെയ്യാം. ഗോസസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഗോസസ് ലോ നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ. ഒരു ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണുമ്പം ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗോസസ് ലോ എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്ലോസ്ഡ് സർഫസിൽ മാത്രമേ നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലോസ്ഡ് സർഫസിലെ ഫ്ലക്സ് കാണുമ്പോൾ അത് 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് ആണ്. അപ്പോൾ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0. അപ്പോൾ അതാണ് ഫ്ലക്സിൻ്റെ ജനറൽ ഇക്വേഷൻ. ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0. അപ്പോൾ നമുക്കറിയാം ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഇവിടെ ഒരു ചാർജ് Q1 ഉണ്ട്, ഇവിടെ ഒരു ചാർജ് Q2 ഉണ്ട്, ഇവിടെ ഒരു ചാർജ് Q3 ഉണ്ട്. അപ്പോൾ ഈ ക്ലോസ്ഡ് സർഫസ് ആണ് നമ്മുടെ ഗോസിയൻ സർഫസ് എങ്കിൽ ഈ ചാർജ് വിതിൻ ദി സർഫസ് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ഈ Q3 എടുക്കരുത്. അപ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാം? ചാർജ് വിതിൻ ദി സർഫസ് Q1 + Q2 ബൈ ε0 വരും. ഇവിടെ Q3 എടുക്കണ്ട, ചാർജ് ഔട്ട്സൈഡിലാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്സൈഡിലെ ചാർജ് എടുക്കാത്തത്? നമുക്കറിയാം ഈ ഔട്ട്സൈഡിലെ ചാർജ് എടുക്കുമ്പം ഈ Q3യിൽ നിന്ന് നമ്മൾ കുറേ ഫീൽഡ് ലൈൻസ് എടുത്താൽ ഈ
ഒരു ഫീൽഡ് ലൈൻ സർഫസിൽ കൂടെ എൻ്റർ ചെയ്ത് അതേ സർഫസിൽ കൂടെ ലീവ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം Q3 എടുക്കുമ്പം ഫ്ലക്സ് എൻ്ററിങ്ങും ഫ്ലക്സ് ലീവിങ്ങും ഈക്വൽ ആണ്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് 0 ആണ്. അപ്പോൾ Q3 സർഫസിൻ്റെ ഔട്ട് സൈഡിലാണെങ്കിൽ ആ Q3യിൽ നിന്ന് എത്ര ഫീൽഡ് ലൈൻസ് സർഫസിലേക്ക് എൻ്റർ ചെയ്യുമോ അത്രയും ഫീൽഡ് ലൈൻസ് വെളിയിലേക്ക് പോകും. അപ്പോൾ ഫ്ലക്സ് എൻ്ററിങ് നമ്മൾ യൂഷ്വലി നെഗറ്റീവായിട്ട് എടുക്കും, ഫ്ലക്സ് ലീവിങ് പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ Q3 ഈ ക്ലോസ്ഡ് സർഫസിൽ ഉണ്ടാക്കുന്ന നെറ്റ് ഫ്ലക്സ് 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഔട്ട് സൈഡിലെ ചാർജ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ചാർജ് എടുക്കുമ്പം ഇൻസൈഡിൽ മാത്രം എടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫസ്റ്റ്, ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ്ഡ് സർഫസ് നോ മാറ്റർ വാട്ട് ഇറ്റ്സ് സൈസ് ഓർ ഷേപ്പ്. അപ്പോൾ കൂളംസ് ലോ ഗോസസ് ലോ ഏത് ക്ലോസ്ഡ് സർഫസിൽ യൂസ് ചെയ്യാം. അതിന് സൈസും ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചാർജ് ഇൻക്ലൂഡ്സ് സം ഓഫ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. നമ്മൾ പറഞ്ഞു സർഫസിനകത്തുള്ള ചാർജ് എടുക്കാവുള്ളൂ, വെളിയിലുള്ള ചാർജ് എടുക്കരുത്. അത് ചാർജ് മേ ബി ലൊക്കേറ്റഡ് എനിവർ ഇൻസൈഡ് ദി സർഫസ്. അതായത് ഈ Q1 ഉം Q2 ഉം എവിടെ വേണമെങ്കിലും വരാം. ഈ ഫ്ലെക്സിൻ്റെ റിസൾട്ട് സെയിമാണ്. Q1 ഇവിടെ വരാം, ഇവിടെ വരാം, എവിടെ വെച്ചാലും ആ സർഫസിനകത്താണെങ്കിൽ ചാർജ് എൻക്ലോസ്ഡ് Q1 + Q2 / ε0 ആണ്. Q1 + Q2 / ε0 ആണ് ഫ്ലെക്സ് വരുന്നത്. അപ്പോൾ ചാർജ് ഇന്ന സ്ഥലത്ത് ഇരിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല, ശ്രദ്ധിച്ചോണം. അത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു ഓൾ ദി ചാർജസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി സർഫസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഗോസസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ സിമെട്രിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് ഗോസസ് ലോ യൂസ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ ദി ചാർജസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ഗോസിയൻ സർഫസ് ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു ഓൾ ദി ചാർജസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി സർഫസ്. മാറിപ്പോയിക്കരുത്. ദി ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ ചാർജസ് ഇൻസൈഡ് ദി സർഫസ്. അതിന് കാരണം നമ്മൾ പറഞ്ഞു ഔട്ട്സൈഡിലുള്ള ചാർജിൻ്റെ എൻറ്ററിങ് ഫ്ലക്സും ലീവിങ് ഫ്ലക്സും ഈക്വൽ ആണ്, ക്യാൻസൽ ആയി പോകും. ദ ഗോസസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻവേർസ് സ്ക്വയർ ലോ ഇൻ കൂളംസ് ലോ. എനി വയലേഷൻ ഓഫ് ഗോസസ് ലോ വിൽ ഇൻഡിക്കേറ്റ് ഡിപ്പാർച്ചർ ഫ്രം ദി ഇൻവേർസ് സ്ക്വയർ ലോ. നമുക്കറിയാം നമ്മൾ ഗോസസ് ലോ കൂളംസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. കൂളംസ് ലോ തെറ്റാണെങ്കിൽ ഗോസസ് ലോ തെറ്റാണ്, ഗോസസ് ലോ തെറ്റാണെങ്കിൽ കൂളംസ് ലോയും തെറ്റാണ്. അതാണ് അവിടെ പറയുന്നത്. അത് ഗോസസ് ലോ ഈസ് യൂസ്ഫുൾ ഇൻ ഈസിയർ കാൽക്കുലേഷൻ ഓഫ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വെൻ ദി സിസ്റ്റം ഹാസ് സിമെട്രി. സിമെട്രിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിലും ഗോസസ് ലോ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്. സിമെട്രിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഗോസസ് ലോ യൂസ് ചെയ്യാൻ പറ്റും. ഗോസിയൻ സർഫസ് ഷുഡ് നോട്ട് പാസ് ത്രൂ എനി ഡിസ്ക്രീറ്റ് ചാർജ് because field due to a system of discrete charge is not well defined at the location of any charge. അതായത് നമുക്കിതൊരു ഗോസിയൻ സർഫസ് ആണെങ്കിൽ ഇതിലൊരു ചാർജ്, ഒരു പോയിന്റ് ചാർജ് ഇവിടെ ടച്ച് ചെയ്താൽ നമുക്ക് ഗോസസിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് ബി കൺസിഡർഡ് ആസ് എ ഗോസിയൻ സർഫസ്. കാരണം ഇത്ര ഉള്ളൂ, ഇതൊരു ഗോസിയൻ സർഫസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ചാർജ് എവിടെയാണോ ഇരിക്കുന്നത് ആ പോയിന്റ് ചാർജ് ഇരിക്കുന്ന സ്ഥലത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ പോയിന്റിലെ ഫീൽഡ് ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഗോസസ് ലോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ദ ഗോസിയൻ സർഫസ് ക്യാൻ പാസ് ത്രൂ എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അറ്റ് ദി ലൊക്കേഷൻ നമുക്ക് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗോസസ് ലോ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ NCERT ടെസ്റ്റിൽ ഗോസസ് ലോയുടെ പ്രത്യേകതകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള പോർഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി അടുത്ത നമുക്ക് ഫ്ലക്സിൻ്റെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയാം. ഒരു ക്യൂബിൻ്റെ ഒരു കോർണറിൽ നമുക്കൊരു ചാർജ് ക്യൂ ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഫ്ലക്സ് ത്രൂ ദി ക്യൂബ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇവിടെ ക്യൂബിനെ നമുക്കൊരു ഗോസിയൻ സർഫസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തുവാ, ആ പോയിന്റ് ചാർജ് ആ ക്യൂബിൻ്റെ ഒരു സർഫസിൽ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡയറക്റ്റ് നമുക്ക് ഗോസിയൻ സർഫസ് ആക്കി മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കറിയാം ഈ കോർണറിലോട്ട് ബാക്കി 7 ക്യൂബുകളും കൂടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ മൊത്തം 8 ക്യൂബുകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതേപോലെ 7 ക്യൂബുകളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ 7 ക്യൂബുകളും കൂടെ നമ്മൾ ഇവിടെ കൊണ്ട വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 8 ക്യൂബുകൾ കിട്ടും. അപ്പോൾ ആ 8 ക്യൂബുകളുടെ സെൻറ്ററിലാണ് ഈ പോയിന്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഫ്ലക്സ് ത്രൂ 8 ക്യൂബുകൾ എടുത്താൽ, ഈ 8 ക്യൂബുകൾ ചേർന്ന ലാർജ് ക്യൂബ് എടുത്താൽ, അപ്പോൾ ആ ഫ്ലക്സ് ത്രൂ ലാർജ് ക്യൂബ് എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് Q ഡിവൈഡഡ് ബൈ ε0. ഇനി നമുക്കറിയാം ഈ 8 ക്യൂബുകൾക്കും സിമെട്രിക്കൽ ആയിട്ടാണ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് ത്രൂ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത 1 ഓഫ് ദി ക്യൂബ് എടുക്കുമ്പം
ടോട്ടൽ ഫ്ലക്സിൻ്റെ 1/8 ആണ്. അപ്പോൾ Q/8ε0 വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഫ്ലക്സ് കാൽക്കുലേഷൻ ചോദിക്കാം. ക്യൂബിൻ്റെ കോർണറിൽ ഒരു ചാർജ് വെച്ചു. അപ്പം ആ കോർണറിലേക്ക് നമ്മൾ 7 ക്യൂബുകളും കൂടെ പ്ലേസ് ചെയ്താൽ ടോട്ടൽ 8 ക്യൂബുകളായി. ആ 8 ക്യൂബുകളുടെ സെൻറ്ററിലാണ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ 8 ക്യൂബുകൾക്കും കൂടെ കിട്ടുന്ന ഫ്ലക്സ് Q/ε0 ആണ്. അപ്പോൾ അത് ഈക്വലി ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഒരു ക്യൂബിന് കിട്ടുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് അതിൻ്റെ 1/8 ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ വൺ ഓഫ് ദി ക്യൂസ് Q/8ε0 അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഗോസസ് എഴുതുന്ന ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നോക്കി വെക്കണം. അവിടെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ആണ് നമുക്ക് ഗോസസിലോട് ആപ്ലിക്കേഷനായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ. നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാംഡ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ അറ്റ് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇലക്ട്രിക് ഫീൽഡ് λ/2πε0 r ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ 1/r ആണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ഇൻവേർഡും വരുന്നതൊക്കെ നമുക്കറിയാം. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റും എല്ലാവർക്കും അറിയാവുന്നതാണ്. സിഗ്മ ആണ് ചാർജ് ഡെൻസിറ്റി എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് σ/2ε0 വരും. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസാണ്. ഒരു ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് σ/2ε0 ആണ്. പക്ഷേ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ഔട്ട്വേർഡ് വരും. അപ്പോൾ രണ്ട് സൈഡിലും ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷീറ്റ് ഓഫ് ചാർജ് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമിലി ചാർജ് തിൻ സ്പെറിക്കൽ ഷെൽ. അപ്പോൾ നമ്മൾ സ്പെറിക്കൽ ഷെല്ലെന്ന് പറയുമ്പം സർഫസിൽ മാത്രമേ ചാർജ് ഉള്ളൂ അല്ലേ, R റേഡിയസ് ഉള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ഹോളോ ആണ്, സർഫസിൽ മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പോൾ ആ ചാർജ് Q ആണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ യൂണിഫോമിലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണെങ്കിൽ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഔട്ട്സൈഡിലെ ഒരു പോയിന്റ് നമ്മൾ എടുക്കുമ്പം സെൻറ്ററിൽ നിന്ന് R ഡിസ്റ്റൻസിലെ പോയിന്റ് എടുത്താൽ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഔട്ട്സൈഡിൽ 1/4πε0 Q/r² ആണ്. അപ്പോൾ ഈ പ്രപ്പോർഷണൽ ടു 1/r². അപ്പോൾ സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ട്സൈഡിലെ ഫീൽഡ് പോയിന്റ് ചാർജ് അറ്റ് ദി സെൻറ്ററിൽ വരുന്നാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഏതാണ് അതിന് ഇക്വലൻ്റ്. പിന്നെ സെൻറ്ററിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് R ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/r² അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ് വരുന്നത്. അപ്പോൾ സർഫസിലെ ഫീൽഡ് നമുക്ക് ചോദിച്ചാൽ സർഫസിലെ ഫീൽഡ് വേണം സ്മോൾ r ക്യാപിറ്റൽ R ആക്കിയാൽ മതി. അപ്പോൾ ഈസ് ഇക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യാപിറ്റൽ Q/R² വരും. അപ്പോൾ അതാണ് സർഫസിലെ ഫീൽഡ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ Q ഈസ് ഇക്വൽ ടു സിഗ്മ ഇൻറ്റു സർഫസ് ഏരിയ 4πr² വരും. സിഗ്മ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ അത് കൊടുത്താൽ സർഫസിലെ ഫീൽഡ് σ/ε0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇൻസൈഡിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ ഓഫ് ചാർജ് സ്പെറിക്കൽ ചാർജ് 0 ആണ്. ഔട്ട്സൈഡിലെ പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിന് സിമിലർ ആണ്. സർഫസിൽ σ/ε0. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു സ്പെറിക്കൽ ചാർജിൻ്റെ കണ്ടക്ടർ എടുത്താലും സെയിം തന്നെയാണ്. കാരണം ഒരു സ്പെറിക്കൽ ചാർജിൻ്റെ കണ്ടക്ടർ എടുത്താൽ നമുക്കറിയാം ചാർജ് എവിടെ മാത്രമേ ഉള്ളൂ, ഔട്ടർ സർഫസിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് വിതിൻ ദി കണ്ടക്ടർ 0 ആണ്. ഗോസസ് ലോ വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാർജിൻ്റെ കണ്ടക്ടർ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെങ്കിൽ ചാർജസ് ആർ അക്യുമുലേറ്റഡ് അറ്റ് ഇറ്റ്സ് ഔട്ടർ സർഫസ് ആണ്. ഇൻസൈഡ് ദി കണ്ടക്ടർ ചാർജ് 0 ആണ്, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇതേ സിറ്റുവേഷൻ സോളിഡ് കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും ഹോളോ കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും യൂസ് ചെയ്യാം. കാരണം അവിടെ എല്ലാം ചാർജ് ഔട്ടർ സർഫസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഔട്ടർ സർഫസ് ഓഫ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് σ/ε0 എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസിലൂടെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഗോസസിലോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകതകൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ അടുത്ത ഫയൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗോസസിലൂടെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ കൂളംസിലൂടെ ആപ്ലിക്കേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.
ഇനി അടുത്ത നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതിൻ്റെ പ്രത്യേകതകൾ നോക്കണം. അപ്പോൾ നമ്മൾ അതും സിമ്പിളാണ്, കാരണം നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യലും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഐഡിയ കോമൺ ആണ്. എവിടെല്ലാം ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടോ, അപ്പോൾ ആ കൺസർവേറ്റീവ് ഫോഴ്സ് ഉള്ള റീജിയണിലെല്ലാം നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ പഠിക്കുന്ന പ്രിൻസിപ്പിൾ എല്ലാം കോമൺ ആണ് അല്ലേ. കൺസർവേറ്റീവ് ഫോഴ്സിനെ എഗനസ്റ്റ് ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലും എല്ലാം കോമൺ ആണ്. അപ്പോൾ അതേ ഐഡിയ ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. പിന്നെ കപ്പാസിറ്റൻസിൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകതകളും നമ്മൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാവുന്ന, വർക്ക് ഡൺ അഗൈൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് to bring a unit positive charge from infinity or from reference point to the given point without any acceleration or without any change in kinetic energy. അതായത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പൊട്ടൻഷ്യലൊക്കെ ജനറലി 0 ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സാധാരണ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റെഫറൻസ് പോയിന്റ് നമ്മൾ ഇൻഫിനിറ്റി ആണ് എടുക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും റെഫറൻസ് പോയിന്റ് ഇൻഫിനിറ്റി വരണമെന്നില്ല, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ റെഫറൻസ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നൊരു പോസിറ്റീവ് ചാർജ് എടുത്ത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, അതിനെ കൊണ്ടുവരാൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗനസ്റ്റ് എത്ര വർക്ക് ചെയ്യുന്നു, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സെയിം ഐഡിയ തന്നെയാണ്. ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗനസ്റ്റ് എത്ര വർക്ക് ചെയ്യണോ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. അവിടെ എല്ലാം നമ്മൾ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നൊരു ഐഡിയ ഉണ്ടല്ലേ, അല്ലെങ്കിൽ വിത്തൗട്ട് എനി ആക്സലറേഷൻ എന്നൊക്കെ പറയും. അതിൻ്റെ കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗനസ്റ്റ് ഇൻഫിനിറ്റിയിൽ നിന്നൊരു ചാർജിനെ ജസ്റ്റ് കൊണ്ടുവരാനുള്ള വർക്കിനെ മാത്രമാണ് നമ്മൾ പൊട്ടൻഷ്യൽ ചെയ്യുന്ന ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയേക്കുന്നത്, ശ്രദ്ധിച്ചോണം. അപ്പോൾ അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്കറിയാം വി എന്ന് പറയുന്നത് ഒരു പോയിന്റുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും യു എന്ന് പറയുന്നത് ക്യൂ എന്ന് പറഞ്ഞ ചാർജിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുമാണെങ്കിൽ യു ഈസ് ഇക്വൽ ടു ക്യൂ ഇൻറ്റു വി എന്നാണ് അവർ തമ്മിലുള്ള റിലേഷൻ. കാരണം വി എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്, അതാണ് പൊട്ടൻഷ്യൽ. ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ, അതാണ് ചാർജും പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് അത് ഒന്ന് ശ്രദ്ധിച്ചോണം, സിമ്പിളാണ്. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സിമ്പിളായിട്ടുള്ള ഒരു റിസൾട്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈസ് ഈക്വൽ ടു മൈനസ് dV/dr. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ പറയും ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പം നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് എ വെക്ടർ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇത് എ, ഇത് ബി. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫ്രം എ ടു ബി, ദെൻ ഇറ്റ് ഈസ് ഷുവർ വി എ ഈസ് ഗ്രേറ്റർ ദാൻ വി ബി. അതാണ് നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പോകുന്തോറും പൊട്ടൻഷ്യൽ കുറയും. ഓർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ, അതാണ് നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്, ശ്രദ്ധിച്ചോണം. ഇനി മൈനസ് dV/dr എടുക്കുമ്പം അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ട് കാണും. അത് ∂V/∂x ഇൻറ്റു ഐ ക്യാം പ്ലസ് ∂V/∂y ഇൻറ്റു ജെ ക്യാം പ്ലസ് ∂V/∂z ഇൻറ്റു കെ ക്യാം. അപ്പോൾ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് പൊട്ടൻഷ്യൽ എനർജി, ഈ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമുക്കറിയാം. അപ്പോൾ അത് ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ചെയ്യുന്ന മെത്തേഡ് മാത്രം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് V ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ അന്നേരം ഓർത്തോണം ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അതായത് ഈസ് ഈക്വൽ ടു മൈനസ് dV/dr, മൈനസ് വിട്ടു പോയരുത്, dV/dr ഇക്വേഷൻ. ഇതിൽ ∂V/∂x എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയും. അതായത് വിനെ നമ്മൾ എക്സിന് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായിട്ട് വിചാരിക്കാം. ∂/∂x ഓഫ് എക്സ് സ്ക്വയർ വൈ. ഇവിടെ dV/dxന് പകരം ∂V/∂x നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. ഈ പാർഷ്യൽ ഡിഫറൻസിയേഷനിൽ ഇത്രയേ ഉള്ളൂ, എക്സിന് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം വൈയും ഇസഡും ഉണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക, എക്സ് മാത്രം വേരിയബിൾ ആയിട്ട് എടുത്താൽ മതി. അതായത് ഇവിടെ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം,
ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2x വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഡോ വി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ വിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലെടുക്കുക. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ്, അപ്പോൾ 2yx ആണ് ഡോ വി ബൈ ഡോ എക്സ്. സിമിലർലി ഡോ വി ബൈ ഡോ വൈ എടുക്കുമ്പോൾ വൈ മാത്രം വേരിയബിൾ ആയിട്ട് എടുത്താൽ മതി. എക്സും ഇസോടും കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് എടുത്തേക്കണം, അത്രേ ഉള്ള സംഭവം. അപ്പോൾ എക്സ് സ്ക്വയർ വൈയിൽ എക്സ് സ്ക്വയർ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 വരും, അപ്പോൾ ഡോ വി ബൈ ഡോ വൈ എക്സ് സ്ക്വയർ വരും. ഇനി അടുത്ത ഡോ വി ബൈ ഡോ ഇസഡ് എടുക്കുമ്പം ഇവിടെ എക്സ് സ്ക്വയർ വൈ മാത്രമേ ഉള്ളൂ. ഇസഡിന് വിത്ത് റെസ്പെക്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സും കോൺസ്റ്റൻ്റ് ആണ്, വൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡോ വി ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 വരും. അപ്പോൾ അതാണ് ഇവിടെ വ്യത്യാസം. ഡോ വി ബൈ ഡോ ഇസഡ് 0 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഡോ വി ബൈ ഡോ ഇസഡ് 0 ആണ്. അപ്പോൾ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഉണ്ട്, വിട്ടുപോയേക്കരുത്. ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് എത്ര കിട്ടി? 2yx കിട്ടി. അപ്പം 2yx അവിടെ കൊടുക്കുക ഇൻറ്റു ഐ ക്യാപ്പ്. ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ജെ ക്യാപ്പ്. ഡോ വി ബൈ ഡോ വൈ എത്രയാണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ജെ ക്യാപ്പ് പ്ലസ് 0k ക്യാപ്പ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ മൈനസ് ഓഫ് 2yx ഐ ക്യാപ്പ് പ്ലസ് എക്സ് സ്ക്വയർ ജെ ക്യാപ്പ് എന്ന്. പിന്നെ എക്സും വൈയും വാല്യൂ തന്നാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓരോ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ ആയിട്ടാണ് തരുന്നത്, അപ്പോൾ ഈ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളെങ്കിൽ ഡോ വി ബൈ ഡോ വൈയും ഡോ വൈ ബൈ ഡോ ഇസഡും 0 ആയി പോകും. ഈ ഫസ്റ്റ് ടൈം മാത്രം വരും. നമുക്ക് അങ്ങനെ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ഉണ്ട്. എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പോൾ നമുക്ക് മൈനസ് ഡോ വി ബൈ ഡോ എക്സിൻ്റെ ഐ ക്യാപ്പ് മാത്രം മതി, ബാക്കിയെല്ലാം 0 ആയി പൊക്കോളും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യലിൻ്റെ ജനറലി ഉള്ള ഒരു റിലേഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലും വർക്കും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചാർജ് ക്യൂവ് അത് നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകണം. ഇത് എ, ഇത് ബി. നമ്മളൊരു ചാർജ് ക്യൂവിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയി. എയിലെ പൊട്ടൻഷ്യൽ വി എ, ബിയിലെ പൊട്ടൻഷ്യൽ ബി ബി. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരുമ്പം ആ എക്സ്റ്റേണൽ ഏജൻസി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് അഗൈൻസ്റ്റ് ചെയ്യുന്ന വർക്ക് ഡൺ when it taken from A to B is equal to simply potential energy difference UB minus UA. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗനിസ്റ്റ് വർക്ക് ചെയ്തിട്ട് നമ്മളൊരു ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ് കാണാൻ സിംപ്ലി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എടുത്താൽ മതി, UB മൈനസ് UA. UB എടുക്കുമ്പം Q ഇൻറ്റു VA ആണ് എയിലെ പൊട്ടൻഷ്യൽ എനർജി, സോറി ബിയിലെ പൊട്ടൻഷ്യൽ എനർജി ആണ് Q ഇൻറ്റു VB. VB is potential at B. Then potential energy of charge Q is UB is equal to Q into VB. Minus U എടുക്കുമ്പം Q into UA എടുക്കണം, സോറി VA എടുക്കണം. കാരണം പൊട്ടൻഷ്യൽ എനർജി is equal to charge into potential difference. WAB is equal to charge into VB minus VA. That means work done is equal to charge into potential difference. അത്രേ ഉള്ളൂ. Work done by the external force is equal to ഒന്നുകിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കണം, അല്ലെങ്കിൽ ചാർജ് ഇൻറ്റു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എടുക്കണം. അതാണ് വർക്ക് ഡണും പൊട്ടൻഷ്യൽ നമ്മളെ ബേസിക്കലി ഉള്ള റിലേഷൻ. ഇത് നമ്മൾ പല ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്, ഞാനൊന്നുകൂടെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ, മാറിപ്പോയിക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഡൺ അഗൈൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗനിസ്റ്റ് ചെയ്യുന്ന വർക്ക് ജനറലി വർക്ക് ഡൺ എഗനിസ്റ്റ് കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ചെയ്യുന്നതാണ് ഇക്വേഷൻ. അത് വർക്ക് ഡൺ ബൈ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വരുമ്പോൾ ഇവിടെ മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൽ ഏത് വർക്ക് ഡൺ ആണ് ചോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടേ എഴുതാവുള്ളൂ. വർക്ക് ഡൺ ബൈ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആകുമ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ ആൻസർ തെറ്റിപ്പോൾ ഒരു സൈനിൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് അത് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഇനി വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, വർക്ക് എനർജി തീരം. ഏത് ചാപ്റ്ററിൽ എവിടെ വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ചോദിച്ചാലും വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സും കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും എല്ലാ ഫോഴ്സുകളും കൂടെ ചെയ്യുന്ന ടോട്ടൽ വർക്ക് ഡൺ എപ്പോഴും എങ്ങനെ കണ്ടുപിടിക്കാം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വെച്ചിട്ട് കണ്ടുപിടിക്കാം. The work done by all the forces except conservative forces is equal to change in mechanical energy. ഇതാണ് ജനറൽ ഇക്വേഷൻ. കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലാതെ
ബാക്കിയുള്ള ഫോഴ്സുകൾ എല്ലാവരും കൂടെ ചെയ്യുന്ന വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് ജനറലി എല്ലായ്പ്പോഴും ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൂടെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് ക്യൂ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് r ഡിസ്റ്റൻസിലെ പൊട്ടൻഷ്യൽ കാണണം. അപ്പോൾ എല്ലാവർക്കും അറിയാം പൊട്ടൻഷ്യൽ V is equal to 1/4πε0 ക്യൂബ് ബൈ r ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടൻഷ്യൽ എല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരുന്നു? വെക്ടർ ആയിരുന്നു. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. കാരണം നമ്മളിവിടെ റെഫറൻസ് ആയിട്ട് ഇൻഫിനിറ്റി ആണ് എടുക്കുന്നത്. റെഫറൻസ് ആയിട്ട് ഇൻഫിനിറ്റി ആണ് എടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇത് വരും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സൈൻ കൊടുത്തേക്കണം, -1/4πε0 ക്യൂബ് ബൈ r. ഇതാണ് നെഗറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ വേരിയേഷൻ എടുക്കുമ്പം ഇവിടെ V പ്രപ്പോർഷണൽ ടു 1/r ആണ്. അടുത്തതിൽ V പ്രപ്പോർഷണൽ ടു -1/r ആണ്. ശരിയല്ലേ? അപ്പോൾ നോക്കി ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് r കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറയുമോ കൂടുമോ? നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്, 1/r പ്രപ്പോർഷനാണ്. r കൂടുമ്പം പൊട്ടൻഷ്യൽ കുറയും. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ചാർജിൻ്റെ പ്രത്യേകത. വെൻ r ഇൻക്രീസസ് ഫ്രം ദി പോയിന്റ് ചാർജ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. പക്ഷെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? V പ്രപ്പോർഷണൽ ടു -1/r അല്ലേ? അപ്പോൾ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് നമുക്കറിയാം 1/r കൂടുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കുറയും, പക്ഷേ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. നമ്മൾ -5, -2, -1 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മൈനസ് വാല്യൂ ഉള്ളത് കൊണ്ട് ഇവിടെ r കൂടുമ്പോൾ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അത് മാറിപ്പോയിക്കരുത് നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ. അപ്പോൾ ഇലക്ട്രോണിൽ നിന്ന് നമ്മൾ അകലേക്ക് പോകുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ എന്നാ സംഭവിക്കും? കൂടും. ഇലക്ട്രോണിന് അടുത്തേക്ക് വരുന്നു, അപ്പോൾ പൊട്ടൻഷ്യൽ കുറയും. അപ്പോൾ അതാണ് വേരിയേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പിന്നെ ഇവിടെ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡ്യൂ ടു നമ്പർ ഓഫ് പോയിന്റ് ചാർജസ്. കുറേ പോയിന്റ് ചാർജസ് ഉണ്ട്. അവരെല്ലാവരും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ കാണും. ഇവിടെ എളുപ്പമുണ്ട്, വെറുതെ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ സൈൻ കൊടുക്കണം കേട്ടോ. പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവും ആ സൈൻ കൊടുത്തിട്ട് വെറുതെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ കാൽക്കുലേഷനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം എന്തുവാ, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്, ഡയറക്ഷനൊക്കെ നോക്കാൻ പോകണം. പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇത് പോസിറ്റീവ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ സൈൻ കൊടുത്തിട്ട് വെറുതെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്തത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ഡൈപോൾ എടുത്തു. ഷോർട്ട് ഡൈപോളിൻ്റെ ആക്സിൽ പോയിന്റിലെയും ഇക്വേറ്റർ പോയിന്റിലെയും പൊട്ടൻഷ്യൽ, ഇവിടെ ഒരു -q ചാർജ്, ഒരു +q ചാർജ്. ഷോർട്ട് ഡൈപോൾ ആണെന്നുള്ള അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആക്സിസിലെ ഒരു പോയിന്റ് എടുത്തു, അവിടേക്കുള്ള ഡിസ്റ്റൻസ് r. അപ്പോൾ നമുക്കറിയാം ആക്സിസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഫോർ എ ഷോർട്ട് ഡൈപോൾ V is equal to 1/4πε0 p/r² വരും. അപ്പോൾ അതാണ് ഷോർട്ട് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിസ്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ നോക്കിയാൽ പൊട്ടൻഷ്യൽ പ്രപ്പോർഷണൽ ടു 1/r². പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ 1/r ആയിരുന്നു. ഇവിടെ ആക്സിൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ അത് 1/r² പ്രപ്പോർഷനാണ്. പിന്നെ ശ്രദ്ധിച്ചോണം, പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിലാണെങ്കിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവും പോസിറ്റീവ് ചാർജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവും വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം, പോസിറ്റീവ് നെഗറ്റീവും വരാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഇക്വേറ്റർ പോയിന്റിലെ ഫീൽഡ് പൊട്ടൻഷ്യൽ എടുക്കുമ്പം നമുക്കറിയാം ഇക്വേറ്റർ പോയിന്റിൽ എല്ലാ സ്ഥലത്തും പൊട്ടൻഷ്യൽ 0 ആണ്. കാരണം എന്താ, മൈനസ് ചാർജ് നിന്നും പ്ലസ് ചാർജ് നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇക്വേറ്റർ പ്ലെയിൻ തന്നെ എടുത്താൽ ആ ഇക്വേറ്റർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. കാരണം ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിളിക്കാം, കാരണം ആ സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്, 0 ആണ്. അപ്പോൾ അതാണ് നമുക്ക് പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ. അപ്പോൾ ആ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ പൊട്ടൻഷ്യൽ ഒരു യൂണിഫോംലി ചാർജ്ഡ് ഹോളോ സ്പിയർ ഓർ ചാർജ്ഡ് കണ്ടക്ടർ. അപ്പോൾ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ, അത് ഹോളോ ആണെങ്കിലും സോളിഡ് ആണെങ്കിലും സെയിം ഐഡിയ ഇക്വേഷനാണ് നമുക്കറിയാം.
കാരണം ആ റേഡിയസ് ഉള്ള ഹോളോ കണ്ടക്ടർ ആണെങ്കിലും സോളിഡ് കണ്ടക്ടർ ആണെങ്കിലും ചാർജസ് ഡിസ്ട്രിബ്യൂഷൻ ഓൺലി അറ്റ് ദി ഔട്ടർ സർഫസ് ആണ് ആ ചാർജ് ക്യൂ. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു, അത് R എന്ന് വിചാരിക്കാം. അപ്പോൾ ഔട്ട്സൈഡിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പം അത് 1/4πε0 Q/R ആണ്. പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ സിമിലറാണ്. അതാണ് ഔട്ട്സൈഡിലെ പൊട്ടൻഷ്യൽ 1/4πε0 Q/R. സർഫസിലെ പൊട്ടൻഷ്യൽ എടുക്കുമ്പം അപ്പോൾ അത് 1/4πε0 Q/R വരും. Q എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിഗ്മ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ സിഗ്മ ഇൻറ്റു 4πr² ആണ് ഡിവൈഡഡ് ബൈ R. അപ്പോൾ വി സർഫസ് ഈസ് ഈക്വൽ ടു സിഗ്മ R/ε0 വരും. ഇനി ഇൻസൈഡിലെ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സർഫസിലെ പൊട്ടൻഷ്യലും ഇൻസൈഡിലെ പൊട്ടൻഷ്യലും സെൻറ്ററിലെ പൊട്ടൻഷ്യലും എല്ലാം സെയിം ആണ്. അത് സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ്. അപ്പോൾ ഒരു ചാർജ് കണ്ടക്ടർ എടുത്താൽ കണ്ടക്ടറിൻ്റെ ഔട്ടർ സർഫസിലും ഇൻസൈഡിലും ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് ദി കണ്ടക്ടർ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതിവിടെ സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെയാണ്. അപ്പോൾ അത് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ചാർജ് കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകത. ഇവിടെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ഔട്ട്സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് നോൺ 0 ആണ്. അപ്പോൾ അതാണ് ചാർജ് കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അത്രയേ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ സാധാരണ ചോദിക്കാറുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഫിനിറ്റ് ലൈൻ ചാർജും ഇൻഫിനിറ്റ് തിൻ ഷീറ്റ് ഓഫ് ചാർജും എടുത്താൽ അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആകുമ്പോൾ നമുക്കറിയാം ഇൻഫിനിറ്റ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അവിടെ പൊട്ടൻഷ്യൽ 0 എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ 0 പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആൻഡ് ഇൻഫിനിറ്റ് തിൻ ഷീറ്റ് ഓഫ് ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതോടെ നോക്കി വെച്ചോണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമുക്കറിയാം സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ നമുക്കറിയാം വർക്ക് ഡൺ 0 ആണ്. കാരണം വർക്ക് ഡൺ ഈസുകളുടെ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ സർഫസിൽ കൂടെ ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ടോട്ടൽ വർക്ക് ഡൺ അഗൈൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 0 ആണ്. അതേപോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡും നമ്മളുടെ റിലേഷൻ നമുക്കറിയാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരത്തുള്ളൂ. പാരലലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് വന്നാൽ പൊട്ടൻഷ്യൽ സെയിം അല്ലാതായി പോകും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ അടുത്ത പ്രത്യേകതയാണ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദി സർഫസ് ഓഫ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നമുക്ക് അത് വെച്ചിട്ടൊക്കെ പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രത്യേകതയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് പൊട്ടൻഷ്യൽ ഓഫ് സിസ്റ്റം ഓഫ് 2 പോയിന്റ് ചാർജ്. ഇവിടെ സിസ്റ്റം ഓഫ് 2 പോയിന്റ് ചാർജസ് ആണ് കേട്ടോ. നമുക്ക് 2 പോയിന്റ് ചാർജസ് Q1 Q2 ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പൊട്ടൻഷ്യൽ ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് U ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/R. ഇവിടെ നേരത്തെ പറഞ്ഞാൽ പൊട്ടൻഷ്യൽ സ്കെയിലർ ആണ്. അപ്പോൾ Q1 Q2ന് സൈൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ 2 നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ -Q1 ഇൻറ്റു -Q2 പോസിറ്റീവ് പൊട്ടൻഷ്യൽ വരും. 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. പക്ഷേ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽക്ക് സൈൻ ഉണ്ട്, ഇൻഫിനിറ്റി റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു +Q1 ഇതൊരു -Q2 ആണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ ശ്രദ്ധിക്കേണ്ടത് 2 പോയിന്റ് ചാർജുകൾ ഒന്നുകിൽ 2 പോസിറ്റീവ് അല്ലെങ്കിൽ 2 നെഗറ്റീവ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ R ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കുറയും. കാരണം U പ്രപ്പോർഷണൽ 1/R. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ U പ്രപ്പോർഷണൽ ഒരു -1/R ആണ് എഫക്റ്റീവ്ലി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് R കൂടുമ്പം പൊട്ടൻഷ്യൽ എനർജിയും കൂടും. ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആണെങ്കിൽ R കുറയുമ്പം പൊട്ടൻഷ്യൽ എനർജി കുറയും, R കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും. കാരണം ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്താൽ
കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് സിറ്റുവേഷനിലെ പ്രത്യേകത, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, കണ്ടക്ടേഴ്സിൻ്റെ എല്ലാ സമയത്തെയും പ്രത്യേകതയല്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മൾ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം. ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് സീറോ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്നല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് സീറോ എന്ന് എഴുതിയേക്കുന്നത്. കാരണം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ് സീറോ നമ്മൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ, ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദി സർഫസ് അറ്റ് എവറി പോയിന്റ്. കാരണം നമുക്കറിയാം സർഫസ് ഓഫ് എ കണ്ടക്ടർ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ചാർജ്ഡ് കണ്ടക്ടർ ഇക്വിലിബ്രിയത്തിൽ എടുത്താൽ സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ ഷുഡ് ബി സെയിം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ സർഫസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഷുഡ് ബി നോർമൽ അറ്റ് എവറി പോയിന്റ് ഓഫ് ദി കണ്ടക്ടർ ആണ്. അതാണ് അടുത്ത പ്രത്യേകത. അത് ഇന്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ ദി സ്റ്റാറ്റിക് കണ്ടീഷൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റിംഗ് റീജിയൻ്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ചാർജസ് എക്സസ് ആയിട്ട് കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഗോസസ് ലോ ഒക്കെ വെച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ചേക്കണം. സർഫസ് ഓഫ് ദി കണ്ടക്ടറിൽ മാത്രമേ നമുക്ക് ചാർജ് ഉള്ളൂ. വെറുതെ ഒരു കണ്ടക്ടർ എടുത്തു, നമ്മൾ ചാർജ് ചെയ്തു, കണ്ടക്റ്റിംഗ് റീജിയനിലെല്ലാം ചാർജ് സീറോ ആണ്. അപ്പോൾ അവസാനം ഇക്വിലിബ്രിയത്തിൽ ചാർജ് ഔട്ടർ സർഫസിലായിരിക്കും വരുന്നത്. അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഹാസ് എ സെയിം വാല്യൂ ഓൺ ഇറ്റ് സർഫസ്. നമ്മൾ നേരത്തെ ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടർ പറഞ്ഞു. സ്പെറിക്കൽ കണ്ടക്ടർ അല്ലെങ്കിലും ഇത് പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ എല്ലാ സ്ഥലത്തും ത്രൂ ഔട്ട് ദി വോളിയം ആൻഡ് സർഫസ് സെൻറ്റർ എല്ലാം പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടീഷനിൽ സെയിം ആയിരിക്കും. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അറ്റ് ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് സിഗ്മ ബൈ എപ്സിലോൺ സീറോ. ഒരു ചാർജ്ഡ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ സ്പെറിക്കൽ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞിരുന്നു സിഗ്മ ബൈ എപ്സിലോൺ സീറോ. സ്പെറിക്കൽ കണ്ടക്ടർ അല്ലെങ്കിലും നമുക്ക് ആ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ സിഗ്മയുടെ വാല്യൂ പല സ്ഥലത്തും ഡിഫറൻ്റ് ആയിരിക്കും. സ്പെറിക്കൽ കണ്ടക്ടർ അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി സർഫസിൽ പല സ്ഥലത്തും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പല സ്ഥലത്തും ഡിഫറൻ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. Electrostatic shielding is electrostatic field inside the cavity enclosed by a conductor. The north charges inside the cavity is zero. Whatever be the size and shape of the cavity and whatever be the charge on the conductor and the external field in which it is placed. അപ്പോൾ ഇത്ര ഉള്ളൊരു കണ്ടക്ടർ നമുക്കുണ്ട്. ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കണ്ടക്ടറിനകത്ത് ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിക്കകത്ത് ചാർജ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വിത്ത് നോ ചാർജ് ഇൻസൈഡ് ദി ക്യാവിറ്റി. ഈ ക്യാവിറ്റിക്കകത്ത് ചാർജ് ഒന്നും നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ ഈ ക്യാവിറ്റിയുടെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദി കണ്ടക്റ്റിംഗ് റീജിയൻ സീറോ അല്ല, കണ്ടക്റ്റിംഗ് ഫീൽഡിൽ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ എന്നുള്ളതല്ല ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ കണ്ടക്റ്റിംഗ് റീജിയനിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സീറോ. ഇത് കണ്ടക്ടർ ആകുമ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സീറോ അല്ല, അതല്ല, ഈ ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആകുന്ന പ്രിൻസിപ്പിളാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അവിടെ കണ്ടീഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് ചാർജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ക്യാവിറ്റിയുടെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. നമ്മൾ ഈ കണ്ടക്ടറിന് ചാർജ് കൊടുത്താലും ഇല്ലെങ്കിലും ഔട്ട്സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ക്യാവിറ്റിയുടെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഓഫ് കണ്ടക്ടേഴ്സിൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകത. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അവസാനം പറഞ്ഞ പ്രിൻസിപ്പിൾ, നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഡിവൈസുകളൊക്കെ സേഫായിട്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒരു ക്യാവിറ്റി എൻക്ലോസ്ഡ് ബൈ കണ്ടക്ടറിൽ പ്ലേസ് ചെയ്താൽ മതി. കാരണം ഔട്ട്സൈഡിൽ എന്ത് സംഭവിച്ചാലും അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് മൂലം ക്യാവിറ്റിയുടെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒന്ന് അടച്ചിട്ട് കാറിനകത്തിരുന്നാൽ മതി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ കാറ് ഏകദേശം ഒരു ക്ലോസ്ഡ് കണ്ടക്ടറിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഔട്ട്സൈഡിൽ എന്ത് സംഭവിച്ചാലും ഈ കാറിൻ്റെ ഇൻസൈഡിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് സീറോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രിൻസിപ്പിളൊക്കെ നമുക്ക് അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഐഡിയ നമുക്ക് എല്ലാവർക്കും അറിയാം. കപ്പാസിറ്റർ നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഒന്ന് കപ്പാസിറ്റൻസിൻ്റെ കാൽക്കുലേഷൻ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൽ ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തിട്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കും. അതിൻ്റെ പ്രത്യേകതകളാണ് കൂടുതലായിട്ട് ഒന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷനൊക്കെ നമുക്കത് പഠിക്കണം.
പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 2 കപ്പാസിറ്റേഴ്സ് സെപ്പറേറ്റ്ലി ചാർജ് ചെയ്തിട്ട് അവരെ ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ കോമൺ പൊട്ടൻഷ്യൽ ഓഫ് ദി കപ്പാസിറ്റേഴ്സും എനർജി ലോസും അതിൻ്റെ പ്രത്യേകത അത്രയാണ് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്നത്. സീരീസ് പാരലൽ കോമ്പിനേഷൻ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ചോദിക്കാം. പിന്നെ കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയ്ക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് നമ്മൾ കൂടുതലും ചോദിക്കുന്നത്. നിങ്ങൾ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ഇട്ട് നോക്കിയാൽ മതി. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ഇടയ്ക്ക് നമ്മൾ ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തിട്ട് 1-2 വർഷങ്ങളിൽ നിങ്ങൾ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ നോക്കിയാൽ മതി. കപ്പാസിറ്റൻസിൻ്റെ വേരിയേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ പ്രത്യേകം നമുക്കറിയാം, ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഫോർ സ്റ്റോറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഹെൻസ് ഇലക്ട്രിക്കൽ എനർജി ഇൻ എ സ്മോൾ റീജിയൻ. അവിടെ ചാർജ് സ്റ്റോർ ചെയ്യാം, എനർജി സ്റ്റോർ ചെയ്യാം. അതാണ് ബേസിക്കലി ഉള്ള അഡ്വാൻറ്റേജ് നമുക്കറിയാം. കപ്പാസിറ്റൻസിൻ്റെ ഐഡിയ നമുക്കറിയാം. നമ്മൾ ഏത് കണ്ടക്ടർ എടുത്താലും അപ്പോൾ അതിനൊരു ചാർജ് ക്യൂ കൊടുത്തു, അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ വി ആണ്. അപ്പോൾ ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു വി ആണ്. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇൻ ടു വി or constant of proportionality C is equal to Q by V, where C is called the capacitance of the conductor. അതാണ് കപ്പാസിറ്റൻസിൻ്റെ ഐഡിയ. ചാർജ് സ്റ്റോർഡ് പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഓർ വോൾട്ടേജ് ഈസ് കോൾഡ് കപ്പാസിറ്റൻസ്. ഇവിടെ V 1 വോൾട്ട് ആണെങ്കിൽ ഈ കണ്ടക്ടറിൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യുമോ അതിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അതാണ് കപ്പാസിറ്റൻസിൻ്റെ ഐഡിയ. അപ്പോൾ ഈ കപ്പാസിറ്റർ എടുക്കുമ്പോൾ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ കാൽക്കുലേഷനിൽ ഒരു ഐസൊലേറ്റഡ് സ്പെറിക്കൽ കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ്, നമ്മളൊരു സ്പെറിക്കൽ കണ്ടക്ടർ എടുത്തു, അപ്പോൾ അതിൻ്റെ റേഡിയസ് R. നമുക്കറിയാം ആ കണ്ടക്ടറിനെ വെറുതെ ചാർജ് ചെയ്താൽ ചാർജ് ഔട്ടർ സർഫസിലാണ്, അപ്പോൾ അതിൻ്റെ ചാർജ് Q. അപ്പോൾ നമ്മൾ അതിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. V is equal to 1/4πε0 Q by R. അപ്പോൾ Q by V എടുത്താൽ എന്ത് കിട്ടും? 4πε0 R കിട്ടും. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടർ എടുക്കുമ്പോൾ 4πε0 R എന്ന് വരും. അപ്പം കപ്പാസിറ്റൻസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. റേഡിയസ് കൂടിയാൽ കപ്പാസിറ്റൻസ് കൂട്ടാൻ പറ്റത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ്, നമ്മൾ എർത്തിനെ ഒരു ലാർജ് സ്പിയറായിട്ട് അസ്യൂം ചെയ്താൽ അതൊരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്താൽ അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ഏകദേശം 711 മൈക്രോ ഫാരഡ് കിട്ടും. ഇഫ് എർത്ത് ഈസ് കൺസിഡർഡ് ആസ് എ സ്പെറിക്കൽ കണ്ടക്ടർ, then its capacitance is about 711 microfarad. എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം, 1 ഫാരഡ് എന്ന് പറയുന്നത് വളരെ ലാർജ് യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. കാരണം എർത്തിൻ്റെ റേഡിയസ് ഉള്ള ഒരു കണ്ടക്ടർ എടുത്താൽ പോലും കപ്പാസിറ്റൻസ് എത്രയേ ഉള്ളൂ? നിയർലി 711 മൈക്രോ ഫാരഡേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഓക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതാണ് സ്പെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ പ്രത്യേകത. നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്ന കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. അപ്പോൾ അതെല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പോൾ നമുക്കൊരു 2 പാരലൽ ഷീറ്റ്സ് ഓഫ് കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം. അപ്പോൾ അതാണ് നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ പ്രത്യേകത. സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് D ആണ്. ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് A ആണ്. മീഡിയം ബിറ്റ്വീൻ ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ് എയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C is equal to ε0 A by D. എല്ലാവർക്കും അറിയാം. D separation between the plates, A area of the each plates. അപ്പോൾ കപ്പാസിറ്റൻസ് ε0 A by D. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ കപ്പാസിറ്റൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ് ആൻഡ് പൊട്ടൻഷ്യലാണ്. ഇവിടെ ചാർജ് നമ്മൾ മാറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റി, പക്ഷേ കപ്പാസിറ്റൻസ് മാറുകയോ ഇല്ല. ഫോർ എ ഗിവൺ അറേഞ്ച്മെൻറ്റ് കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ആൻഡ് ജോമെട്രി ഓഫ് ദി കപ്പാസിറ്റർ എന്ന് പറയും. ഈ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഏരിയ, അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ മാറുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് മാറത്തുള്ളൂ. ഇനി നമുക്കറിയാം, എയർ മാറ്റിയിട്ട് ഒരു ഡൈലക്ട്രിക് മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് K കംപ്ലീറ്റ്ലി ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, K ε0 A by D വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു K ടൈംസ് C എയർ വരും. അപ്പോൾ ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പം കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ആദ്യം കപ്പാസിറ്റൻസ് ε0 A by D ആയതോടെ K ε0 A by D വരും. ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് K ടൈംസ് ആയിട്ട് മാറും. ഇനിഷ്യലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വേരിയേഷൻ ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ജനറലി ഉള്ള റിലേഷൻ. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ, 2 കപ്പാസിറ്റർ പ്ലേറ്റുകൾ കൺസിഡർ ചെയ്തു. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയ്ക്ക് ഒരു T തിക്നെസ് ഉള്ള ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തു. ഇവിടെ എയർ ആണ്, ഇവിടെ എയർ ആണ്, ഇവിടെ K ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റും T തിക്നെസ്സും ഉള്ള ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തു. നമുക്ക് അങ്ങനെ പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ε0A എയറിൻ്റെ തിക്നെസ് എടുക്കുകയാണെങ്കിൽ D-T. ഇവിടെ എയർ ഉണ്ട് ആ എയറിൻ്റെ തിക്നെസ് D-T പ്ലസ് ഡൈലക്ട്രിക് മീഡിയത്തിന് തിക്നെസ് T ആണെങ്കിൽ Tക്ക് പകരം T/K കൊടുക്കണം. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്ത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് D ആണ്. അവിടെ T തിക്നെസ് ഉള്ള ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റൻസ് എടുക്കുമ്പോൾ ε0A എയറിൻ്റെ തിക്നെസ് D-T അതേപോലെ എടുക്കുക പ്ലസ് T/K എടുത്താൽ കപ്പാസിറ്റൻസ് കിട്ടും. അപ്പോൾ അതിന് സിമിലർ ആയിട്ട് നമുക്കിവിടെ രണ്ട് മീഡിയങ്ങൾ ഇൻസേർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ K1 ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റുള്ള മീഡിയം, ഇവിടെ K2 ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റുള്ള മീഡിയം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് T1, അപ്പോൾ ഇതിൻ്റെ തിക്നെസ് T2. അപ്പോൾ കപ്പാസിറ്റൻസ് എടുത്താൽ ε0A T1ന് പകരം T1/K1, T2ന് പകരം T2/K2. അപ്പോൾ അതാണ് കപ്പാസിറ്റൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്ത് പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് പല വിധത്തിലൊക്കെ ചെയ്യാം. ഇതാണ് ഇവിടെ ജനറൽ ഇക്വേഷൻ. പിന്നെ തിക്നെസ് ഡിവൈഡ് ചെയ്തിട്ട് പല ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്താൽ ഇതിനെ രണ്ട് കപ്പാസിറ്ററുകളായിട്ട് സെപ്പറേറ്റ് ചെയ്താൽ സീരീസ് കോമ്പിനേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിൽ പാരലൽ കോമ്പിനേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് കപ്പാസിറ്റൻസ് കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത എഫക്റ്റ് ഓഫ് ഡൈലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം Q²/2C QV/2 അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നിങ്ങളൊന്ന് നോക്കി വെച്ചോണം. പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സും നമുക്ക് അറിയാവുന്നതാണ്. സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1/C = 1/C1 + 1/C2 + എക്സെട്ര വരും. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ശ്രദ്ധിച്ചോണം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് എനർജി ലോസ് ഡ്യൂ ടു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് വെൻ ചാർജ്ഡ് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അതായത് നമുക്ക് രണ്ട് കപ്പാസിറ്റേഴ്സ് സെപ്പറേറ്റ്ലി എടുത്തു. ഒന്ന് ചാർജ് ചെയ്തു. ഈ കപ്പാസിറ്റൻസ് C1 ചാർജ് Q1 പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1. അതേപോലെ വേറൊരു കപ്പാസിറ്റർ എടുത്തു. അതിൻ്റെ കപ്പാസിറ്റൻസ് C2 ചാർജ് Q2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2. ഇപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് എടുത്ത് സെപ്പറേറ്റ്ലി ചാർജ് ചെയ്തു. ഇപ്പോൾ ഇതിലെ ചാർജ് നമുക്കറിയാം Q1 = C1 V1. എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ½ C1 V1². ഇവിടെ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ C2 V2. ഇവിടെ എനർജി സ്റ്റോർഡ് ½ C2 V2². നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാറ്ററി റിമൂവ് ചെയ്തു. ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം ഇവരെ ഒരുമിച്ച് കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുമ്പം പോസിറ്റീവ് പ്ലേറ്റുകൾ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്തു, നെഗറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു. നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷനാണ്. പോസിറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു, നെഗറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു. നമുക്കറിയാം ആരെ രണ്ടുപേരെ ഇങ്ങനെ ഒരുമിച്ച് കണക്ട് ചെയ്താലും അവസാനം ഇക്വലിബ്രിയത്തിൽ രണ്ട് പേരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആവും. അപ്പോൾ ഇത് ജസ്റ്റ് കണക്ട് ചെയ്യുന്ന ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ അവസാനം ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ട് അവസാനം രണ്ട് പേർക്കും പൊട്ടൻഷ്യൽ ഈക്വൽ ആവും. ഇവിടെ ഫൈനൽ ചാർജസ് Q1' Q2' എന്ന് എടുത്തു. ഇത് ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷനാണ്. ഇത് ഫൈനലി അവരുടെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയി കഴിയുമ്പോഴുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ രണ്ട് ഫൈനലി പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയിട്ട് മാറും. അപ്പോൾ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ, അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. C1 V1 + C2 V2 / C1 + C2. അപ്പോൾ അല്ലെങ്കിൽ Q1 + Q2 / C1 + C2. കാരണം രണ്ടുപേരെ പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C1 + C2 ആണ്. കൺസർവേഷൻ ഓഫ് ചാർജ് അനുസരിച്ച് രണ്ട് പേർക്ക് കൂടെ കിട്ടുന്ന ടോട്ടൽ ചാർജ് Q1 + Q2 ആണ്. അപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഇക്വലിബ്രിയം ഫൈനലി ഉള്ളതാണ് കണ്ടുപിടിച്ച് C1 V1 + C2 V2 / C1 + C2. അതുപോലെ കൺസർവേഷൻ ഓഫ് ചാർജ് അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോണം. Q1 + Q2 = Q1' + Q2'. Q1ഉം Q1' ഡിഫറൻ്റ് ആയിരിക്കാം, Q2ഉം Q2' ഡിഫറൻ്റ് ആയിരിക്കാം. പക്ഷേ ടോട്ടൽ ചാർജ് കൺസർവേഷൻ അനുസരിച്ച് Q1 + Q2 = Q1' + Q2' ആണ്. ഇവിടെ Q1' കാണാൻ പറഞ്ഞാൽ C1 × V എടുക്കണം, Q2' കാണാൻ പറഞ്ഞാൽ C2 × V എടുക്കണം.
കോമൺ പൊട്ടൻഷ്യൽ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. പിന്നെ ഫൈനൽ ചാർജസ് കാണാൻ കപ്പാസിറ്റൻസിൻ്റെ ഫൈനൽ കോമൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവസാനം സെയിം ആകുന്നത്. അപ്പോൾ അവിടെ എനർജി ലോസ് ഉണ്ടാവും, കാരണം ഹീറ്റ് എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ ആ എനർജി ലോസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈനൽ എനർജി കാണുമ്പം രണ്ട് പേർക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഹാഫ് C1 + C2 × V² എടുത്താൽ മതി. ഇനിഷ്യൽ എനർജി ഹാഫ് C1 V1² + ഹാഫ് C2 V2² ആണ്. എനർജി ലോസ് കാണാൻ ഇനിഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി എടുത്താൽ മതി. ഇപ്പോൾ അതിനകത്ത് എനർജി ലോസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആ സോൾവ് ചെയ്യുമ്പോൾ ഫൈനൽ ഇക്വേഷൻ നമുക്കറിയാം C1 C2 / C1 + C2 × 2 × V1 - V2² വരും. അപ്പോൾ ഇതാണ് എനർജി ലോസ്. അപ്പം ആ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നോക്കിയാൽ പലതവണ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഈ കോമൺ പൊട്ടൻഷ്യൽ ഡിഫറൻസും എനർജി ലോസും. ഇനി ചിലപ്പോൾ നമുക്ക് ഒരു കപ്പാസിറ്റർ ഇനിഷ്യലി അൺചാർജ്ഡ് ചോദിക്കാം. ഇനിഷ്യലി ഒരു കപ്പാസിറ്റർ അൺചാർജ്ഡ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ V1 0 എടുക്കാം. അപ്പോൾ V1 0 ആണെങ്കിൽ എനർജി ലോസ് C1 C2 / 2 × C1 + C2 × V2² വരും. ഇവിടെ V1 0 ആണെങ്കിൽ V C2 V2 / C1 + C2 വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ വെറുതെ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു, നെഗറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോസിബിലിറ്റി അടുത്തത്, ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് വൺ ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ദി അതർ വൺ. ഫൈനലി രണ്ട് പേർക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആവും. പക്ഷേ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് വൺ ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ദി അതർ വൺ. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. എന്തുമായിരിക്കും, ഇവിടെ നമ്മൾ കൺസർവേഷൻ ഓഫ് ചാർജ് എടുക്കുമ്പം ഈ രണ്ട് പ്ലേറ്റുകൾക്കും കൂടെ കിട്ടുന്ന ടോട്ടൽ ചാർജ് എടുക്കുമ്പം ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അടുത്തത് നെഗറ്റീവാണ്. അപ്പോൾ ടോട്ടൽ ചാർജ് Q = Q1 + Q2 ആണ്. പക്ഷേ Q1 പോസിറ്റീവ് ആണെങ്കിൽ Q2 നെഗറ്റീവ്. അപ്പോൾ Q1 - Q2 വരും. ഈ സിസ്റ്റത്തിന് കിട്ടുന്ന ടോട്ടൽ ചാർജ് എടുക്കുമ്പോൾ ഒന്ന് +Q1 അടുത്ത -Q2 ഒരു ചാർജ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് രണ്ട് പേർക്ക് കൂടെ കിട്ടുന്ന ടോട്ടൽ ചാർജ് Q1 - Q2 വരും. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ എടുക്കുമ്പം Q1 - Q2 / കപ്പാസിറ്റൻസ് C1 + C2 വരും. ദാറ്റ് ഈസ് C1 V1 - C2 V2 / C1 + C2 വരും. അപ്പോൾ ഈ ആദ്യം പറഞ്ഞതാണ് കൂടുതൽ നമുക്ക് ചോദിക്കുന്നത്. വെറുതെ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരുടെയും പോസിറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യും, രണ്ടുപേരുടെയും നെഗറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യും. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ അത് ആദ്യത്തെ സിറ്റുവേഷനിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. വെറുതെ ഇത് യൂസ് ചെയ്യുകയും ചെയ്യരുത്. പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് വൺ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് അതർ വൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ എനർജി ലോസിലും ചെറിയൊരു വ്യത്യാസം വരും, കാരണം ഫൈനൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവിടെ എനർജി ലോസിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ ഇവിടെ V1 - V2 പകരം V1 + V2 വരും. അപ്പോൾ ഇതിൽ ഏതാണ് ചോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കപ്പാസിറ്റേഴ്സിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ പ്രത്യേകത, പിന്നെ ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസിലെ ചേഞ്ചിൻ്റെ പ്രത്യേകതകൾ പലതവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അവസാനം പറഞ്ഞ കാര്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ ചോദിക്കാം. അതുപോലെ നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ അപ്പോൾ നമുക്ക് ഒരു വർഷം ചോദിച്ചത് ഇങ്ങനെ ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ ആയിരുന്നു ചോദ്യം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. എയറിൽ ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്. മീഡിയത്തിൽ ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ E = E0/K ആയിരിക്കും നമ്മൾ ചെയ്തു വരുമ്പോൾ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് E0 ആണെങ്കിൽ സെയിം സിറ്റുവേഷനിൽ ഡയലക്ട്രിക് മീഡിയത്തിൽ ഇലക്ട്രിക് ഫീൽഡ് E0/K വരും. അപ്പം എയറിൽ ഇലക്ട്രിക് ഫീൽഡ് E0 യൂണിഫോം, ഈ മീഡിയത്തിൽ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അല്പം കുറവായിരിക്കും, E0/K അത് വേറൊരു യൂണിഫോം. വീണ്ടും എയറിൽ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വീണ്ടും E0 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷനൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. സ്ക്വയർ സർഫസ് ഓഫ് സൈഡ് L meters is in the plane of the paper. A uniform electric field E also in the plane of the paper is limited only to the lower half of the square. The electric flux in SI unit associated with the surface is. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്വയർ സർഫസ് ഉണ്ട്, അതിൻ്റെ പകുതി റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. ആ സ്ക്വയർ ഫേസിൽ കൂടെയുള്ള ഫ്ലക്സ് കാണാനാണ് ചോദ്യം.
അപ്പോൾ ഈ സ്ക്വയർ ഫേസിന് പകുതി റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അപ്പോൾ ഫ്ലക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും. ഫ്ലക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമൽ ടു ദി സർഫസ് ആണ്. ഇവിടെ നോക്കിയാൽ പകുതി ഹാഫിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ ആ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലലാണെങ്കിൽ ഫ്ലക്സ് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് പാരലൽ ടു സർഫസ്. പാരലൽ ടു പ്ലെയിൻ ഓഫ് ദി സർഫസ് ആണെങ്കിൽ ഫ്ലക്സ് ഉണ്ടോ? ഇല്ല, കാരണം സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്താലേ ഫ്ലക്സ് ഉള്ളൂ. അപ്പോൾ ഫ്ലക്സ് 0 ആയ ഇവിടെ E/L²/2 എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. പകുതി റീജിയനിലെ ഫീൽഡ് ഉള്ളൂ, പക്ഷേ ആ ഫീൽഡ് ലൈൻസ് സർഫസിന് പാരലലാണ്. ഒന്നുകിൽ ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മൾ EA cos θ θ 90 ആണ്. ഏരിയ വെക്ടർ ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലലാണ്. ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ EA cos θ θ 90 വരുമ്പോൾ ഫ്ലക്സ് 0 വരും. അല്ലെങ്കിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഫീൽഡ് യൂണിഫോം ആണെങ്കിലും നോൺ യൂണിഫോം ആണെങ്കിലും ഈ ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ടു ദി പ്ലെയിൻ ഓഫ് ദി സർഫസ്, ദെൻ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഓൾവേസ് 0 ആണ്. അപ്പോൾ ഇവിടെ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഫ്ലക്സ് കാൽക്കുലേഷൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് 3i cap + 4j cap is in a Gaussian surface as shown. Electric flux to the right face and top faces. അപ്പോൾ നമുക്കൊരു ക്യൂബിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിൻ്റെ റൈറ്റ് ഫേസിൽ കൂടെയുള്ള ഫ്ലക്സ് ആദ്യം കണ്ടുപിടിക്കണം. നമുക്കതിൻ്റെ റൈറ്റ് ഫേസ് എടുക്കുമ്പോൾ നോക്കിയേ, അത് ഈ എക്സ് ആക്സിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏരിയ വെക്ടർ എടുക്കണം. ഏരിയ വെക്ടർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ഏരിയ വെക്ടർ. ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഏരിയ വെക്ടേഴ്സ് എല്ലായ്പ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡേ എടുക്കത്തുള്ളൂ, ഇൻവേർഡ് എടുക്കത്തില്ല. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടർ എടുക്കുമ്പം റൈറ്റ് ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഏരിയ വെക്ടർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് AI cap വരും. റൈറ്റ് സർഫസ് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. ഏരിയ വെക്ടർ എടുക്കുമ്പോൾ ഇതിനെ പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ് വരും. അത് റൈറ്റ് സൈഡിലേക്കാണ്, അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ വരും. അപ്പോൾ റൈറ്റ് ഫേസിലെ ഫ്ലക്സ് എടുക്കുമ്പം ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അതുകൊണ്ട് ഫ്ലക്സ് E.A എടുത്താൽ മതി. ഏരിയ അലോങ് ദി എക്സ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ EX × AX മാത്രം എടുത്താൽ മതി, ബാക്കി 0 ആയി പോകും. കാരണം EX AX + EY AY + EZ AZ ആണ് ജനറൽ ഇക്വേഷൻ. ഇവിടെ AYയും AZ ഒന്നുമില്ല, അപ്പോൾ EX AX വരും. ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി എക്സ് ഡയറക്ഷൻ എത്രയാണ്? 3 ആണ്. ഏരിയ നമുക്ക് A എന്നങ്ങ് എടുക്കാം. ഏരിയ എടുക്കുമ്പോൾ നോക്കിയേ, ഇവിടെ ഇത് 1 മീറ്ററും ഇത് 3 മീറ്ററുമാണ് കേട്ടോ. ഇതിൻ്റെ ലെഫ്റ്റ് ഫേസിൻ്റെ എക്സ് കോർഡിനേറ്റ് 1 മീറ്ററും റൈറ്റ് ഫേസിൻ്റെ 3 മീറ്ററുമാണ്. സൈഡ് ലെങ്ത് ഓഫ് ദി സ്ക്വയർ 3 - 1 2 ആണ്. അപ്പോൾ ഏരിയ എടുക്കുമ്പോൾ സൈഡ് ലെങ്തിൻ്റെ സ്ക്വയർ ആണല്ലോ, അപ്പോൾ 3 × A² വരും. സൈഡ് ലെങ്ത് 2 ആണ്, അപ്പോൾ 2² 4 വരും, അപ്പോൾ 12 വരും. അപ്പോൾ റൈറ്റ് ഫേസിലെ ഫ്ലക്സ് എന്ന് പറയുന്നത് 12 ആണ്. ഇപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്, ഏരിയ വെക്ടർ അറിയാം. അപ്പോൾ ഫ്ലക്സ് കാണാൻ സിമ്പിളി E.A എന്നുള്ള ഇക്വേഷൻ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലക്സ് 12 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് ഫ്ലക്സ് ത്രൂ ടോപ്പ് ഫേസ് എടുക്കണം. ടോപ്പ് ഫേസ് എടുക്കുമ്പോൾ പ്രത്യേകത അതിൻ്റെ ഏരിയ വെക്ടർ ക്ലിയർ ആണ്, ദാറ്റ് ഈസ് അലോങ് ദി പോസിറ്റീവ് വൈ ഡയറക്ഷൻ വരും. ഇപ്പം ഇങ്ങനെയാണ് ഏരിയ സർഫസ്, അത് വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഏരിയ വെക്ടർ എടുക്കുമ്പം അത് പോസിറ്റീവ് വൈ ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ ഏരിയ വെക്ടർ നമ്മൾ AJ cap എന്ന് എടുക്കാം. അപ്പോൾ ഫ്ലക്സ് φ = ടോപ്പ് ഫേസ് എടുക്കുമ്പം അഗൈൻ E.A എടുക്കണം. ഇവിടെ വൈ ഡയറക്ഷനിലാണ് ഏരിയ വെക്ടർ, അപ്പോൾ EY AY വരും. EY എന്ന് പറഞ്ഞ് 4J cap ആണ്, 4 വരും. AY A² തന്നെയാണ്, 4 ആണ്, അപ്പോൾ 16 വരും. അപ്പോൾ റൈറ്റ് ഫേസിലെ ഫ്ലക്സ് 12ഉം ടോപ്പ് ഫേസിലെ ഫ്ലക്സ് 16ഉം ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും, 12 ആൻഡ് 16. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ സിമ്പിളാണ്, പക്ഷേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചു. അപ്പോൾ അടുത്ത വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ക്ലോസ്ഡ് സർഫസസ് ആൻഡ് കറസ്പോണ്ടിങ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ ഗിവൺ, ലെറ്റ് ദി റെസ്പെക്റ്റീവ് ഇലക്ട്രിക് ഫ്ലക്സസ് ത്രൂ ദി സർഫസ് ബി. ഇപ്പോൾ കുറേ സർഫസുകളുണ്ട്, ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് S1 എന്ന് പറഞ്ഞ ക്ലോസ്ഡ് സർഫസ്, അതിനകത്തൊരു ചാർജ് 2Q ഉണ്ട്. ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് ഫ്ലക്സ് കാണാൻ നമുക്കറിയാം ഗോസസ് ലോ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഗോസസ് ലോ അനുസരിച്ച് ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0. ചാർജ് എൻക്ലോസ്ഡ് എത്രയാണ്? 2Q ആണ്. അപ്പോൾ 2Q ബൈ ε0 ആണ് ഇവിടുത്തെ ഫ്ലക്സ് വരുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ Q + Q 2Q, Q - Q 0. ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് എത്രയായിരുന്നു? 2Q ആണ് ചാർജ് എൻക്ലോസ്ഡ്.
ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് 2q, കാരണം ഈ q മൈനസ് q 0 ആയി പോകും. ഇവിടെ q പ്ലസ് q ചാർജ് എൻക്ലോസ്ഡ് 2q ആണ്. ഇവിടെ മൈനസ് 6q പ്ലസ് 8q ചാർജ് എൻക്ലോസ്ഡ് 2q. അപ്പോൾ നോക്കിയാൽ ഈ 3 ഗോസിയൻ സർഫസിലും ചാർജ് വിതിൻ ദി സർഫസ് ടോട്ടലി സെയിം ആണ്, 2q ആണ്. ഇവിടെ നിന്ന് ഔട്ട്സൈഡിലെ ചാർജ് ഒന്നും എടുക്കണം നമുക്കറിയാം. അപ്പോൾ ഫ്ലക്സ് ഈസിക്കൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0, ചാർജ് എൻക്ലോസ്ഡ് 2q ആണ്. അപ്പോൾ 2q ബൈ എപ്സിലോൺ 0 എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ φ1 ഈസ് ഈക്വൽ ടു φ2 ഈസ് ഈക്വൽ ടു φ3 ഈസ് ഈക്വൽ ടു φ4 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് എടുക്കുമ്പം ഇവിടെ സിമ്പിളി ഗോസസ് ലോ എടുക്കുക. അപ്പോൾ അത് ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 എന്നാണ്. അപ്പം എല്ലായിടത്തും ചാർജ് എൻക്ലോസ്ഡ് സെയിം ആണ്, ഫ്ലക്സ് സെയിം ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ആ സിമ്പിളായിട്ട് ഗോസസ് ലോ ഉപയോഗിച്ച് ചെയ്യാം, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഡിസ്കഷൻ നമുക്ക് നിർത്താം. The electric field due to uniformly charged sphere of radius r has a function of the distance from its center is represented graphically. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ്റെ പ്രത്യേകതയാണ് തന്നിരിക്കുന്നത്. യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ആണ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാവൂ. എൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? അപ്പോൾ നമ്മൾ എൻ്റെ മൊബൈൽ ഒന്ന് ഓഫായി പോയിരുന്നതുകൊണ്ട് ഞാൻ കമൻ്റ് ഒന്നും നോക്കാൻ പറ്റിയില്ല. ഇലക്ട്രിക് ഫീൽഡാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് സെയിം ആണോ? 3 സർഫസ് ആർ പെർപെൻഡിക്കുലർ ദാൻ ക്യൂബ്സ് ആർ, ശരിയാണ്. അത് നേരത്തെ പറഞ്ഞതിൻ്റെ ആയിരിക്കും. നമ്മളൊരു ക്യൂബിൻ്റെ ഒരു കോർണറിൽ ചാർജ് പ്ലേസ് ചെയ്തു. അപ്പോൾ ആ ഒരു കോർണറിൽ ചാർജ് പ്ലേസ് ചെയ്താൽ നമുക്കറിയാം, അപ്പോൾ അവിടെ 3 ഫേസുകളിൽ കൂടെ ഫ്ലക്സ് 0 ആയിരിക്കും. കാരണം ആ ചാർജ് ഏത് കോർണറിലാണോ ഇരിക്കുന്നത് അത് ഉൾക്കൊള്ളുന്ന 3 സർഫസുകളിൽ ഈ ഫീഡ് ലൈൻസ് പാരലൽ ടു ദി സർഫസ് ആയിരിക്കും, അത് 0 വരും. അപ്പോൾ ബാക്കി 3 സർഫസുകളിലെ ഫ്ലക്സ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 സർഫസുകളിൽ കൂടെ ഫ്ലക്സ് കാണും. അപ്പോൾ ഓരോ സർഫസിലുള്ള ഫ്ലക്സ് നോൺ സീറോ ആണെങ്കിൽ അത് കാണാം. ടോട്ടൽ ഫ്ലക്സ് ബൈ 3 എന്ന് എടുത്താൽ മതി കേട്ടോ. ക്യൂബ് ബൈ 8 എപ്സിലോൺ 0 ആണ് ഫ്ലക്സ് ത്രൂ ദി ക്യൂബ്. ബൈ 3 എടുത്താൽ നമുക്ക് ഫ്ലക്സ് ത്രൂ വൺ ഓഫ് ദി സർഫസ് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് ഇവിടെ ആൻസർ നിങ്ങൾ ഓപ്ഷനൊക്കെ പറയുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ഓഫ് റേഡിയസ് ആർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ് സെൻറ്റർ ഈസ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ബൈ. അവിടെ നിങ്ങൾ പറയുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ. അപ്പോൾ ആൻസർ 3 ഏതാ? ഇതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ. ഈ യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ എന്ന് വെറുതെ പറഞ്ഞാൽ അർത്ഥം എന്തുവാം? നമുക്കറിയാം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് ദി സ്പിയർ ഉണ്ട്. ഇവിടെ ചാർജ്ഡ് കണ്ടക്ടർ അല്ല, ഇവിടെ കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സെൻറ്റർ തൊട്ട് സർഫസ് വരെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ എടുക്കുമ്പം ഇൻസൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണോ? അല്ലല്ലോ. യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ആണെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് ഇൻസൈഡിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 6, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുക്കുമ്പോൾ അത് 1/4πε0 QR/r³ എന്നാണ് വരുന്നത് കേട്ടോ. യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടർ അല്ല, യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ആണ്. സെൻറ്റർ തൊട്ട് സർഫസ് വരെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് ക്യൂവും ഇൻസൈഡിലെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ 1/4πε0 QR/r³ വരും. ഔട്ട്സൈഡിലെ ഫീൽഡ് 1/r² പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ചെയ്യണം. നിങ്ങൾ ആൻസർ ഓപ്ഷൻ 3 പറയുന്നത് യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ ശരിയാണ്. യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഔട്ടർ സർഫസിൽ മാത്രമേ ചാർജ് ഉള്ളൂ, അതിൻ്റെ ഇൻസൈഡിലെ ചാർജ് ഇരിക്കാൻ പറ്റുമല്ല. അങ്ങനെയാണെങ്കിൽ ഇൻസൈഡ് കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്.
ഔട്ട്സൈഡിൽ 1/r ഗ്രാഫ് ഒരു ഓപ്ഷൻ 3 വന്നേനെ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ചെയ്യണം. യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് സ്പിയർ എന്നായിരുന്നെങ്കിൽ ആൻസർ ഓപ്ഷൻ 3 വന്നേനെ. യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ എന്ന് വെറുതെ പറഞ്ഞാൽ സർഫസ് തൊട്ട് സെൻറ്റർ വരെ ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അപ്പോൾ ക്യൂബിൽ ഫ്ലക്സ് Q/16 വരത്തില്ലേ, ബിക്കോസ് ഓൺലി 3 സർഫസസ് ഹാസ് ഫ്ലക്സ് 1/2 ഓഫ് ക്യൂബിക്കൽസ്. അപ്പോൾ അതങ്ങനെയല്ല, നമ്മളൊരു ക്യൂബിൻ്റെ കോർണറിൽ ഒരു ചാർജ് വെച്ചാൽ ആ ക്യൂബിന് കിട്ടുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/8ε0 എന്ന് മനസ്സിലായി. കാരണം നമ്മൾ 7 ക്യൂബുകളും കൂടെ ആ കോർണറിൽ വെച്ചാൽ ടോട്ടൽ 8 ക്യൂബിൻ്റെ സെൻറ്ററിലാണ് ചാർജ് വരുന്നത്. 8 ക്യൂബിനും കൂടെ കിട്ടുന്ന ഫ്ലക്സ് Q/ε0 ആണ്. അപ്പോൾ ഒരു ക്യൂബിന് 1/8 വരും. അപ്പോൾ Q/8ε0. അതിൽ 3 ഫേസുകളിൽ ഫ്ലക്സ് 0 ആയിരിക്കും, കാരണം ഫീഡ് ലൈൻസ് സർവസിന് പാരലലായിരിക്കും. ബാക്കി 3 സർവസിൽ മാത്രമേ ഉള്ളൂ. അത് കാണാൻ Q/8ε0 ഡിവൈഡ് ബൈ 3 എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അല്ലാതെ നമുക്ക് Q/1/2 ഓഫ് ദി ക്യൂബിക്കൽ സർഫസ് വരുമല്ല, 3 സർഫസുകൾ ഈക്വലി ഷെയർ ചെയ്യും. അപ്പോൾ അത് ടോട്ടൽ ബൈ 3 എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സിൻ്റെ പ്രത്യേകതകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഇത്രയാണ്. ബാക്കി നിങ്ങൾ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലൂയിഡ്സിൻ്റെ പ്രത്യേകതകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലൂയിഡ്സിൽ നമുക്കറിയാം, നമ്മൾ ആ ഫ്ലൂയിഡ്സിനെ ഹൈഡ്രോസ്റ്റാറ്റിക്സ്, ഹൈഡ്രോ ഡൈനാമിക്സ് അങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ആദ്യ പാട്ടിൽ കൂടുതലായിട്ടും ഹൈഡ്രോ സ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലിക്വിഡ് റെസ്റ്റിലാണെങ്കിൽ, ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളാണ് ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോ ഡൈനാമിക്സിൽ നമുക്കറിയാം ലിക്വിഡ് ഫ്ലോ ചെയ്യാനുള്ള പ്രത്യേകതകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, ആദ്യ പാട്ടൊക്കെ വളരെ സിമ്പിളാണ്. ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്ന ഒരു ടേമാണ് ഡെൻസിറ്റി, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്ന മാസ് പെർ യൂണിറ്റ് വോളിയമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുമായിട്ടാണ് ബാക്കിയുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റീസൊക്കെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിസൺ എടുക്കുമ്പോൾ നമ്മൾ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ ഒക്കെ കമ്പയർ ചെയ്യുമ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ലിക്വിഡിനെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ വിളിക്കും. ρW ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് കേട്ടോ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ അതിന് റിലേറ്റീവ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമുക്കറിയാം CG സിസ്റ്റത്തിൽ എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 g/cm³ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിയും ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡും എല്ലാം സെയിം തന്നെ. വാട്ടറിൻ്റെ ഡെൻസിറ്റി SI സിസ്റ്റത്തിൽ 10⁻³ ആണ്. മെർക്കുറിയുടെ ഡെൻസിറ്റി നമുക്കറിയാം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറി നിയർലി 13.6 × 10⁻³ kg/m³ ആണ്. ഇപ്പോൾ ഈ മെർക്കുറിയുടെ ഒരു പ്രത്യേകത അതിൻ്റെ ഹൈ ഡെൻസിറ്റിയാണ്. ഹൈ ഡെൻസിറ്റി ആയതുകൊണ്ട് നമ്മൾ പല ആപ്ലിക്കേഷനിൽ നമുക്കറിയാം നമ്മൾ മെർക്കുറി യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഹൈ ഡെൻസിറ്റിയാണ് അതിൻ്റെ റീസൺ നമ്മൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിതാണ് ഡെൻസിറ്റിയുടെ പ്രത്യേകത. പിന്നെ നമ്മൾ കുറേ ലിക്വിഡ്സൊക്കെ മിക്സ് ചെയ്യുമ്പം മിക്സ്ചർ ഓഫ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം സെയിം പ്രിൻസിപ്പിളാണ്. ഡെൻസിറ്റി ഓഫ് മിക്സ്ചർ കാണാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി മിക്സിബിൾ ആണെങ്കിൽ, 2 ലിക്വിഡുകളാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ, മാസസ് M1 M2 ആണെങ്കിൽ ടോട്ടൽ മാസ് M1 + M2 ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം V1 + V2 ആണ് ജനറൽ ഇക്വേഷൻ. ടോട്ടൽ മാസ് എടുക്കുക, അത് M1 + M2, ടോട്ടൽ വോളിയം എടുക്കുക V1 + V2. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി M1ന് പകരം നമുക്ക് വേണമെങ്കിൽ V1 ρ1 കൊടുക്കാം, M2ന് പകരം V2 ρ2 കൊടുക്കാം, ഡിവൈഡ് ബൈ V1 + V2. അപ്പോൾ ഇവിടെ 2 ലിക്വിഡിൻ്റെയും വോളിയങ്ങൾ സെയിം ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദി മിക്സ്ചർ എടുക്കുമ്പോൾ V ക്യാൻസലായി പോകും, ρ1 + ρ2/2 കിട്ടും. പിന്നെ അതിൽ 2 ഈക്വൽ മാസുകളുള്ള ലിക്വിഡ് മിക്സ് ചെയ്യുവാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് മിക്സ്ചറിൻ്റെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2/ρ = 1/ρ1 + 1/ρ2, റോ ഈസിക്കൽ 2 ρ1 ρ2 ഡിവൈഡ് ബൈ ρ1 + ρ2 എന്നൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി അടുത്ത നമുക്കറിയാം ലിക്വിഡിൻ്റെ പ്രത്യേകത ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്, പിന്നെ പ്രഷർ എക്സോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. സോളിഡും ലിക്വിഡും കമ്പയർ ചെയ്താൽ 2 ഡിഫറൻസ് അതാണ്. സോളിഡിന് ഫ്ലോ ചെയ്യാനുള്ള കഴിവില്ല, ലിക്വിഡ് ഗ്യാസിന് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ കമ്പൈൻ ചെയ്ത ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കും.
അപ്പോൾ അതേപോലെ ലിക്വിഡിന് വേറൊരു പ്രത്യേകത പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ എച്ച് റോ ജി എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ്കൽസ് ലോ ഉണ്ട്. പാസ്കൽസ് ലോ ഉപയോഗിക്കുന്നത് ഒരു ലിക്വിഡ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫ്ലൂയിഡ് റെസ്റ്റിലാണ്. ആ റെസ്റ്റിലുള്ള ഫ്ലൂയിഡ് എക്സോർട്ട് ചെയ്യുന്ന പ്രഷർ എടുക്കുമ്പം സെയിം ഹൊറിസോണ്ടൽ ലെവലിന് എല്ലാ പോയിന്റിലും പ്രഷർ സെയിം ആയിരിക്കും. അതാണ് പാസ്കൽസ് ലോ. ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇഫ് ദേ ആർ അറ്റ് ദി സെയിം ഹൈറ്റ്. അതാണ് പാസ്കൽസ് ലോ. നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ പല സിറ്റുവേഷനിലും യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് പാസ്കൽസ് ലോ. അപ്പോൾ ആ പാസ്കൽസ് ലോയുടെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെയിം ഹൈറ്റിൽ സെയിം ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ സെയിം ലിക്വിഡിൽ മാത്രമേ പ്രഷർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പല ഡെൻസിറ്റീസ് ഉള്ള ലിക്വിഡിൽ സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ നമുക്ക് പ്രഷർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ തെറ്റിപ്പോവും, അത് ശ്രദ്ധിച്ചോണം. പിന്നെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഗേജ് പ്രഷർ. അതറിയാലോ, ഒരു പോയിന്റിലെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിലും എത്ര കൂടുതൽ കുറവ് അതിനെയാണ് ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്യാം. ഒരു കണ്ടെയ്നറിൽ നമ്മൾ കുറേ ലിക്വിഡ് എടുത്തു. അപ്പോൾ ആ ലിക്വിഡിൻ്റെ ഇൻസൈഡിൽ നമ്മളൊരു പോയിന്റ് എ കൺസിഡർ ചെയ്തു. ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് റോ ആണ്. ഇവിടെ എച്ച് ഹൈറ്റിലാണ് എ എന്ന് വിചാരിക്കാം. ഓപ്പൺ കണ്ടെയ്നർ ആണെങ്കിൽ നമുക്കറിയാം ലിക്വിഡിൻ്റെ സർഫസിലെ പ്രഷർ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ അറ്റ് എ ഓർ പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി വരും. അപ്പോൾ പി എ ഈസ് ഈക്വൽ ടു പി നോട്ട് പ്ലസ് എച്ച് റോ ജി. അപ്പോൾ ഈ പി എനെ നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് വിളിക്കും. ഇനി ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എ എന്ന് പറഞ്ഞ പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ. അതായത് ഒരു പോയിന്റിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും എത്ര കൂടുതലാണോ കുറവാണോ ആ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, ഗേജ് പ്രഷർ. അപ്പോൾ അതാണ് ഗേജ് പ്രഷറിൻ്റെ പ്രത്യേകത. ഇവിടെ പി എ മൈനസ് പി സീറോ എച്ച് റോ ജി ഗേജ് പ്രഷറിൻ്റെ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. അതല്ല ഇവിടെ ലിക്വിഡ് സർഫസ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ലിക്വിഡ് സർഫസിലെ പ്രഷർ പി സീറോ ആയി. അപ്പോൾ ആ ലിക്വിഡ് സർഫസിലെ പോയിന്റിലെ ഗേജ് പ്രഷർ എടുക്കുമ്പോൾ 0 വരും. ഇനി എവിടെയെങ്കിലും പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കുറവാണെങ്കിൽ ഗേജ് പ്രഷർ അവിടെ നെഗറ്റീവ് വരും. അപ്പോൾ ഗേജ് പ്രഷർ ക്യാൻ ബി പോസിറ്റീവ്, 0 ഓർ നെഗറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ദി പ്രഷർ അറ്റ് ദി പോയിന്റ്. ഇതാണ് ഗേജ് പ്രഷർ അബ്സല്യൂട്ട് പ്രഷറിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ അവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കണ്ടെയ്നർ ഉണ്ട്, ആ കണ്ടെയ്നറിൽ പല ക്രോസ് സെക്ഷണൽ ഏരിയാസ് ഉള്ള വെസൽസ് ഉണ്ട്. നമ്മൾ ആ യൂണിഫോം ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡ് എടുക്കുവാണെങ്കിൽ ഈ എല്ലാ ട്യൂബിലും ലിക്വിഡിൻ്റെ ലെവൽ സെയിം ആണ്. അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. പാരഡോക്സ് എന്ന് വിളിക്കാൻ കാരണം നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തുമായിരിക്കും, ഇങ്ങനൊരു സിറ്റുവേഷൻ എടുത്താൽ പല ട്യൂബിലും ലിക്വിഡിൻ്റെ ഹൈറ്റ് ഡിഫറൻ്റ് ആണെന്നാണ് ആൾക്കാരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഏരിയ കുറഞ്ഞ ട്യൂബിൽ ലിക്വിഡിൻ്റെ ഹൈറ്റ് കൂടുതലാണെന്നൊക്കെ ആയിരിക്കും ആൾക്കാരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് പാസ്കൽസ് ലോ വെച്ചൊരു ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അടുത്ത മെർക്കുറി ബാരോമീറ്റർ. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബാരോമീറ്റർ. അപ്പോൾ ആ ബാരോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പാസ്കൽസ് ലോ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, നമ്മളൊരു ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കും. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബ് ഇവാക്യുവേറ്റഡ്, അതായത് വാക്യൂം ആയിരിക്കും. അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരു ലിക്വിഡിൽ ഇൻവേർട്ടഡ് ആയിട്ട് പ്ലേസ് ചെയ്യും, ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ. അതിനുശേഷം നമ്മളത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കറിയാം ഈ വാക്യൂം ഉള്ള ട്യൂബിലേക്ക് ലിക്വിഡിൻ്റെ ലെവൽ കണ്ടെയ്നറിൻ്റെ ലിക്വിഡിൻ്റെ ലെവലിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഈ ബാരോമീറ്ററിൽ വരുന്ന അഡീഷണൽ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ മെർക്കുറിയാണ് ബാരോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ കാരണം അതിൻ്റെ ഹൈ ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റലി എച്ച് മെഷർ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ വാക്യൂം ആണ് തിയററ്റിക്കലി, പക്ഷേ അവിടെ നോർമൽ ടെമ്പറേച്ചറിൽ അവിടെ മെർക്കുറി വേപ്പർ ആകും. ഇവിടെ മെർക്കുറി വേപ്പർ കാണും, പക്ഷേ അതിൻ്റെ പ്രഷർ നമുക്കങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ആ പ്രഷർ വളരെ കുറവാണ്, നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാസ്കൽസ് ലോ അനുസരിച്ച് ഇക്വേഷൻ എഴുതുമ്പം ഇവിടെ ഒരു പോയിന്റ് എ എടുത്തു, ഇവിടെ ലിക്വിഡ് സർഫസിലൊരു പോയിന്റ് ബി എടുത്തു. ഇവിടെ കണ്ടെയ്നറിൻ്റെ ലിക്വിഡ് സർഫസിലൊരു പോയിന്റ് ബി ജസ്റ്റ് ലിക്വിഡിൻ്റെ ഇൻസൈഡിൽ എടുക്കാം. അതേ ഹൊറിസോണ്ടൽ ലെവൽ ട്യൂബിനകത്തൊരു പോയിന്റ് എ എടുക്കും. നമുക്കറിയാം പാസ്കൽസ് ലോ അനുസരിച്ച് എയും ബിയും സെയിം ലിക്വിഡിൽ സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണ്. അപ്പോൾ എയിലും ബിയിലും പ്രഷർ ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ പാസ്കൽസ് ലോ ആണ് യൂസ് ചെയ്യുന്നത്. പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി.
പ്രഷർ അറ്റ് എ എടുക്കുമ്പോൾ നമുക്കറിയാം എച്ച് റോ ജി ആണ് വരുന്നത്. കാരണം എന്തുവാ, ഇവിടെ വാക്യൂമാണ് അല്ലെങ്കിൽ മെർക്കുറി പേപ്പറാണ്, അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് 0 ആണ്. പിന്നെ ഇതിന് മുകളിൽ എച്ച് ആയിട്ടുള്ള ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ മാത്രമുള്ള അത് എച്ച് റോ ജി ആണ്. ബിയിലെ പ്രഷർ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ P0 ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബാലൻസ് ചെയ്യുന്നത് ഈ എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളമാണ്. അപ്പോൾ P0 = എച്ച് റോ ജി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് ബാരോമീറ്ററിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ഈ എച്ച് തന്നാൽ എച്ച് റോ ജി നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കാം. നമുക്കറിയാം സീ ലെവലിൽ നമ്മൾ മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എച്ചിൻ്റെ വാല്യൂ ഏകദേശം 76 സെൻറ്റിമീറ്റർ വരും. അപ്പം മെർക്കുറിയുടെ ഡെൻസിറ്റി അറിയാം, എച്ചിൻ്റെ വാല്യൂ അറിയാം, 76 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിയർലി 1.015 × 10⁵ പാസ്കൽ എന്ന് കിട്ടും നമുക്കറിയാം. അപ്പോൾ അതാണ് മെർക്കുറി ബാരോമീറ്ററിൻ്റെ ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾ. നമ്മൾ പറഞ്ഞു ഇവിടെ മെർക്കുറിയാണ് ബാരോമീറ്ററിൽ ലിക്വിഡായിട്ട് യൂസ് ചെയ്യുന്നത്. വെള്ളം ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? വാട്ടർ ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു അല്ലേ? വാട്ടർ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം ഓർക്കുന്നുണ്ടോ? അങ്ങനെ വാട്ടറിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 10 മീറ്റർ ഹൈറ്റ് വരും. ഇപ്പോൾ ഈ എച്ച് 10 മീറ്റർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. നമുക്ക് 1 അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഏകദേശം 10 മീറ്റർ ഹൈറ്റുള്ള വാട്ടർ കോളം വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായാലും അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് വാട്ടർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ മെർക്കുറി ബാരോമീറ്ററിൽ ഈ ടെസ്റ്റ് ട്യൂബ് വെർട്ടിക്കൽ പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ എച്ച് ഹൈറ്റാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ഈ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുന്നതിന് പകരം ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിൾ പ്ലേസ് ചെയ്തു. അപ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. വെർട്ടിക്കൽ ഹൈറ്റിനനുസരിച്ചാണ് ഈ പ്രഷറിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ എച്ച് ആണ് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് എങ്കിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ലിക്വിഡിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് തന്നെയാണ്. ക്വസ്റ്റ്യനകത്ത് ഈ എച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് തന്നെയാണ്. അപ്പോൾ ഈ ട്യൂബിനകത്തുള്ള ലിക്വിഡിൻ്റെ ലെങ്ത്ത് നമുക്ക് L എന്നെടുക്കാം. അപ്പോൾ ഈ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് രണ്ട് കേസിൽ സെയിം ആണ്. L ഈസ് ലെങ്ത് ഓഫ് ദി ലിക്വിഡ് കോളം ഇൻ ദി ടെസ്റ്റ് ട്യൂബാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമ്മൾ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്താൽ ഈ എച്ച് രണ്ട് കേസിൽ സെയിം ആണ്, അതെന്നറിയാം. തീറ്റ തന്നിട്ടുണ്ട്, ഇത് L ആണ്. അപ്പോൾ നമ്മൾ സൈൻ തീറ്റ എടുത്താൽ എന്ത് വരും? സൈൻ തീറ്റ = H/L വരും. അപ്പോൾ L = H/sin θ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് തീറ്റ ഉണ്ട്, L ഉണ്ട്, H ഉണ്ട്. അപ്പോൾ നമുക്ക് തീറ്റ L കാണാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദി ലിക്വിഡ് കോളം ഇൻ ദി ടെസ്റ്റ് ട്യൂബ് കാണാൻ പറഞ്ഞാൽ L = H/sin θ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ തീറ്റ ശ്രദ്ധിച്ചോണം. വെർട്ടിക്കലുമായിട്ട് ലിക്വിഡ് കോളം സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ്, ഹൊറിസോണ്ടലുമായിട്ട് ലിക്വിഡ് കോളം സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ്. വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിളാണ് തരുന്നതെങ്കിൽ തീറ്റയ്ക്ക് വരെ 90 - θ കൊടുത്താൽ മതി. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് വരെ നമുക്ക് കോസ് തീറ്റയുടെ ടേംസിൽ ആൻസർ വരും. അതാണ് മെർക്കുറി ബാരോമീറ്ററിൻ്റെ പ്രത്യേകത. അടുത്ത നമ്മൾ മെർക്കുറി മാനോമീറ്റർ. നമുക്കറിയാം മാനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇടത്തേ ഉള്ള നമ്മളൊരു ട്യൂബുണ്ട്, യൂട്യൂബ്, അതിൻ്റെ ഒരെൻഡ് ഓപ്പൺ ആണ്. അടുത്ത എൻഡ് നമ്മൾ ഏത് ഗ്യാസിൻ്റെ പ്രഷറാണോ മെഷർ ചെയ്യേണ്ടത് ആ ഗ്യാസ് കണ്ടെയ്നർ ഇങ്ങോട്ട് കണക്ട് ചെയ്യും. അപ്പം ഈ ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന ഗ്യാസ് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മളൊരു പോസിബിലിറ്റി, ഈ ഗ്യാസ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം വെറുതെ യൂട്യൂബിൽ ഒരു ലിക്വിഡ് എടുത്താൽ രണ്ട് ട്യൂബിലും ലിക്വിഡിൻ്റെ ഹൈറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഗ്യാസ് കണക്ട് ചെയ്യുമ്പോഴും ഈ ലിക്വിഡിൻ്റെ ട്യൂബ് സെയിം ലെവലിലാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എത്ര ലെവലാണോ അതേ ലെവലിലാണ് ഇവിടെ നിൽക്കുന്നത്. അതിനർത്ഥം നമുക്കറിയാം ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ സെയിം ലെവലിൽ നിൽക്കണമെങ്കിൽ ഈ ഗ്യാസിൻ്റെ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. അപ്പോൾ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി ഗ്യാസും അറ്റ്മോസ്ഫിയറും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്യൂബിലും ലിക്വിഡിൻ്റെ ലെവൽ അഗെയിൻ സെയിം ആയിരിക്കും. പിന്നെ ഇവിടെ നോക്കാം, ഇവിടെ മെർക്കുറിയുടെ ലെവൽ ഇവിടെ കുറച്ച് കൂടുതൽ. അതായത് ഗ്യാസ് കണക്ട് ചെയ്യുമ്പം ഇവിടെ ഈ ട്യൂബിലെ ലിക്വിഡ് താഴേക്ക് വരും, ഇവിടെ മുകളിലേക്ക് വരും. അപ്പോൾ അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പം പാസ്കൽസ് ലോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം ഹൈറ്റിൽ സെയിം ലിക്വിഡിൽ പ്രഷർ സെയിം ആയിരിക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ലിക്വിഡിനകത്ത് ഇൻ്റർഫേസിൽ ഒരു പോയിൻ്റ് A എടുക്കുക, അതേ ലെവലിൽ ഇവിടെ ഒരു പോയിൻ്റ് B എടുക്കുക. A ജസ്റ്റ് ഇൻസൈഡ് ദ ലിക്വിഡ് സർഫസ് ഇൻ്റർഫേസിൽ എടുക്കണം. ഇവിടെ സെയിം ഹൊറിസോണ്ടലുള്ള B എടുക്കണം. അപ്പോൾ ഇവിടെ എത്രയുള്ള പാസ്കൽസ് ലോ അനുസരിച്ച് പ്രഷർ അറ്റ് A = പ്രഷർ അറ്റ് B. എയിലും ബിയിലും പ്രഷർ ഇക്വേറ്റ് ചെയ്യാം. എയിലെ പ്രഷർ എന്ന് പറയുന്നത് ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. അപ്പോൾ പ്രഷർ അറ്റ് A = പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ്. ബിയിലെ പ്രഷർ ഇത് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരും.
അപ്പോൾ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്ലസ് ഇവിടെ എച്ച് റോ ജി വരും. ഇവിടെ എച്ച് ഹൈറ്റാണ് അഡീഷണൽ ഉള്ളത്. അപ്പോൾ ബിയിലെ പ്രഷർ എടുക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഈ എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ വരും. അപ്പോൾ പി ഗ്യാസീസിൽ പി അറ്റ്മോസ്ഫിയർ പ്ലസ് എച്ച് റോ ജി എന്ന് വരും. പക്ഷേ നേരെ തിരിച്ച് ഗ്യാസ് കണക്ട് ചെയ്യുമ്പോൾ ലിക്വിഡ് ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ അതിനർത്ഥം പ്രഷർ എക്സോർട്ടഡ് ബൈ ദി ഗ്യാസ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടെല്ലാം കുറവാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ സെയിം തന്നെ. ഇവിടെ ലിക്വിഡ് സർഫസിലെ പ്രഷറും സെയിം ലെവൽ ഇവിടുത്തെ പ്രഷറും ഇക്വേറ്റ് ചെയ്താൽ പി ഗ്യാസീസിൽ പി അറ്റ്മോസ്ഫിയർ മൈനസ് എച്ച് റോ ജി എന്ന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രഷർ എക്സോർട്ടഡ് ബൈ ദ ഗ്യാസ് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഗേജ് പ്രഷർ മെഷർ ചെയ്യാം. പി ഗ്യാസ് മൈനസ് പി അറ്റ്മോസ്ഫിയറുടെ ഗേജ് പ്രഷർ റോ ജി എച്ച് റോ ജി വരും. ഇവിടെ ഗേജ് പ്രഷർ എടുക്കുമ്പോൾ പി ഗ്യാസ് മൈനസ് പി അറ്റ്മോസ്ഫിയർ മൈനസ് എച്ച് റോ ജി വരും. അപ്പോൾ അതിനകത്ത് ഗേജ് പ്രഷറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മാനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഈ പാസ്കൽസ് ലോ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കണ്ടെയ്നറിൽ നമ്മളൊരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് എടുത്തു. ആ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്താൽ ആ എക്സ്റ്റേണൽ പ്രഷർ എല്ലായിടത്തും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് പാസ്കൽസ് ലോ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ ട്രാൻസ്മിഷൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലിക്വിഡ് എക്സോർട്ട് ചെയ്യുന്ന പ്രഷർ എല്ലാ സ്ഥലത്തും സെയിം എന്നല്ല. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് ഈ സിസ്റ്റത്തിന് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് എക്സ്റ്റേണൽ പ്രഷർ ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് അറ്റ് എവറി പോയിന്റ്സ് ഓഫ് ദി ലിക്വിഡ് ആൻഡ് സർഫസ് ഓഫ് ദി കണ്ടെയ്നർ. അപ്പോൾ അതാണ് പാസ്കൽസ് ലോ. ഈ പാസ്കൽസ് ലോ നമ്മൾ പല ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രിൻസിപ്പിളൊക്കെ നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ നമുക്കറിയാം, ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് വലിയ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷനാണ് നമുക്ക് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വരുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ ട്യൂബുണ്ട്, അതൊരു പിസ്റ്റൺ വെച്ച് ക്ലോസ് ചെയ്തു, അതിൻ്റെ ഏരിയ സ്മോള്. അവിടെ നമ്മളൊരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്തു. ഇവിടെ ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ട്യൂബ് ക്യാപിറ്റൽ എ. ആ ക്യാപിറ്റൽ എ ട്യൂബിൽ കിട്ടുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫ്. ഇത് രണ്ടും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണെങ്കിൽ പാസ്കൽസ് ലോ പറയുന്നത് ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് എഫ് ക്രോസ് സെക്ഷണൽ ഏരിയ എ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മൂലമുള്ള പ്രഷർ എന്ന് പറയുന്നത് സ്മോൾ എഫ് ബൈ എ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ലാർജ് പിസ്റ്റണിൽ കിട്ടുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആണ്, ഏരിയ ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രഷർ ക്യാപിറ്റൽ എഫ് ബൈ എ ആണ്. പാസ്കൽസ് ലോ അനുസരിച്ച് ഇത് രണ്ടും ഈക്വല. ഇവിടെ കൊടുക്കുന്ന പ്രഷർ എഫ് ബൈ എ അത് തന്നെയാണ് ഇവിടെ ക്യാപിറ്റൽ എഫ് ബൈ എ ആയിട്ട് വരുന്നത്. അപ്പോൾ സ്മോൾ എഫ് ബൈ എ ഈസ് ഈക്വൽ ക്യാപിറ്റൽ എഫ് ബൈ എ, ഓർ ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ ഇൻറ്റു എഫ്. നമുക്ക് റേഡിയസ് ആണ് തരുന്നതെങ്കിൽ ഏരിയയ്ക്ക് പകരം പൈ ആർ സ്ക്വയർ കൊടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ഹോൾ സ്ക്വയറിൻ്റെ എഫ് വരും. ക്യാപിറ്റൽ ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി ലാർജ് ട്യൂബ് ആൻഡ് സ്മോൾ ആർ ഈസ് റേഡിയസ് ഓഫ് ദി സ്മോൾ ട്യൂബ്. അപ്പോൾ ഏരിയയ്ക്ക് പകരം പൈ ആർ സ്ക്വയർ കൊടുത്തു, പൈ ക്യാൻസലായി പോകും. അപ്പം ആർ ബൈ ആർ ഹോൾ സ്ക്വയറിൻ്റെ എഫ് വരും. ഇപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ക്യാപിറ്റൽ എഫ് ബൈ സ്മോൾ എഫ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ വരും. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്, ഇവിടെ ഈ ലാർജ് പിസ്റ്റണിലൊരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് കിട്ടി, അത് ഉപയോഗിച്ചുകൂടെ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു വെയിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഈ ഡബ്ല്യു താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന പ്രഷർ ഫോഴ്സ് മുകളിലേക്ക് കിട്ടും. അപ്പോൾ ഡബ്ല്യു എഫിന് ഈക്വൽ ആണെങ്കിൽ അത് ബാലൻസ്ഡ് ആയിരിക്കും. ഈ ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് ആണ്. നമുക്ക് എന്തുമാത്രം വെയിറ്റ് അവിടെ ലിഫ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ ക്യാപിറ്റൽ എഫിന് ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് അവിടെ ലിഫ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പം ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും. അത്രേ ഉള്ളൂ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ എഫ് അല്ലെങ്കിൽ ഡബ്ല്യു വെയിറ്റിന് അവിടെ ലിഫ്റ്റ് ചെയ്ത് നിർത്തി. എത്ര വെയിറ്റ് ആണോ അവിടെ ലിഫ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നത് അതിനെ നമ്മൾ ജനറലി ലോഡെന്ന് വിളിക്കും. അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഫോഴ്സ് ഇവിടെ കൊടുത്തോ അതിനെ എഫർട്ട് എന്ന് വിളിക്കും. അപ്പോൾ ക്യാപിറ്റൽ എഫിനെ നമ്മളിവിടെ ലോഡെന്ന് എടുക്കാം. എഫ് അപ്ലൈഡ് ഫോഴ്സ് ആണെങ്കിൽ അതിനെ എഫർട്ട് എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ. ഈ റേഷ്യോയിനെ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ എടുത്താണ്. അങ്ങനെ വിളിക്കാൻ കാരണം ക്യാപിറ്റൽ എ ബൈ എ 10 ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ 10 ടൈംസ് ഉള്ള വെയിറ്റ് അവിടെ ലിഫ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പാസ്കൽസ് ലോ അതിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ്, ഈ യൂട്യൂബിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് അതിൻ്റെ കണ്ടീഷൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് വൺ ലിംബ് ഓഫ് എ യൂട്യൂബ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദി അതർ.
Both limbs contains mercury at the same level. Water is poured in the wider limb so that mercury level in it goes down by 1 centimeter. The height of the water column is, density of water is 10⁻³ kilogram per meter cube and density of mercury is 13.6 into 10⁻³ kilogram per meter cube. അപ്പോൾ ഞാൻ അതിൻ്റെ സിറ്റുവേഷൻ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇവിടെ 2 ട്യൂബുകളുണ്ട്. ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് 1 ട്യൂബ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദി അതർ. ഇവിടെ ഏരിയ എ ആണെങ്കിൽ ഇവിടെ 2 ഏരിയ 2A വരും. ഇവിടെ ആദ്യം നമുക്ക് ട്യൂബിനകത്ത് മെർക്കുറി മാത്രമേ ഉള്ളൂ. മെർക്കുറി മാത്രമേ ഉള്ളെങ്കിൽ 2 ട്യൂബിലും ലിക്വിഡിൻ്റെ ലെവൽ സെയിം ആയിരിക്കും. രണ്ടാമത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമ്മൾ ഒരു ട്യൂബിൽ മെർക്കുറി ഒഴിച്ചു, എവിടെയാണ് വാട്ടർ ഒഴിച്ചു. വാട്ടർ ഈസ് poured in the wider limb so that mercury level in it goes down by 1 centimeter. നമ്മൾ ഈ ലാർജ് ട്യൂബിൽ ലിക്വിഡ് ഒഴിച്ചു, അത് വാട്ടറാണ്. വാട്ടർ ഒഴിച്ചപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെർക്കുറി ലെവൽ വൈഡർ ട്യൂബിൽ 1 സെൻറ്റിമീറ്റർ താഴേക്ക് താന്നു. ഇവിടെ 1 സെൻറ്റിമീറ്റർ താഴേക്ക് താന്നു. അപ്പോൾ ഇവിടെ മുകളിൽ ബാക്കി നമുക്ക് വാട്ടറാണ്. ഈ വാട്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. പറഞ്ഞിരിക്കുന്ന വൈഡർ ട്യൂബിൽ നമ്മൾ വാട്ടർ ഒഴിച്ചു. വാട്ടർ ഒഴിക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെർക്കുറി ലെവൽ 1 സെൻറ്റിമീറ്റർ താഴേക്ക് താന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓട്ടോമാറ്റിക്കലി ലിക്വിഡിൻ്റെ ലെവൽ മെർക്കുറിയുടെ ലെവൽ മുകളിലേക്ക് റൈസ് ചെയ്യും. ഇവിടെ എത്ര ഹൈറ്റ് മെർക്കുറി മുകളിലേക്ക് റൈസ് ചെയ്തു അത് y എന്ന് വിചാരിച്ചാൽ y കണ്ടുപിടിക്കാം. അതിന് നമുക്കറിയാം ഇവിടെ ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര വോളിയം ഓഫ് മെർക്കുറി താഴേക്ക് വന്നോ അത്രയും വോളിയം ഇവിടെ മുകളിലേക്ക് വരും. അപ്പോൾ ആ വൈയുടെ വാല്യൂ എത്രയാണെന്ന് പറയാമോ? അതായത് നമ്മൾ ആ സ്മോൾ ട്യൂബിൽ എത്ര ലിക്വിഡ് മുകളിലേക്ക് റൈസ് ചെയ്യും പറയാമോ? വൈഡർ ട്യൂബിൽ മെർക്കുറി 1 സെൻറ്റിമീറ്റർ താഴേക്ക് താന്നു. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി സ്മോൾ ട്യൂബ് ഹാഫ് ഓഫ് ദി ലാർജ് ട്യൂബാണ്. അപ്പോൾ സ്മോൾ ട്യൂബിൽ ഡിസ്റ്റൻസിൽ 1 സെൻറ്റിമീറ്റർ ലിക്വിഡ് താഴേക്ക് വരുമ്പം വൈഡർ ട്യൂബിൽ ലിക്വിഡ് എത്ര സെൻറ്റിമീറ്റർ മുകളിലേക്ക് റൈസ് ചെയ്യും? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഈസി അല്ലേ? നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം എത്ര വോളിയം ഓഫ് മെർക്കുറി ഒരു ട്യൂബിൽ താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്തോ അത്രയും വോളിയം ഓഫ് മെർക്കുറി അടുത്ത ട്യൂബിൽ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. അതാണ് പ്രിൻസിപ്പിൾ. വൈഡർ ട്യൂബിൽ എത്ര വോളിയം ഓഫ് ലിക്വിഡ് താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്തോ അത്രയും വോളിയം സ്മോൾ ട്യൂബിൽ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പം വോളിയം ഡിസ്പ്ലേസ്ഡ് 2 കേസിലും സെയിം ആയിരിക്കും. 2 ട്യൂബിലും വോളിയം ഡിസ്പ്ലേസ്ഡ് ഷുഡ് ബി സെയിം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലാർജ് ട്യൂബിൻ്റെ ഏരിയ 2A ആണ്, ഇവിടെ ഏരിയ A ആണ്. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ താഴേക്ക് താഴുമ്പോൾ താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വോളിയം 2A × 1 അല്ലേ? വോളിയം കാണാൻ ഏരിയ ഇൻറ്റു ഹൈറ്റ് എടുക്കണം. 1 സെൻറ്റിമീറ്റർ താഴേക്ക് താന്നു, ഏരിയ 2A ആണ്, അപ്പോൾ 2A × 1. ഇവിടെ y ഹൈറ്റ് മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്താൽ ഏരിയ A × y വരും. അപ്പോൾ y = 2 സെൻറ്റിമീറ്റർ വരും. അപ്പം മുകളിലേക്ക് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് മുകളിലേക്ക് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1 സെൻറ്റിമീറ്റർ താഴേക്ക് താഴുമ്പം ഇവിടെ 2 സെൻറ്റിമീറ്റർ താഴേക്ക് താഴും, മുകളിലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദി വാട്ടർ കോളം കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദി വാട്ടർ കോളം ഇവിടെ h എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി നമ്മൾ പാസ്കൽസ് ലോ ഉപയോഗിക്കണം. പാസ്കൽസ് ലോ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കണം, സെയിം ലിക്വിഡിൽ സെയിം ലെവലിൽ നമുക്ക് പ്രഷർ ഇക്വേറ്റ് ചെയ്യാം. എല്ലായിടത്തും പ്രഷർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ കേട്ടോ. അപ്പോൾ അതിനോട് ഇവിടെ നമ്മൾ A എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു, അതേ ലെവലിൽ മെർക്കുറിയിൽ അടുത്ത പോയിന്റ് B എടുത്തു. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ A എന്ന് പറഞ്ഞ പോയിന്റ് ജസ്റ്റ് ഇൻ്റർഫേസിൽ മെർക്കുറിയുടെ ഇൻസൈഡിൽ എടുക്കണം. അതേ ഹൊറിസോണ്ടൽ ലെവലിൽ മെർക്കുറിയിലെ പോയിന്റ് ആണ് B. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ പ്രഷർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ കേട്ടോ. അതായത് ഇനിഷ്യൽ ഹൊറിസോണ്ടൽ ലെവൽ സെയിം ആയിരുന്നു ലിക്വിഡിൽ. അവിടെ നമുക്ക് ഇവിടെ 2 ലിക്വിഡുകളാണ് ഇപ്പോൾ അവിടെ. അതുകൊണ്ട് ഇവിടെയും പ്രഷർ ഇക്വേറ്റ് ചെയ്താൽ ആൻസർ തെറ്റിപ്പോവും. സെയിം ലിക്വിഡിൽ സെയിം ഹൈറ്റിൽ പ്രഷർ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരത്തെ കമ്പയർ ചെയ്ത് 2 സെൻറ്റിമീറ്റർ നോക്കി ഇപ്പോഴാണ് വരുന്നത്. നിങ്ങൾ ചെറിയ ലാഗ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷർ അറ്റ് എയും പ്രഷർ അറ്റ് ബിയും ഇക്വേറ്റ് ചെയ്യാം. പ്രഷർ അറ്റ് എ എടുക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ P0 പ്ലസ് H ആയിട്ടുള്ള വാട്ടർ ഉണ്ട്. അപ്പോൾ H × ρW × G എന്ന് എടുക്കും.
പ്രഷർ അറ്റ് ബി എടുക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട് P0 പ്ലസ്. ഇവിടെ നോക്കിയാൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ, y എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. ഇവിടെ 1 സെൻറ്റിമീറ്റർ താന്നപ്പം ഇവിടെ 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് റൈസ് ചെയ്തു. അപ്പോൾ ബിക്ക് മുകളിൽ ലിക്വിഡ് അല്ലെങ്കിൽ മെർക്കുറിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2+1 3 അപ്പോൾ 3 ഇൻറ്റു മെർക്കുറി ഡെൻസിറ്റി ഇൻറ്റു ജി വരും. ഇവിടെ ആൻസർ സെൻറ്റിമീറ്ററിലാണോ, അവിടെ 3 അതേപോലെ തന്നെ ഇട്ടാൽ മതി. മനസ്സിലായല്ലോ? ഇവിടെ എയുടെ സെയിം ഹൊറിസോണ്ടൽ ബി എടുത്തു. ഇത് 1 സെൻറ്റിമീറ്റർ ആകുമ്പം ഇവിടുന്ന് ബിയിലേക്ക് 1 സെൻറ്റിമീറ്റർ ആണ്, മുകളിൽ അഡീഷണൽ 2 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ബിക്ക് മുകളിൽ ടോട്ടൽ ലെവൽ ഹൈറ്റ് ഓഫ് ദി മെർക്കുറി എന്ന് പറഞ്ഞാൽ 3 ആണ്. P0 അറ്റ്മോസ്ഫിയറിക് പ്രഷർ കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോകും. അപ്പോൾ ജി കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോകും. അപ്പോൾ എച്ച് ഇൻറ്റു റോ ഡബ്ല്യു നമുക്ക് 1 എന്ന് എടുക്കാം. ദാറ്റ്സ് 3 ഇൻറ്റു മെർക്കുറിയുടെ ഡെൻസിറ്റി CG സിസ്റ്റത്തിൽ എടുത്താൽ മതി 13.6. അവിടെ നമ്മൾ 1 ആണ് എടുത്തത്, അപ്പോൾ അവിടെ 13.6 വരും. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 13.6 എന്നാണ് വരുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടുന്നത്? 3 ആണ് വരുന്നത്, 40.8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഡിഫറെൻറ്റ് ലിക്വിഡ്സിൽ സെയിം ഹൈറ്റിൽ പ്രഷർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെയിം ഹൈറ്റിൽ സെയിം ലെവലിൽ നമുക്ക് പ്രഷർ സെയിം ലിക്വിഡിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പാസ്കൽസിലോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പറയുന്നില്ല, പക്ഷേ നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനൊക്കെ എടുക്കുമ്പോൾ അതിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേറെ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളൊക്കെ ഓർമ്മ വരുമ്പം ആർക്കിമിഡീസ് കുളിക്കാൻ പോയ കാര്യമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അല്ലേ? ആർക്കിമിഡീസ് കുളിക്കാൻ പോയത് കൊണ്ടാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിക്കേണ്ടി വന്നതെന്നൊക്കെ നമുക്കറിയാം ഇല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ആർക്കിമിഡീസിനോട് രാജാവ് കിരീടത്തിൽ സ്വർണ്ണമാണോ അതോ വേറെ എന്തെങ്കിലും മായം ഉണ്ടോ എന്ന് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ സമയത്താണ് ആർക്കിമിഡീസ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കുളിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ എന്തുമായിരുന്നു? ഇപ്പം എങ്ങനെ ഈ രാജാവ് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കാം അതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെല്ലായ്പ്പോഴും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കുളിക്കാൻ കയറിയപ്പോഴും മനസ്സിൽ അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുളിക്കാൻ പോയ സമയത്ത് ബാത്ത് ടപ്പിൽ ആർക്കിമിഡീസ് ഇറങ്ങിയപ്പോൾ കുറച്ച് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തു. ആ പ്രിൻസിപ്പിളിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാം എന്നൊരു ഐഡിയ ഒക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളും പഠിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം എന്തുവാ, നമുക്ക് നീറ്റ് എഴുതി പാസ്സാകുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിൽ എക്സാം കഴിയുന്നത് വരെയെങ്കിലും നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ചിന്ത എന്തുമായിരിക്കണം, നമുക്ക് എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാം അതിനെക്കുറിച്ചായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ഇനി എക്സാം കഴിയുന്നത് വരെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കാനൊക്കെ സഹായിക്കും അല്ലേ? അപ്പോൾ ഇനി നമുക്കൊരു ആർക്കിമിഡീസ് മനസ്സിലാക്കിയത്, വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറേ വാട്ടർ അവിടെ ഡിസ്പ്ലേസ് ചെയ്തു. വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് വെള്ളത്തിൽ കയറുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുന്നതായിട്ടൊക്കെ തോന്നിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണും. അതിൽ നിന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്ന ഇത്രേ ഉള്ളൂ, ഏതോ ഒബ്ജക്റ്റ് ഒരു ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്താലും, അത് പാർഷ്യലി ആണെങ്കിലും കംപ്ലീറ്റ്ലി ആണെങ്കിലും, ആ ലിക്വിഡ് ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെ നമ്മൾ അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ബോയിൻറ്റ് ഫോഴ്സ് എന്ന് വിളിക്കും. ആ ബോയിൻറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ഒബ്ജക്റ്റ്. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വരുന്നത്. വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ഒബ്ജക്റ്റ് ആണ് അപ്ത്രസ്റ്റ്. അപ്ത്രസ്റ്റ് ഓർ ബോയിൻറ്റ് ഫോഴ്സ് FB എന്ന് വിചാരിച്ചാൽ വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. അത് കാണാൻ വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഇൻറ്റു G എന്നെടുക്കാം. VL എന്ന് പറയുന്നത് വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. റോയൽ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇതാണ് നമുക്ക് അപ്ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, VL എന്ന് പറയുന്നത് വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, അത് ഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ വോളിയമായിട്ട് ബന്ധമൊന്നുമില്ല. ലിക്വിഡ് എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്ത ആ വോളിയമാണ് VL വരുന്നത്. ഇനി നമുക്കറിയാം ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആണെങ്കിൽ മാത്രം വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഒബ്ജക്റ്റിൻ്റെ വോളിയമാണ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ എത്ര വോളിയം ലിക്വിഡിനകത്തുണ്ടോ അതായിരിക്കും വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അപ്ത്രസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. അപ്ത്രസ്റ്റ് വരുന്ന സമയത്ത് നോർമൽ ഫോഴ്സുകളുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഈ ബോയിൻറ്റ് ഫോഴ്സും കൂടെ കൺസിഡർ ചെയ്യണം. അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് വലിയ ലെങ്തി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും ചോദിക്കാറില്ല. ഒന്നൊരു ഒബ്ജക്റ്റ് ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിലുള്ള കണ്ടീഷൻ, അത് വെച്ചിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പറയുന്നുള്ളൂ. ഒരു ഒബ്ജക്റ്റ് ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു.
അപ്പോൾ അതോടെ പാർഷ്യൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടാണ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പം ഇത് റെസ്റ്റിലാണ്. ഇതിൽ 2 ഫോഴ്സുകളുണ്ട്. ഇതിൽ ആ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും, അപ്ത്രസ്റ്റ് FB മുകളിലോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ നമുക്കറിയാം വെയിറ്റും അപ്ത്രസ്റ്റും ഈക്വൽ ആയിരിക്കണം അല്ലേ. mg ഷുഡ് ബി ഈക്വൽ ടു അപ്ത്രസ്റ്റ്. നമുക്കറിയാം mg എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ mg അതേപോലെ തന്നെ നിൽക്കട്ടെ, നമുക്ക് mg ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ജി, ഈ ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി ഒരു റോ ഒ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VL വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി. ജി ക്യാൻസലായി പോകും. അപ്പോൾ വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് m/ρ അല്ല. അപ്പോൾ എത്ര വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ചെയ്യുന്നു വെച്ചാൽ മാസ് ബൈ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഇനി നമുക്കറിയാം ഒബ്ജക്റ്റിൻ്റെ വോളിയം ഇൻസൈഡ് ദ ലിക്വിഡ് VI, വോളിയം ഓഫ് ഇമ്മേഴ്സ്ഡ് പോർഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് VI ആണെങ്കിൽ ഈ VL എന്ന് പറയുന്നത് VIക്ക് ഈക്വൽ ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ എത്ര വോളിയം ലിക്വിഡിനകത്തുണ്ടോ അത്രയാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ VLന് പകരം നമുക്ക് VI കൊടുക്കാം, ദാറ്റ് ഈസ് m/ρl. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ഓർത്തിരുന്നോണം. ഇനി എമ്മിന് പകരം ടോട്ടൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് V, ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് O, അപ്പോൾ എമ്മിന് പകരം V/ρ കൊടുക്കാം. അപ്പോൾ വോളിയം ഇമ്മേഴ്സ്ഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഓർ നമുക്ക് നേരെ തിരിച്ച് VI/V എടുക്കുവാണെങ്കിൽ ρ/ρl. VI/V എന്തുവാ, വോളിയം ഇമ്മേഴ്സ്ഡ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് വോളിയം ഇമ്മേഴ്സ്ഡ് ലിക്വിഡ് എന്ന് പറയും. VI/V ഈസ് ഈക്വൽ ടു ρ/ρl. അപ്പോൾ നോക്കി ആ ഫ്രാക്ഷൻ ഓഫ് വോളിയം ഇമ്മേഴ്സ്ഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അത് ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റിനെയും ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. എന്നുള്ളത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറിയാലും ഫ്രാക്ഷൻ ഓഫ് വോളിയം ഇമ്മേഴ്സിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതാണ് ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ ബേസിക്കലി ഉള്ള കണ്ടീഷൻ. ഇനി നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡിനെക്കാട്ടിലും കുറവായിരിക്കണം. തിരിച്ച് ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റും ഡെൻസിറ്റി ഓഫ് ലിക്വിഡും ഈക്വൽ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ഇമ്മേഴ്സ്ഡ് ആയിട്ട് ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പക്ഷേ ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ലിക്വിഡിലും കൂടുതലാണെങ്കിൽ അത് സിങ്ക് ചെയ്ത് പോകും. കാരണം അപ്ത്രസ്റ്റിന് വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് സിങ്ക് ചെയ്ത് പോകും. അപ്പോൾ അതാണ് അവിടെ ജനറലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ഞാൻ എൻ്റെ ഈ പറയുന്ന കാര്യത്തിന് ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമുക്ക് അഥവാ വരുവാണെങ്കിൽ ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ലിക്വിഡ് വെൻ ദി ഐസ് ഫ്ലോട്ട്സ് ഇൻ ഇറ്റ്സ് മെൽറ്റ്. ഇപ്പോൾ ഐസ് ഒരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു, ഐസ് മെൽറ്റ് ചെയ്യുന്നു. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ ആ കണ്ടെയ്നറിലുള്ള ലിക്വിഡ് പ്ലസ് വാട്ടറിൻ്റെ ലെവലിൻ്റെ ചേഞ്ച് എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് റോയിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ρW. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെങ്കിൽ ലെവൽ ഓഫ് ലിക്വിഡ് ഇൻ ദി കണ്ടെയ്നർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഐസ് ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോയിലും വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാം. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ലെവൽ ഓഫ് ദി ലിക്വിഡ് പ്ലസ് വാട്ടർ ഇൻ ദി കണ്ടെയ്നർ ആദ്യം ഉള്ളതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. റോയലിന് ഈസ് ലെസ് ദാൻ ρW ആണെങ്കിൽ ലെവൽ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെങ്കിൽ ലെവൽ കുറയും. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസിക്കലോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെങ്കിൽ ടോട്ടൽ ലെവൽ റീമെയിൻസ് സെയിം ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐസ് വെള്ളത്തിൽ കിടക്കുന്നു, ഐസ് മെൽറ്റ് ചെയ്യുന്നു, ടോട്ടൽ വാട്ടറിൻ്റെ ലെവലിൽ മാറ്റമൊന്നുമില്ല. ഐസ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ലെവലിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതാണ് നമ്മൾ ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ലിക്വിഡ് വെൻ ദി ഐസ് ഫ്ലോട്ട്സ് ഇൻ ഇറ്റ്സ് മെൽറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. അപ്പോൾ ഐസ് വെള്ളത്തിൽ കിടക്കുന്നു, മെൽറ്റ് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്യുമ്പോൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വ്യത്യാസമൊന്നുമില്ല, ശ്രദ്ധിച്ചോളൂ. അവിടെ നമുക്ക് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിസ്കോസിറ്റിയാണ്. കാരണം വിസ്കോസിറ്റി വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ നമുക്ക് പല വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ വിസ്കോസിറ്റിയിൽ ആ പടം 1-2 സിറ്റുവേഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദി ലിക്വിഡിൻ്റെ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്ത് അവിടെ വരുന്ന ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ആ വിസ്കസ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ വിസ്കോസിറ്റി ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രത്യേകത. വിസ്കോസിറ്റിയുടെ പ്രത്യേകത എത്രയുള്ളത്? ഫോഴ്സ് വിച്ച് ഓപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ലിക്വിഡ്. നമ്മൾ സോളിഡിൽ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോളിഡ്സിനെ ഓപ്പോസ് ചെയ്തിട്ട് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. അപ്പോൾ ആ ഫ്രിക്ഷന് പകരമാണ് നമുക്കവിടെ വിസ്കോസിറ്റി വരുന്നത്. നമുക്ക് ആദ്യം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസ് ഫോഴ്സ് ആണ് നമുക്ക് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനായിട്ട് ജനറലി പഠിക്കാനുള്ളത്. അതായത് ഒരു സർഫസിൽ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ആ സർഫസ് റെസ്റ്റിലാണെന്ന് വിചാരിച്ചു. നമുക്കറിയാം ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് പല ലെയേഴ്സ് ഓഫ് ലിക്വിഡിന് ജനറലി വെലോസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. യൂഷ്വലി സർഫസ് റെസ്റ്റിലാണെങ്കിൽ ലോവർ ലെയറിൻ്റെ വെലോസിറ്റി നമ്മൾ 0 എന്ന് എടുക്കും. ഈ മുകളിലോട്ട് പോകുന്നതോറും വെലോസിറ്റി കൂടും. ഈ ടോപ്പ് മോസ്റ്റ് ലെയറിനാണ് വെലോസിറ്റി ഏറ്റവും മാക്സിമം എടുക്കുന്നത്. നോർമൽ സിറ്റുവേഷനിലെ കാര്യമാണ് പറയുന്നത്, എല്ലായ്പ്പോഴും അങ്ങനെ വരണമെന്നില്ല, നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലെയറിൻ്റെ വെലോസിറ്റി വി, മുകളിലൊരു ലെയർ എടുത്ത് വെലോസിറ്റി വി പ്ലസ് ഡി വി. ആ രണ്ട് ലെയേഴ്സുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഡി വൈ. നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദി ലിക്വിഡ് എടുത്തു. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഹൈറ്റ് ഡി വൈ. ലോവർ ലെയറിൻ്റെ വെലോസിറ്റി വി, മുകളിലത്തെ വി പ്ലസ് ഡി വി. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് സെപ്പറേഷൻ ഡി വി ബൈ ഡി വൈ. അപ്പോൾ അതിനെ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കും. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് സെപ്പറേഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ വെലോസിറ്റി ഗ്രേഡിയൻ്റ് നമുക്കറിയാം. ഈ രണ്ട് ഡിഫറെൻറ്റ് ലിക്വിഡ് ലെയേഴ്സുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ നമുക്കറിയാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരു ലിക്വിഡ് ഫ്ലോ ആണ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ആണെന്ന് വിചാരിക്കും. ഇത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദി ലിക്വിഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ആ ലിക്വിഡ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ഫ്ലോ അല്ല എടുക്കണ്ടേ, നമ്മൾ ഈ പല ലിക്വിഡ് ലെയേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർ കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ എടുക്കണം. അപ്പോൾ ഇതൊരു ലിക്വിഡ് ലെയർ, ഇത് വേറൊരു ലിക്വിഡ് ലെയർ, അവിടെ കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ എടുക്കണം. അപ്പോൾ ആ കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ ആണെങ്കിൽ വിസ്കസ് ഫോഴ്സ് ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ഈറ്റ എ ഇൻറ്റു ഡി വി ബൈ ഡി വൈ. ഇതാണ് വിസ്കസ് ഫോഴ്സിൻ്റെ ന്യൂട്ടൺസ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻ. എ ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ലിക്വിഡ് ലെയേഴ്സ്, ഡി വി ബൈ ഡി വൈ ഇസ് വെലോസിറ്റി ഗ്രേഡിയൻ, ഈറ്റ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദി ലിക്വിഡ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമുക്കറിയാം. അതാണ് വിസ്കസ് ഫോഴ്സിൻ്റെ ന്യൂട്ടൺസ് ലോയുടെ ഇക്വേഷൻ. നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് വിസ്കസ് ഫോഴ്സ് ഓപ്പോസസ് ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദി ലിക്വിഡ് എന്ന്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഈ വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോ എടുക്കുമ്പോൾ റെസ്റ്റിലുള്ള സർഫസിൽ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ലോവസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നില്ല, അപ്പോൾ 0 എന്ന് എടുത്താൽ മതി. ടോപ്പ് മോസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റി വി തന്നിട്ടുണ്ട്. ഈ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് ഫ്ലോ തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഡി വി ബൈ ഡി വൈക്ക് പകരം ഡെൽറ്റ വി ബൈ ഡെൽറ്റ വൈ, അത് യൂണിഫോം ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഡെൽറ്റ വി എടുക്കുമ്പോൾ ഇവിടെ വെലോസിറ്റി വി, ഇവിടെ 0, വെലോസിറ്റി ഗ്രേഡിയൻ്റ് വി മൈനസ് 0. ഡെൽറ്റ വൈക്ക് പകരം ഈ ഹൈറ്റ് ഡിഫറൻസ് എച്ച് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഗ്രേഡിയൻ്റ് വി ബൈ എച്ച് എന്ന് വരും. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഈറ്റ എ ഇൻറ്റു വി ബൈ എച്ച് എന്ന് വരും. ഇതാണ് വിസ്കസ് ഫോഴ്സിൻ്റെ ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വിസ്കസ് ഫോഴ്സ് ന്യൂട്ടൺസ് ലോയുടെ ഇക്വേഷൻ. ഇതാണ് ജനറലി ലിക്വിഡ് ഫ്ലോയിലെ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അടുത്ത നമുക്ക് യൂണിറ്റ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമുക്കറിയായിരിക്കും. എസ് ഐ സിസ്റ്റത്തിൽ പാസ്കൽ സെക്കൻഡ് ആണ്, അതിനെ പോയിസലി എന്ന് വിളിക്കും. സി ജി എസ് എസിൽ 1 പോയിസയാണ്. അപ്പോൾ നമ്മൾ റിലേഷൻ 1 പോയിസൽ ഈസ് 10 പോയിസ ഓർ ഡെക്കാ പോയിസ്. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, മാറിപ്പോയിക്കരുത്. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനായിട്ട് പഠിക്കാനുള്ളത്, ഒരു വിസ്കസ് ലിക്വിഡിൽ കൂടെ ഒരു സ്പെറിക്കൽ മാസ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സാണ്. ഈ ലിക്വിഡിൽ കൂടെ സ്പിയറിൻ്റെ വെലോസിറ്റി വി, ഇതിൻ്റെ റേഡിയസ് നമുക്ക് R എന്നെടുക്കാം. R റേഡിയസ് ഉള്ള ഒരു സ്പിയർ, ആ ലിക്വിഡിന് വിത്ത് റെസ്പെക്ട് ടു സ്പിയറിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി വി ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്സ് ഫോർമുല അനുസരിച്ച് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി. വിസ്കസ് ഫോഴ്സിൻ്റെ പ്രത്യേകം നമുക്കറിയാം, വെലോസിറ്റി ഓഫ് സ്പിയർ വിത്ത് റെസ്പെക്ട് ടു ലിക്വിഡ് താഴേക്കാണെങ്കിൽ വിസ്കസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും. ഇറ്റ് ഓപ്പോസസ് ദി റിലേറ്റീവ് മോഷനാണ്. അപ്പോൾ ഇതാണ് വിസ്കസ് ഫോഴ്സിൻ്റെ ഇവിടുത്തെ ഇക്വേഷൻ. അപ്പം ഇത് ജനറൽ ഇക്വേഷൻ അല്ല, ഒരു സ്പെറിക്കൽ മാസ് വിസ്കസ് ലിക്വിഡിൽ കൂടെ മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി. അപ്പോൾ അതാണ് സ്റ്റോക്സ് ഫോർമുല.
ഈ സ്റ്റോക്സ് ഫോർമുലയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് മോഷൻ ഓഫ് എ വിസ്കസ് സ്പെറിക്കൽ മാസ് ത്രൂ എ വിസ്കസ് ലിക്വിഡിൻ്റെ പ്രത്യേകത പഠിക്കാനുണ്ട്. അത് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അപ്പോൾ അതുകൂടെയാണ് നമുക്ക് വിസ്കോസിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. വിസ്കോസിറ്റിയിൽ അപ്പം മനസ്സിലായി കാണും, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് ഒരു സ്പെറിക്കൽ മാസ് എടുത്തു, അതിനെ ലിക്വിഡ് സർഫസിൽ നിന്ന് റിലീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0. നമുക്കറിയാം അതിൽ വെയിറ്റ് താഴോട്ടുണ്ട്, അപ്ത്രസ്റ്റ് മുകളിലോട്ടുണ്ട്. ഇവിടെ ഡെൻസിറ്റി ഓഫ് ദി സ്പിയർ റോയസ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് റോയൽ എന്ന് വിചാരിച്ചു. അപ്പോൾ വെയിറ്റ് അപ്ത്രസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ അത് താഴേക്ക് മൂവ് ചെയ്യും. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ നമുക്കറിയാം ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എടുക്കുമ്പം mg താഴോട്ടുണ്ട്, അപ്ത്രസ്റ്റ് മുകളിലോട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി താഴേക്കായതുകൊണ്ട് വിസ്കസ് ഫോഴ്സ് മുകളിലേക്കാണ്. അപ്പോൾ അപ്ത്രസ്റ്റ് FB പ്ലസ് FV മുകളിലേക്ക്. അപ്പോൾ mg താഴേക്ക്, വെലോസിറ്റി താഴേക്കായതുകൊണ്ട് വിസ്കസ് ഫോഴ്സ് മുകളിലേക്ക്. വെലോസിറ്റി മുകളിലോട്ടായിരുന്നെങ്കിൽ വിസ്കസ് ഫോഴ്സ് താഴോട്ട് വന്നതിനെ ശ്രദ്ധിച്ചോണം. പിന്നെ അപ്ത്രസ്റ്റ് മുകളിലേക്ക്. ഇപ്പോൾ ആദ്യം നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി 0യിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ വിസ്കസ് ഫോഴ്സ് ഇല്ല, mg അപ്ത്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ mg ഗ്രേറ്റർ ദാൻ FB ആണ്, താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യും. അതാണ് ആദ്യം സംഭവിക്കുന്നത്. അതിനുശേഷം വെലോസിറ്റി കൂടി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരുമ്പം FB പ്ലസ് FV mgക്ക് ഈക്വൽ ആവും. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആകും. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിനെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ആക്സലറേറ്റഡ് മോഷനാണ് താഴേക്ക് വരുമ്പം. ഈ വിസ്കസ് ഫോഴ്സ് കൂടുന്നതോടെ നെറ്റ് ഫോഴ്സ് ആദ്യം കുറയുവാണ്. അപ്പോൾ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല, ആക്സലേഷൻ നോൺ യൂണിഫോം ആണ്. ആദ്യം ആക്സലറേഷൻ്റെ വാല്യൂ കുറയുവാണ്, കുറഞ്ഞിട്ട് ആക്സലേഷൻ 0 ആയിട്ട് കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിൽ വരും. നമ്മളത് കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം കണ്ടീഷനാണ് എഴുതാൻ പോകുന്നത്. അറ്റ് ടെർമിനൽ വെലോസിറ്റി നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ mg ഈസ് ഈക്വൽ ടു FB പ്ലസ് FV വരും. അപ്പോൾ നമുക്ക് FV ഈസ് ഈക്വൽ ടു mg മൈനസ് FB. നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സ്പിയർ ടെർമിനൽ വെലോസിറ്റിയിൽ പോകുമ്പോൾ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് mg മൈനസ് FB എന്ന് എഴുതാം. FB എടുക്കുമ്പം വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു G. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്പിയർ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ലിക്വിഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് V എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ വോളിയം തന്നെയാണ്. അപ്പോൾ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വിക്ക് പകരം മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ബൈ ഡെൻസിറ്റി ഓഫ് ദി സ്പിയർ കൊടുക്കാം. കാരണം എന്തുവാ, ഈ ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ലിക്വിഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് തന്നെയാണ് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ വിക്ക് പകരം m/ρs എന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ FV ഈസ് ഈക്വൽ ടു mg ഇൻറ്റു 1 മൈനസ് ρl/ρs. നമ്മളവിടെ പ്രീവിയസ് ഒരു ക്വസ്റ്റനൊക്കെ നിങ്ങൾ നോക്കിയാൽ ഈ ഇക്വേഷൻ ചോദിച്ചത് കാണാൻ പറ്റും. വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനായിട്ട് ടെർമിനൽ വെലോസിറ്റിയാണ് ചോദ്യം. അപ്പോൾ mg ഇൻറ്റു 1 മൈനസ് ρl/ρs. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വിസ്കസ് ഫോഴ്സ് മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. മാസ് ഡബിൾ ആക്കിയാൽ വിസ്കസ് ഫോഴ്സ് ഡബിൾ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ഉണ്ട്, നോക്കിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വോളിയത്തിലോട്ടൊക്കെ മാറ്റാം കേട്ടോ. വോളിയത്തിലോട്ട് മാറ്റാൻ മാസിന് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി കൊടുത്താൽ മതി. അപ്പോൾ VG ഇൻറ്റു ρs മൈനസ് ρl വരും. അവിടെ V വോളിയമാണ്, വെലോസിറ്റി അല്ല കേട്ടോ. ഇവിടെ V വോളിയം ഓഫ് ദി സ്പിയർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വിസ്കസ് ഫോഴ്സ് ഇങ്ങനെ വരും. ഇനി അടുത്ത പോസിബിലിറ്റി, ടെർമിനൽ വെലോസിറ്റി തരുവാണെങ്കിൽ ടെർമിനൽ വെലോസിറ്റി വിസ്കസ് ഫോഴ്സ് കാണാൻ 6π∗r/vt എന്ന് എടുക്കാം. VT ടെർമിനൽ വെലോസിറ്റി. ഇനി നമുക്കറിയാം FVക്ക് പകരം 6π∗r/vt കൊടുക്കുക. സോൾവ് ചെയ്താൽ ടെർമിനൽ വെലോസിറ്റി കിട്ടും. ദാറ്റ് ഈസ് 2/9r² ഇൻറ്റു ρs മൈനസ് ρl ഇൻറ്റു g/η. ഇതാണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ആ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ പല വിധത്തിൽ ചോദിച്ചിട്ടുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടെർമിനൽ വെലോസിറ്റി r² പ്രപ്പോർഷനാണ്, ρs മൈനസ് ρlന് പ്രപ്പോർഷനാണ്, 1/η പ്രപ്പോർഷനാണ്. അപ്പോൾ ആ ടെർമിനൽ വെലോസിറ്റിയുടെ വേരിയേഷൻ വെച്ചിട്ട് പല വിധത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ വിസ്കോസിറ്റിയിൽ നമുക്ക് ഇത്ര മാത്രമൊക്കെ ചോദിക്കാറുള്ളൂ. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസ് ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ അത് കണ്ടുപിടിക്കാൻ പറയാം. പിന്നെ നമുക്ക് സ്റ്റോക്സ് ഫോർമുലയുടെ ഇക്വേഷൻ ഓർത്തിരിക്കണം. പിന്നെ അതിൻ്റെ എക്സാമ്പിളായിട്ട് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്താലുള്ള കണ്ടീഷൻ ഓർത്തിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് വിസ്കോസിറ്റിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമുക്കറിയാം, ഇവിടെ വിസ്കസ് ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ്. അതിനെ അഗൈൻസ്റ്റ് ചെയ്യുന്ന വർക്ക് പവർ ലോസ് ഉണ്ടാകും, എനർജി ലോസ് ഉണ്ടാകും. അത് ഹീറ്റ് എനർജി ലോസ് ആയിട്ട് മാറും.
അപ്പോൾ നമ്മൾ പവർ ലോസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിസ്കസ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എടുത്താൽ മതി. ശരിയല്ലേ? നമുക്ക് അവിടെ നെഗറ്റീവ് സൈൻ വരും, കാരണം ആ ഫോഴ്സും വെലോസിറ്റി ഓപ്പോസിറ്റ്, അപ്പോൾ മൈനസ് എഫ് ഇൻറ്റു വി വരും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 6π∗RV ആണ്. അപ്പോൾ P = 6π∗RV ഇൻറ്റു RV² വരും. ശരിയല്ലേ? എഫിന് പകരം 6π∗RV കൊടുത്തു. വി വെലോസിറ്റി ആണ്, ഇവിടെ ടെർമിനൽ വെലോസിറ്റി കൊടുത്താൽ മതി. അപ്പോൾ മൈനസ് 6π∗RV² വരും. അപ്പോൾ പവർ പ്രപ്പോർഷണൽ ടു R ഇൻറ്റു V². പക്ഷെ നോക്കിയാൽ ടെർമിനൽ വെലോസിറ്റി പ്രപ്പോർഷണൽ ടു R² അല്ലേ? അപ്പോൾ V²ന് വരെ R²⁴ വരും. അപ്പോൾ R ഇൻറ്റു R⁴. അപ്പോൾ P പ്രപ്പോർഷണൽ ടു R⁵ വരും. അപ്പോൾ വിസ്കസ് ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന പവർ ലോസ് ഓർ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് എനർജി എന്തിനു പ്രപ്പോർഷണലാണെന്ന് വെച്ചാൽ P പ്രപ്പോർഷണൽ ടു R⁵ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനാണ്, റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എനർജി ബൈ ദി വിസ്കസ് ഫോഴ്സ് റേഡിയസുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണെന്നാണ്. അപ്പോൾ P പ്രപ്പോർഷണൽ ടു R⁵ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ആ പ്രിൻസിപ്പിളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ അടുത്ത ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വിസ്കോസിറ്റി നമുക്ക് അറിയാവുന്നതായിരിക്കും. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നോർമലി ടെമ്പറേച്ചർ കൂടുമ്പം മോളിക്കുലർ ഇൻട്രാക്ഷൻ കുറയും. മോളിക്കുലർ ഇൻട്രാക്ഷൻ ആണ് വിസ്കസ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലിക്വിഡിലെ വിസ്കസ് ഫോഴ്സ് കുറയും. വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കാരണം ഗ്യാസിലും ലിക്വിഡിലും ഈ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ്റെ ഓപ്പോസിഷൻ ഫോഴ്സ് രണ്ട് ഡിഫറെൻറ്റ് മെക്കാനിസം വഴിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ മോളിക്കുലർ ഇൻട്രാക്ഷൻ വഴിയും ഇവിടെ കൊളീഷൻ വഴിയാണ്. ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പം കൊളീഷൻ റേറ്റ് കൂടും. ആ കൊളീഷൻ റേറ്റ് കൂടുമ്പോൾ മോഷൻ്റെ ഓപ്പോസിഷൻ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് വിസ്കോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി ഫ്ലൂയിഡ്. നമുക്കറിയാം നേച്ചർ ഓഫ് ദി ഫ്ലൂയിഡ് മാറുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി മാറും നമുക്കറിയാം. ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂടുമ്പോൾ മോളിക്കുലർ ഇൻട്രാക്ഷൻ കൂടും, അപ്പോൾ വിസ്കോസിറ്റി കൂടും. പക്ഷേ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. കാരണം ഗ്യാസിൽ പ്രത്യേകത ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രഷർ മാറിയാലും എന്ത് മാറുകയില്ല, വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് മാറുകയില്ല, കൊളീഷൻ റേറ്റ് മാറത്തില്ല. അതുകൊണ്ട് വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ വരും. അപ്പോൾ അതാണ് വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിസ്കോസിറ്റി വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി പഠിക്കണം. അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സർഫസ് ടെൻഷൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ സർഫസ് ടെൻഷന് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വലിയ ആപ്ലിക്കേഷൻ ഒന്നും ചോദിക്കാറില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം സർഫസ് ടെൻഷൻ മൂലമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. പിന്നെ സർഫസ് എനർജി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് എനർജിയുടെ ഇക്വേഷൻസ്, അതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ നമുക്കറിയാം ക്യാപ്പിലർ റൈസ്, ക്യാപ്പിലർ ഡിപ്രഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും സർഫസ് ടെൻഷൻ ചോദിക്കുന്നത്. 3 കാര്യങ്ങൾ: സർഫസ് ടെൻഷൻ, ഫോഴ്സിൻ്റെ കാൽക്കുലേഷൻ, പിന്നെ നമുക്ക് സർഫസ് എനർജിയുടെ പ്രത്യേകതകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ക്യാപ്പിലർ റൈസ്, ക്യാപ്പിലറി ഡിപ്രഷൻ, അത് വെച്ചിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സർഫസ് ടെൻഷൻ്റെ കാരണം കൊഗസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ആ കൊഗസീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ സ്പൈഡർ ലിക്വിഡ് സർഫസിൽ കൂടെ നടക്കുന്നു, അപ്പോൾ അത് സർഫസ് ടെൻഷൻ മൂലമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ സർഫസ് ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം ലിക്വിഡ് പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള ഫോഴ്സാണ്. ലിക്വിഡ് പാർട്ടിക്കിൾസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ ഉണ്ട്, അതിനെ കൊഗസീവ് ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ആ കൊഗസീവ് ഫോഴ്സ് മൂലമാണ് സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലിക്വിഡ് ഒരു കണ്ടെയ്നറിൽ എടുത്താൽ ലിക്വിഡ് സർഫസിലുള്ള മോളിക്യൂൾസ് നമ്മൾ എടുത്തു, വെൽ ഇൻസൈഡിലുള്ള മോളിക്യൂൾസ് എടുത്തു. നമുക്കറിയാം ഈ ലിക്വിഡ് സർഫസിലുള്ള മോളിക്യൂൾസിന് ബാക്കിയുള്ള മോളിക്യൂൾസിൻ്റെ ഇൻട്രാക്ഷൻ ഇൻസൈഡ് ദി ലിക്വിഡിലേക്ക് വരും. ആ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സാണ് സർഫസ് ടെൻഷൻ ഫോഴ്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇൻസൈഡ് ദ ലിക്വിഡിലെ പാർട്ടിക്കിൾ എടുക്കുമ്പോൾ ബാക്കിയുള്ള മോളിക്യൂൾസിൻ്റെ ഫോഴ്സ് ഏകദേശം 0 ആണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലിക്വിഡിൻ്റെ ഇൻസൈഡിലുള്ള മോളിക്യൂൾസിനെ ലിക്വിഡ് സർഫസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതുകൊണ്ട് ലിക്വിഡ് സർഫസിന് അടുത്തുള്ള മോളിക്യൂൾസിൻ്റെ എനർജി ഇൻസൈഡിലുള്ള ലിക്വിഡിൻ്റെ മോളിക്യൂൾസിൻ്റെ എനർജിയെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലിക്വിഡ് അതിൻ്റെ സർഫസ് അതിലുള്ള മോളിക്യൂൾസിൻ്റെ എനർജി കൂടുന്നത് കൊണ്ട് ആ എനർജി കുറച്ച് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. എനർജി കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? സർഫസിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയ്ക്കണം. സർഫസിലുള്ള മോളിക്യൂൾസിനാണ് എനർജി കൂടുതൽ, അതുകൊണ്ട് സർഫസിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയ്ക്കണം. സർഫസിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ സർഫസ് ഏരിയ കുറച്ചാൽ മതി. അപ്പോൾ സർഫസ് ടെൻഷൻ മൂലം ലിക്വിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ഏരിയ കുറച്ച്
സർഫസ് എനർജി കുറച്ച് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് സ്മോൾ ഡ്രോപ്സ് ആർ സ്പെറിക്കൽ ഇൻ ഷേപ്പ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. കാരണം ഫോർ എ ഗിവൺ വോളിയം സർഫസ് ഏരിയ ഈസ് മിനിമം ഫോർ എ സ്പെറിക്കൽ ഷേപ്പാണ് നമുക്കറിയാം. അതാണ് സർഫസ് ടെൻഷൻ മൂലം ബേസിക്കലി ഉള്ള പ്രത്യേകതകൾ. ഈ സർഫസ് ടെൻഷൻ മൂലമുള്ള ഫോഴ്സ് കാണുമ്പം, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫൈൻഡ് ദി സർഫസ് ടെൻഷൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി റോഡ്. അതായത് ഇത്രേ ഉള്ളൂ, ഒരു വയർ ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു ലിക്വിഡ് ഫിലിം ഉണ്ട്. അപ്പോൾ ആ ലിക്വിഡ് ഫിലിമിന് താഴെ നമ്മളൊരു റോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ ലെങ്ത്ത് L. അപ്പോൾ ആ റോഡിൽ ഉണ്ടാവുന്ന സർഫസ് ടെൻഷൻ ഫോഴ്സ് എടുക്കണം. അപ്പോൾ ഇത്രയുള്ള ഈ മുകളിലുള്ള ലിക്വിഡ് ഫിലിം ഈ റോഡിനെ മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ആ മോളിക്കുലാർ ഇൻട്രാക്ഷൻ ആണ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മളതിനെ S എന്നും T എന്നും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യും. S is called the surface tension or T is called the surface tension. Surface tension is defined as a force per unit length. അറിയാലോ, യൂണിറ്റ് ലെങ്ത് ഓഫ് ദി ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ, L ലെങ്തിലുള്ള സർഫസ് ടെൻഷൻ ഫോഴ്സ് കാണാൻ സർഫസ് ടെൻഷൻ ഇൻറ്റു കോണ്ടാക്ട് ലെങ്ത് അറ്റ് ദി ഫ്രീ സർഫസ് എടുക്കണം. അതാണ് ജനറൽ ഇക്വേഷൻ. കോണ്ടാക്ട് ലെങ്ത് അറ്റ് ഫ്രീ സർഫസ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് SCC സർഫസ് ടെൻഷൻ ആണെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻറ്റു കോണ്ടാക്ട് ലെങ്ത് അറ്റ് ദി ഫ്രീ സർഫസ് എടുക്കണം. അപ്പോൾ F ഈസ് ഈക്വൽ ടു ഇവിടെ സർഫസ് ടെൻഷൻ ഇൻറ്റു കോണ്ടാക്ട് ലെങ്ത് എത്ര വരും പറയാമോ? ഇവിടെ L ലെങ്ത് ഉള്ള റോഡാണെങ്കിൽ കോണ്ടാക്ട് ലെങ്ത് എത്ര വരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? നമ്മുടെ ഡിസ്കഷൻ ഒരു 12:30 ആകുമ്പോൾ നിർത്താം കേട്ടോ. നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമ്മൾ ഒരു 12:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ആ റോഡിൻ്റെ ലെങ്ത്ത് L ആണെങ്കിൽ നമുക്കവിടെ ഈ കോണ്ടാക്ട് ലെങ്ത് അറ്റ് ദി റോഡ്, അല്ലെങ്കിൽ റോഡും ലിക്വിഡും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ലെങ്ത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യനൊക്കെ നേരത്തെ ചെയ്തിട്ട് കാണും അല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാവോ? കോണ്ടാക്ട് ലെങ്ത് അറ്റ് ദി ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡ് എത്രയായിരിക്കും? ഓക്കെ, അപ്പോൾ ലാഗാണെന്ന് സമയം കളയുന്നില്ല. നമുക്കറിയാം ഇവിടെ ലിക്വിഡ് ഫിലിം എന്ന് പറയുമ്പം ഇതൊരു ലിക്വിഡ് ഫിലിം ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ തിക്നെസ് വളരെ വളരെ കുറവാണ്. അപ്പം ഇത് ഒരു ഫ്രീ സർഫസ് ആണെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫിലിമിൻ്റെ ഈ സർഫസ് ഫ്രീ ടു എയർ ആണ്, ഈ സർഫസും ഫ്രീ ടു എയർ. അപ്പോൾ ലിക്വിഡ് ഫിലിമിൻ്റെ പ്രത്യേകത നോർമലി ലിക്വിഡ് സർഫസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ഫ്രീ സർഫസുകളുണ്ട്. അപ്പോൾ ഇതിന് താഴെ ഒരു റോഡ് ഇങ്ങനെ കോണ്ടാക്റ്റിലിരിക്കുമ്പം ഇവിടെ L ലെങ്ത്തിലുള്ള മോളിക്യൂൾസ് റോഡിനെ മുകളിലേക്ക് വലിക്കും. അതേപോലെ അടുത്ത സൈഡിലും L ലെങ്ത്തിലുള്ള മോളിക്യൂൾസ് റോഡിനെ മുകളിലേക്ക് വലിക്കും. അപ്പോൾ ടോട്ടൽ കോണ്ടാക്ട് ലെങ്ത് L അല്ല 2L ആണ്. അപ്പോൾ ലിക്വിഡ് ഫിലിമിന് 2 ഫ്രീ സർഫസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിവിടെ കോണ്ടാക്ട് ലെങ്ത് എടുക്കുമ്പം S ഇൻറ്റു 2L എന്ന് എടുക്കണം. L എടുത്താൽ പോരാ, 2 ഫ്രീ സർഫസുകളുണ്ട്. അപ്പോൾ 2 കോണ്ടാക്ട് ലെങ്ത് ഉണ്ട്. L + L 2L ആണ് ടോട്ടൽ കോണ്ടാക്ട് ലെങ്ത്. അപ്പോൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് S ഇൻറ്റു 2L എന്ന് വരെ ശ്രദ്ധിച്ചോണം. ഇനി നമുക്കറിയാം, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ, ഈ റോഡിൻ്റെ മാസ് mg ആണെങ്കിൽ എത്ര മാസ് ഇവിടെ ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ പറ്റും? അതിന് നമുക്കറിയാം സർഫസ് ടെൻഷൻ ഫോഴ്സ് മുകളിലേക്ക് വലിക്കുമ്പോൾ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നെറ്റ് ഫോഴ്സ് 0 ആവണം. ഈ സർഫസ് ടെൻഷൻ ഫോഴ്സും വെയിറ്റും കൂടെ ബാലൻസ്ഡ് ആവണമല്ലോ, അത്രയുള്ള കണ്ടീഷൻ. വെയിറ്റ് താഴോട്ട് വലിക്കുമ്പോൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് അതിനെ മുകളിലോട്ട് വലിച്ച് ഇക്വിലിബ്രിയത്തിൽ നിർത്തണം. ഇപ്പോൾ mg = F. അപ്പോൾ mg = Fന് പകരം S ഇൻറ്റു 2L. ഇതിനകത്ത് നമുക്ക് മാസ് കാണാൻ പറഞ്ഞാൽ മാസ് കാണാം, അല്ലെങ്കിൽ ലെങ്ത് കാണാൻ പറഞ്ഞാൽ ലെങ്ത് കാണാം. അപ്പോൾ അതിന് ഈക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഇനി അടുത്ത സർഫസ് എനർജിയുടെ പ്രത്യേകത. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സർഫസ് ടെൻഷൻ ഫോഴ്സിന് എഗനസ്റ്റ് വർക്ക് ചെയ്ത് ഒരു ലിക്വിഡ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണോ അതവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതിനെയാണ് സർഫസ് എനർജി എന്ന് വിളിക്കുന്നത്. വർക്ക് ഡൺ എഗനസ്റ്റ് സർഫസ് ടെൻഷൻ ഫോഴ്സ് ടു പ്രൊഡ്യൂസ് എ ലിക്വിഡ് സർഫസ്, അതിനെയാണ് സർഫസ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സർഫസ് എനർജിയുടെ പ്രത്യേകത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പം സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ, ടോട്ടൽ സർഫസ് എനർജി അല്ല, സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. അതാണ് ഇക്വേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ എസ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം. അപ്പോൾ സർഫസ് എനർജി E ആണെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻറ്റു സർഫസ് ഏരിയ എടുത്താൽ എനർജി കിട്ടും.
സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു സർഫസ് ഏരിയ. അപ്പോൾ നമുക്കൊരു ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സർഫസ് എനർജി കണ്ടുപിടിക്കണം. നമുക്കറിയാം ലിക്വിഡ് ഡ്രോപ്പിൻ്റെ റേഡിയസ് 6. അപ്പോൾ സർഫസ് എനർജി കാണുമ്പം അതിൻ്റെ സർഫസ് ഏരിയ 4πr² അല്ലേ. അപ്പോൾ ഫോർ എ ലിക്വിഡ് ഡ്രോപ്പ് സർഫസ് എനർജി ചോദിച്ചാൽ S × 4πr² എടുക്കണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബബിൾ ആണെങ്കിൽ ബബിളിൻ്റെ വ്യത്യാസം എന്തുവാ? ബബിളിൽ നമുക്കറിയാം ഇൻസൈഡ് ലെയറാണ് ഔട്ട്സൈഡ് ലെയറാണ്, 2 ഫ്രീ സർഫസുകളുണ്ട്. ഇപ്പോൾ 2 ഫ്രീ സർഫസുകൾ ഉള്ളത് കൊണ്ട് ആ 2 ഫ്രീ സർഫസിലും സർഫസ് ടെൻഷൻ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഏരിയ അടക്കുമ്പോൾ ഫ്രീ സർഫസ് ഏരിയ മൊത്തം എടുക്കണം. അപ്പോൾ ഇൻസൈഡിൽ ഒരു സർഫസ് ഏരിയ 4πr², ഔട്ട്സൈഡിൽ ഒരു 4πr² ഉണ്ട്. അപ്പോൾ ബബിൾ എടുക്കുമ്പോൾ ഇൻസൈഡിൽ 4πr², ഔട്ട്സൈഡിൽ 4πr². അപ്പോൾ ടോട്ടൽ ഏരിയ 8πr² വരും. അപ്പോൾ S × 8πr² വരും. അപ്പോൾ ഇതാണ് ഇവിടെ ജനറലി ശ്രദ്ധിക്കേണ്ടത്. അപ്പം സർഫസ് ടെൻഷൻ മൂലമുള്ള സർഫസ് എനർജി കാണാൻ പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഇൻറ്റു സർഫസ് ഏരിയ എടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നോക്കിയാൽ ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ റേഡിയസ് നമ്മൾ R1-ൽ നിന്ന് R2-ലേക്ക് മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ഡൺ അവിടെ സർഫസ് എനർജിയിൽ ഇൻക്രീസ് ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ സർഫസ് എനർജി കാണാൻ പറയാം, അല്ലെങ്കിൽ വർക്ക് ഡൺ ഓർ എനർജി റിക്വയർഡ് കാണാൻ പറയാം. 2 സെയിം തന്നെയാണ്. കാരണം ഇവിടെ സർഫസ് ടെൻഷൻ ഫോഴ്സിന് എഗനസ്റ്റ് നമ്മൾ എത്ര വർക്ക് ചെയ്യുമോ ആ വർക്കാണ് ഇൻക്രീസ് ഇൻ സർഫസ് എനർജി ആയിട്ട് വരുന്നത്. അപ്പോൾ വർക്ക് ഡൺ ചോദിച്ചാൽ ഇൻക്രീസ് ഇൻ സർഫസ് എനർജി ഓർ ചേഞ്ച് ഇൻ സർഫസ് എനർജി എടുക്കണം. ചേഞ്ച് ഇൻ സർഫസ് എനർജി കാണുമ്പോൾ സർഫസ് ടെൻഷൻ ഇൻറ്റു ആ ചേഞ്ച് ഇൻ ഏരിയ എടുത്താൽ മതി. കാരണം സർഫസ് ടെൻഷൻ ഒരു ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്, നോർമൽ സിറ്റുവേഷനിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ ഏരിയ മാറുന്നത് കൊണ്ടാണ് സർഫസ് എനർജി മാറുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ചേഞ്ച് ഇൻ സർഫസ് എനർജി, ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ എന്ന് എടുക്കാം. ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ റേഡിയസ് R1-ൽ നിന്ന് R2-ലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ എടുക്കുമ്പം ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ എടുക്കണം. A ഫൈനൽ മൈനസ് A ഇനിഷ്യൽ. അപ്പോൾ ഫൈനൽ ഏരിയ നമുക്കറിയാം 4π × R2² ആണ്. ഇനിഷ്യൽ ഏരിയ 4π × R1² ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 4πs × R2² മൈനസ് R1² എന്ന് വരും. ഇപ്പോൾ ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ട്. ആ ലിക്വിഡ് ഡ്രോപ്പിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് N ഡ്രോപ്സ് ആക്കി മാറ്റി. അപ്പോൾ ചേഞ്ച് ഇൻ സർഫസ് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുത്താൽ മതി. സർഫസ് ടെൻഷൻ വർക്ക് ഡൺ or decrease in surface energy or increase in surface energy is equal to surface tension into a change in area. അപ്പോൾ അവിടെ ലാർജ് ലിക്വിഡ് ഡ്രോപ്പിൻ്റെ സർഫസ് ഏരിയ എടുക്കുക. അത് ഫോം ചെയ്ത് N ലിക്വിഡ് ഡ്രോപ്സ് ആക്കിയാൽ ആ N ലിക്വിഡ് ഡ്രോപ്സിൻ്റെയും കൂടെ സർഫസ് ഏരിയ എടുക്കുക. അപ്പോൾ അതിനകത്ത് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ എടുത്താൽ നമുക്ക് ആ എനർജിയുടെ ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സർഫസ് ടെൻഷൻ മൂലം ഒരു ലിക്വിഡ് ഡ്രോപ്പ് ബബിൾ എടുത്താൽ അതിൻ്റെ ഇൻസൈഡിലെ പ്രഷർ ഔട്ട്സൈഡിലെ പ്രഷറിനെക്കാട്ടിലും കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസൈഡിലെ പ്രഷർ ഔട്ട്സൈഡിലെ പ്രഷറിനെക്കാട്ടിലും കൂടുതൽ. ഒരു ബബിൾ ഡ്രോപ്പ് നമ്മളെടുത്തു, ഒരു ഡ്രോപ്പ് നമ്മളെടുത്തു. അപ്പോൾ ഡ്രോപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R, ഇതിൻ്റെ ഇൻസൈഡിലെ പ്രഷർ PI, ഔട്ട്സൈഡിലെ പ്രഷർ P0, സർഫസ് ടെൻഷൻ S. അപ്പോൾ നമ്മൾ ജനറലി പഠിച്ചിരിക്കുന്നത് കോൺകേവ് സർഫസിലെ പ്രഷർ കോൺകേവ് സൈഡിലെ പ്രഷർ കോൺവെക്സ് സൈഡിലെ പ്രഷറിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ ഇവിടെ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഇൻസൈഡിലെ പ്രഷർ ഔട്ട്സൈഡിലെ പ്രഷറിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ PI > P0 വരും. അപ്പോൾ ആ എക്സസ് പ്രഷർ ΔP എന്നെടുത്താൽ PI - P0. ഈ PI - P0നെയാണ് നമ്മൾ എക്സസ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇൻസൈഡിലെ പ്രഷർ ഔട്ട്സൈഡിലെ പ്രഷറിനെക്കാട്ടിലും എത്ര കൂടുതലാണോ കുറവാണോ അതാണ് എക്സസ് പ്രഷർ. അപ്പോൾ ആ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ ഫോർ എ ഡ്രോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2s/r. അപ്പം എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2s/r ആണ് ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷർ. പക്ഷേ അതേ സിറ്റുവേഷൻ ഒരു ബബിള് ഇൻ എയറിലാണെങ്കിൽ നമുക്കറിയാം ഈ ബബിളിൻ്റെ ഇൻസൈഡിൽ എയർ ആണ്, ഔട്ട്സൈഡിലും എയർ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിന് 2 ഫ്രീ സർഫസുകളുണ്ട്. അപ്പോൾ എക്സസ് പ്രഷർ എടുക്കുമ്പോൾ PI - P0 = 4s/r എന്ന് വരും. അതാണ് ബബിൾ എടുക്കുമ്പോൾ വ്യത്യാസം എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചോണം. ഇതിനടുത്തത് എക്സസ് പ്രഷർ ഇൻസൈഡ് ബബിൾ ഇൻസൈഡ് ലിക്വിഡ്. ഒരു ബബിളുണ്ട്, ആ ബബിൾ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു ലിക്വിഡിനകത്താണ്. അപ്പോൾ ഇവിടെ ബബിളിൻ്റെ ഇൻസൈഡിൽ എയർ ആണ്,
ഔട്ട്സൈഡുള്ള ലിക്വിഡാണ്. അപ്പോൾ നോക്കി ഇവിടെ ബബിൾ ഇൻസൈഡ് ലിക്വിഡ് എടുക്കുമ്പോൾ അതിന് ഒരു ഫ്രീ സർഫസ് മാത്രമേ ഉള്ളൂ. ഇൻസൈഡിലെ സർഫസ് മാത്രമേ ഫ്രീ സർഫസ് ഉള്ളൂ, ഔട്ട്സൈഡിലെ സർഫസ് ഫ്രീ അല്ല. അപ്പോൾ ഇവിടെ ഇൻസൈഡിലെ പ്രഷർ പി ഐയും ഔട്ട്സൈഡിലെ പ്രഷർ പി നോട്ടും ആണെങ്കിൽ പി ഐ മൈനസ് പി നോട്ട് ഈസ് ഈക്വൽ ടു 2s/r എന്ന് വരും. കാരണം എന്തോ ഇവിടെ ഒരു ഫ്രീ സർഫസേ ഉള്ളൂ, മറ്റേ 4s/r വന്ന് എന്തുകൊണ്ട് 2 ഫ്രീ സർഫസുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ബബിൾ ഇൻസൈഡ് ലിക്വിഡ് ഈസ് ഇക്വൽ ടു ലിക്വിഡ് ഡ്രോപ്പ് ആണ്, ബിക്കോസ് ഇറ്റ് വാസ് ഓൺലി 1 ഫ്രീ സർഫസ്. അതുകൊണ്ട് എക്സസ് പ്രഷർ 4s/r അല്ല 2s/r വരും. അപ്പോൾ അതാണ് ഇവിടെ എക്സസ് പ്രഷർ എടുക്കുമ്പോൾ ജനറലി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലായിക്കോണം. പിന്നെ അടുത്ത നമ്മൾ ലിക്വിഡ് സർഫസിന് ഷേപ്പ് എടുക്കുമ്പോൾ സർഫസ് ടെൻഷൻ മൂലം ഒരു കണ്ടെയ്നറിൽ ലിക്വിഡ് എടുത്താൽ ലിക്വിഡ് സർഫസ് എല്ലായ്പ്പോഴും എക്സാക്റ്റ് പ്ലെയിൻ വരണമെന്നില്ല, കോൺകേവ് വരാം, കോൺവെക്സ് വരാം. അപ്പോൾ അത് ഈ കോഹസീവ് ഫോഴ്സോ അഡസീവ് ഫോഴ്സിൻ്റെ വേരിയേഷൻ മൂലമുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. കോൺകേവ് സർഫസ് വരുമ്പോൾ കോഹസീവ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ആണ് കൂടുതൽ. കോൺവെക്സ് സർഫസ് വരുമ്പം കോൺകേവ് സർഫസ് വരുമ്പോൾ അഡസീവ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. കോൺവെക്സ് സർഫസ് വരുമ്പോൾ കോഹസീവ് ഫോഴ്സിൻ്റെ എഫക്റ്റ് അഡസീവ് ഫോഴ്സിൻ്റെ എഫക്റ്റിനെക്കാട്ടിലും ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സർഫസ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ പ്ലെയിൻ ആണോ എന്ന് മനസ്സിലാക്കാൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട് മെഷർ ചെയ്യും. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എല്ലാവർക്കും അറിയാം. ആംഗിൾ വിച്ച് ദ ടാൻജന്റ് ടു ദ ലിക്വിഡ് സർഫസ് മേക്സ് ദി സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അതായത് ഒരു കണ്ടെയ്നർ ലിക്വിഡ് എടുത്തു, ഈ കണ്ടെയ്നറിൽ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിൽ ലിക്വിഡിൽ നമ്മൾ ടാൻജന്റ് വരച്ചു. അപ്പോൾ അത് ലിക്വിഡിന് അകത്തൂടെ കണ്ടെയ്നർ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഫോർ എ പ്ലെയിൻ സർഫസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രിയാണ്. ഇനി പ്ലെയിൻ സർഫസിന് പകരം കോൺകേവ് ലിക്വിഡ് സർഫസ് ആണെങ്കിൽ ലിക്വിഡ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ടാൻജന്റ് അറ്റ് ദി ലിക്വിഡ് സർഫസ് വെറൈറ്റീസ് ഇൻ കോണ്ടാക്ട് വിത്ത് കണ്ടെയ്നർ എടുത്തു. അപ്പോൾ ഇതാണ് ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരുന്നത്. ലിക്വിഡ് സർഫസിൽ ടാൻജന്റ് വരയ്ക്കുക, ലിക്വിഡിനകത്തൂടെ അത് കണ്ടെയ്നർ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. ഇവിടെ നമുക്കറിയാം തീറ്റ <90, കോൺകേവ് സർഫസ് ആണെങ്കിൽ തീറ്റ <90. അടുത്ത കോൺവെക്സ് സർഫസ് ആണെങ്കിൽ ലിക്വിഡ് ഇങ്ങനെ നിൽക്കും. ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ ടാൻജന്റ് അറ്റ് ദി ലിക്വിഡ് സർഫസ് വരച്ചു, അത് ലിക്വിഡിനകത്തൂടെ കണ്ടെയ്നറുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇവിടെ തീറ്റ <90. ഇപ്പോൾ പ്ലെയിൻ സർഫസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90, കോൺകേവ് സർഫസ് ആണെങ്കിൽ അക്യൂട്ട് ആംഗിളാണ് തീറ്റ <90, കോൺവെക്സ് സർഫസ് ആകുമ്പോൾ ഒപ്റ്റ്യൂസ് ആംഗിളാണ് തീറ്റ <90. ഇനി നമുക്കറിയാം ഈ ലിക്വിഡ് സർഫസ് കോൺകേവും കോൺവെക്സും ഒക്കെ ആകുമ്പം ഒരു ക്യാപ്പിലറി ട്യൂബിൽ നാരോ ട്യൂബ് അല്ലെങ്കിൽ റേഡിയസ് വളരെ കുറഞ്ഞ ട്യൂബിൽ നമ്മൾ ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം ഇൻ ദി ട്യൂബ് കണ്ടെയ്നറിൻ്റെ ലിക്വിഡ് ലെവലിനെക്കാട്ടിലും കുറവാകാം, കൂടുതലാകാം. അത് നമ്മൾ ക്യാപ്പിലറി റൈസ് ഓർ ക്യാപ്പിലറി ഫോൾ എന്ന് വിളിക്കും. ലിക്വിഡ് സർഫസ് കോൺകേവ് ആണെങ്കിൽ നമുക്കറിയാം ട്യൂബിനകത്ത് ലിക്വിഡിൻ്റെ ലെവൽ കണ്ടെയ്നറിലുള്ള ലിക്വിഡിൻ്റെ ലെവലിനെക്കാട്ടിലും കൂടുതലായിരിക്കും, അതിനെ ക്യാപ്പിലറി റൈസ് എന്ന് വിളിക്കും. കോൺവെക്സ് സർഫസ് ആണെങ്കിൽ ട്യൂബിനകത്തുള്ള ലിക്വിഡിൻ്റെ ലെവൽ കണ്ടെയ്നറിൻ്റെ ലിക്വിഡ് സർഫസിനെക്കാട്ടിലും കുറവായിരിക്കും, ക്യാപ്പിലറി ഫോൾ എന്ന് വിളിക്കും. ഇവിടെ ലിക്വിഡ് സർഫസ് കോൺകേവ് ആണ്, അപ്പോൾ കണ്ടെയ്നറിൻ്റെ ലിക്വിഡിൻ്റെ ലെവലിനെക്കാട്ടിലും ഹൈറ്റ് കൂടുതലാണ്. ഇവിടെ കോൺവെക്സ് സർഫസ് ആണ്, അപ്പോൾ കണ്ടെയ്നറിൻ്റെ ലിക്വിഡിൻ്റെ ലെവലിനെക്കാട്ടിലും ഹൈറ്റ് കുറവാണ് ഇവിടെ ലിക്വിഡ് സർഫസിന്, അത് ക്യാപ്പിലറി ഫോൾ. അപ്പോൾ ക്യാപ്പിലറി ഫോളിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ഒക്കെ എടുത്താൽ ക്യാപ്പിലറി റൈസ് ഫോളിൻ്റെ ഇക്വേഷൻ നമുക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇവിടെ നമ്മളൊരു കണ്ടെയ്നർ ലിക്വിഡ് എടുത്തു, കോൺകേവ് ലിക്വിഡ് സർഫസ് ആണ്. ഇവിടെ ക്യാപ്പിലറി റൈസിൻ്റെ ഹൈറ്റ് നമുക്ക് h എന്ന് വിചാരിക്കാം. ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. ഇവിടെ ലിക്വിഡ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ R ഈസ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ലിക്വിഡ് സർഫസ്. ഇവിടെ ലിക്വിഡ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ ആയിരിക്കും, കാരണം കോൺകേവ് ഷേപ്പിലാണ് നിൽക്കുന്ന സ്പെറിക്കൽ സർഫസിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ലിക്വിഡ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ ആയതുകൊണ്ട് എക്സസ് പ്രഷർ 2s/r വരും. ആ 2s/rന് ഈ h ആയിട്ടുള്ള ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ ബാലൻസ് ചെയ്യണം, അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇവിടെ ഈ എക്സസ് പ്രഷർ മൂലമാണ് ലിക്വിഡ് മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ എക്സസ് പ്രഷറിന് ഈ h ആയിട്ടുള്ള ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ ബാലൻസ് ചെയ്യണം. അപ്പോൾ ക്യാപ്പിലറി റൈസിൻ്റെ ഹൈറ്റ് h = 2s/r ρg വരും. അവിടെ s സർഫസ് ടെൻഷനാണ്, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ലിക്വിഡ് സർഫസ് ആണ്, റോ ഈസ് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, g ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്.
ഇത് നമുക്ക് അടുത്തൊരു പോസിബിലിറ്റി ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് നമുക്ക് സ്മോൾ ആർ എന്ന് തരാം. സ്മോൾ ആർ ഈസ് റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ്, ദെൻ ദിസ് ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടേംസിലോട്ട് മാറ്റിയാൽ H ഈസ് ഈക്വൽ ടു 2s cos തീറ്റ ബൈ ആർ റോ ജി എന്ന് വരും. അപ്പോൾ ഇതാണ് അടുത്ത ഇക്വേഷൻ. അതോടെ മാറിപ്പോയക്കരുത്. തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, സ്മോൾ ആർ ഈസ് കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ H ഈസ് 2s cos തീറ്റ ബൈ ആർ റോ ജി. കാപ്പിലറി ഡിപ്രഷൻ ആണെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. അവിടെ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആണ്. അപ്പോൾ കോസ് തീറ്റ ഒരു നെഗറ്റീവ് വാല്യൂ വരും. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ അത് ഡിപ്രഷൻ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. ഇപ്പോൾ കാപ്പിലറി റൈസ് ആണെങ്കിലും കാപ്പിലറി ഡിപ്രഷൻ ആണെങ്കിലും സെയിം ഇക്വേഷനാണ് വരുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, ഈ ലിക്വിഡ് പ്ലസ് കാപ്പിലറി ട്യൂബ് ഒരു ഫ്രീ ഫോളിലാണെന്ന് വിചാരിക്കും. ഫ്രീ ഫോളിലാകുമ്പോൾ നമുക്കറിയാം ഇവിടെ ജി ആക്സലേഷനിൽ താഴേക്ക് വരുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജി ആക്സലേഷനിൽ താഴേക്ക് വരുമ്പം എഫക്റ്റീവ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അപ്പോൾ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് 0 ആണ്. അപ്പോൾ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് 0 ആണെങ്കിൽ ഇവിടെ H rho g 0 ആണ്. അപ്പോൾ ഈ എക്സസ് പ്രഷറിനെ ബാലൻസ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ക്യാപ്പിലറൈസ് എത്രയായിരിക്കും? ഇഫ് ദ ലിക്വിഡ് പ്ലസ് കാപ്പിലറി ട്യൂബ് ഈസ് ഇൻ ഫ്രീ ഫോൾ, ദെൻ ഇതിൻ്റെ കാപ്പിലറി റൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ H rho g ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സർഫസ് ടെൻഷൻ്റെ എഫക്റ്റ് മൂലം ലിക്വിഡ് മുകളിലേക്ക് കയറിപ്പോവും. ലിക്വിഡ് സർഫസിൽ വന്നു കഴിയുമ്പം അവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി സർഫസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ക്യാപ്പിൽ റൈസ് കാപ്പിലറി ട്യൂബിൻ്റെ ഹൈറ്റ് അബവ് ദ ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇഫ് ലിക്വിഡ് ഈസ് ഇൻ ഫ്രീ ഫോൾ, ക്യാപ്പിലർ റൈസ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് അബവ് ദി ലിക്വിഡ് തന്നെയാണ്. അപ്പോൾ അത് റേഡിയസ് ഓഫ് കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അടുത്തത് കാപ്പിലർ റൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ നമുക്കൊന്ന് പറയാം. അവിടെ കാപ്പിലറി ട്യൂബ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് ലെങ്ത്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻ എടുത്താൽ ഒരു കാപ്പിലറി ട്യൂബ്, നമുക്ക് സിലിണ്ട്രിക്കൽ ട്യൂബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു സിലിണ്ട്രിക്കൽ കാപ്പിലറി ട്യൂബ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൽ കാപ്പിലർ റൈസ് H എന്ന് വിചാരിക്കാം. അവിടെ H ആയിട്ടാണ് ആ കാപ്പിലറി റൈസ് വരുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് സ്മോൾ ആർ ആണ്. ഇപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒരു തീറ്റ എന്ന് എടുക്കാം. ആ റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് എടുക്കാം. ഇത് R, ഇത് തീറ്റ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ കാപ്പിലറി ട്യൂബ് നമ്മൾ എടുത്തിട്ട് അപ്പോൾ അത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോൾ കാപ്പിലറി ട്യൂബിൻ്റെ ഹൈറ്റ് എബവ് ദി ലിക്വിഡ് ഒരു H' എന്ന് വിചാരിച്ചാൽ, അപ്പോൾ ആ H' ലെസ് ദാൻ H ആണ്. അതായത് നോർമലി ഇവിടെ കാപ്പിലർ റൈസ് എത്ര H ആണ്. ഇപ്പോൾ കാപ്പിലറി ട്യൂബിൻ്റെ ഹൈറ്റ് എബവ് ദി ലിക്വിഡ് ആ H-നെക്കാട്ടിലും കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കാം ലിക്വിഡ് ഓവർഫ്ലോ ചെയ്ത് വെളിയിലോട്ട് പോകുന്നൊക്കെ വിചാരിക്കുമല്ലോ. കാരണം ഇവിടെ H ഹൈറ്റിൽ വരുന്നു. അപ്പോൾ ആ H-നെക്കാട്ടിലും കുറവാണ് H'. അപ്പോൾ ലിക്വിഡ് ഓവർഫ്ലോ ചെയ്ത് വെളിയിലോട്ട് പോകുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കത്തില്ല, നമുക്കറിയാമായിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ മുകളിൽ വരുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് ഈ കാപ്പിലറി ട്യൂബിൻ്റെ ഹൈറ്റ് അബവ് ദ ലിക്വിഡ് ആക്കി നിർത്തും. പക്ഷെ അതിനനുസരിച്ച് എന്ത് മാറും? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മാറും. പുതിയ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് θ' എന്നെടുക്കാം. ആ റേഡിയസ് ഓഫ് കർവേച്ചർ R' എന്നെടുക്കാം. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എല്ലാ സ്ഥലത്തും ഇത് യൂസ് ചെയ്യരുത്. അവിടെ സെയിം റേഡിയസ് ഉള്ള കാപ്പിലറി ട്യൂബാണ് രണ്ട് കേസിൽ യൂസ് ചെയ്യുന്ന, സെയിം ലിക്വിഡാണ്. പക്ഷേ നോർമൽ സിറ്റുവേഷനിൽ കാപ്പിലർ റൈസ് ഏതാണോ അതിലും കുറഞ്ഞ ഹൈറ്റാണ് ട്യൂബിൻ്റെ ഹൈറ്റ് എബവ് ദി ലിക്വിഡ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് കാപ്പിലറി ട്യൂബ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് ലെങ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാപ്പിലറി റൈസ് ചോദിച്ചാൽ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ ഹൈറ്റ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് എബവ് ദി ലിക്വിഡ് ഏതാണോ അതിന് ഈക്വലാണ്. പക്ഷേ അതിനനുസരിച്ച് എന്ത് അഡ്ജസ്റ്റ് ചെയ്യും? തീറ്റയും ആറും മാറും. അപ്പോൾ കാപ്പിലർ റൈസിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പം H is equal to 2s cos theta divided by R rho g ആണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ H by cos theta is equal to 2s by R rho g വരും. നമുക്ക് ഈ രണ്ട് കേസിലും S സെയിം ആണ്, R സെയിം ആണ്, റോ സെയിം ആണ്, G സെയിം ആണ്. അപ്പോൾ 2s by R rho g രണ്ട് കേസിൽ സെയിം ആണ്. അപ്പോൾ പുതിയ തീറ്റ കാണാൻ വേണ്ടിയിട്ട് H by cos theta രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ H by cos theta is equal to H' by cos theta dash.
അപ്പോൾ അതിനകത്തുനിന്ന് കോസ് തീറ്റ ഡാഷ് കിട്ടും. കോസ് തീറ്റ ഡാഷ് ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച് ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ക്യാപ്പിലർ റേസ് എച്ച് ഡാഷ് ആണ്. തീറ്റയുടെ വാല്യൂ ഉണ്ട്, എച്ചിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ പുതിയ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ കാണുമ്പം ക്യാപ്പിലർ റേസിന് എച്ച് ഈസ് ഈക്വൽ ടു 2s/r rho g എടുത്താൽ മതി. അപ്പോൾ എച്ച് ഇൻറ്റു ആർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എച്ച് ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ഇൻറ്റു ആർ ഡാഷ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പുതിയ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്യാപ്പിലർ റേസ് അഡ്ജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ക്യാപ്പിലറി റേസ് പ്രൈമർലി ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ഓഫ് കോൺടാക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, ആംഗിൾ ഓഫ് കോൺടാക്റ്റ് മാറുന്നതനുസരിച്ചാണ് ഇവിടെ ക്യാപ്പിലർ റേസ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇത് എടുക്കരുത്, ശ്രദ്ധിച്ചോണം. അതുപോലെ നോർമൽ സിറ്റുവേഷനിൽ പ്യുവർ വാട്ടറും ഗ്ലാസ് ക്യാപ്പിലറി ട്യൂബും തന്നാൽ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ചിലപ്പോൾ നമുക്ക് തരത്തില്ല, അത് തീറ്റ ഐസിൽ 0 എന്ന് എടുത്തണം. നോർമൽ സിറ്റുവേഷനിൽ പ്യുവർ വാട്ടർ ഇൻ ഗ്ലാസ് ആണെങ്കിൽ, ഗ്ലാസ് ക്യാപ്പിലറി ട്യൂബ് ആണെങ്കിൽ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് നമുക്ക് 0 എന്ന് എടുക്കാം. അപ്പോൾ ഇത്രയാണ് ക്യാപ്പിലർ റേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. ക്യാപ്പിലർ റേസിന് ജനറൽ ഇക്വേഷൻ, അതിൻ്റെ വേരിയേഷൻ, പിന്നെ ക്യാപ്പിലറി ട്യൂബ് ഓഫ് ഇൻസഫിഷ്യൻ ലെങ്ത് നമ്മളോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സർഫസ് ടെൻഷനൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഡിക്രീസസ് റൈസ് ഇൻ ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയാം. അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്, ബോയിലിംഗ് പോയിന്റ് സർഫസ് ടെൻഷൻ ഈസ് ഓൾമോസ്റ്റ് 0 ആണ്. ഇവിടെ വളരെ കുറഞ്ഞ മോളിക്കുലർ ഇൻട്രാക്ഷൻ ആണ്, അതുകൊണ്ട് സർഫസ് ടെൻഷൻ ഓൾമോസ്റ്റ് 0 എന്ന് എടുക്കാം. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂ ടു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി മാക്സിമം, വോളിയം മിനിമം. അപ്പോൾ അവിടെ മോളിക്കുലർ ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും, സർഫസ് ടെൻഷൻ കൂടുതലായിരിക്കും. പാർഷ്യലി സോലബിൾ ഇമ്പ്യൂരിറ്റീസ് ഡിക്രീസസ് സർഫസ് ടെൻഷൻ. സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ഇൻ വാട്ടർ എക്സാമ്പിൾ നമുക്കറിയാം. കംപ്ലീറ്റ്ലി സോലബിൾ ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ സർഫസ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യും, അവിടെ മോളിക്കുലർ ഇൻട്രാക്ഷൻ കൂടും. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് സർഫസ് ടെൻഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറ്. ഇനി അടുത്ത നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഹൈഡ്രോഡൈനാമിക്സിൽ നമുക്കറിയാം 2 കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് ചോദിക്കാറ്. ഹൈഡ്രോഡൈനാമിക്സിൽ നമുക്കറിയാം സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ഐഡിയൽ ലിക്വിഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സ്ട്രീം ലൈൻ ഫ്ലോയിൽ നമുക്കറിയാം ഐഡിയൽ ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോയിലാണെങ്കിൽ അത് നമുക്കറിയാം അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ഐഡിയൽ ഫ്ലൂയിഡ് ആകുമ്പം ഇൻകംപ്രസിബിൾ ആണ്, ഡെൻസിറ്റി യൂണിഫോം ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അടുത്തത് നോൺ വിസ്കസ് ലിക്വിഡാണ്. ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ നോൺ വിസ്കസ് ലിക്വിഡാണ്. പിന്നെ ഇറൊട്ടേഷനാണ്, റൊട്ടേഷണൽ മോഷൻ ഓഫ് ദി ലിക്വിഡ് പാർട്ടിക്കിൾസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് നമുക്ക് ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ ജനറലി ഉള്ള പ്രത്യേകതകൾ. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിലുള്ള പ്രത്യേകതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്കഷൻ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോയിലെ പ്രത്യേകത, പാർട്ടിക്കിളിൻ്റെ മോഷൻ എടുക്കുമ്പം അവിടെ ഒരു ഓർഡർലി ഫ്ലോ ആണ്. ഓർഡർലി ഫ്ലോയിലുള്ള പ്രത്യേകത, സ്ട്രീം ലൈൻ ഫ്ലോയിൽ ജനറലി നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി ഓഫ് ഈച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് എ ഗിവൺ പോയിന്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ ടൈം. അതായത് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളുകളുടെയും വെലോസിറ്റീസ് സെയിം ആയിരിക്കും. അതാണ് സ്ട്രീം ലൈൻ ഫ്ലോയിലെ പ്രത്യേകത. ദ വെലോസിറ്റി ഓഫ് എ പർട്ടിക്കുലർ പാർട്ടിക്കിൾ മേ ചേഞ്ച് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിളുകളുടെ വെലോസിറ്റി ചേഞ്ച് ആകും. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആണെന്നാണ് കണ്ടീഷൻ. അടുത്ത ഓൾ ദി പാർട്ടിക്കിൾ പാസസ് ത്രൂ എ പോയിന്റ് ട്രാവൽസ് അലോങ് ദി സെയിം പാത്ത്. അതായത് നമ്മൾ ഇതൊരു സ്ട്രീം ലൈൻ ഫ്ലോയുടെ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ, അപ്പോൾ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും വെലോസിറ്റി സെയിം ആകണമെന്നില്ല. എയിൽ കൂടെ പാസ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളുകളും സെയിം പാത്തുകളിൽ കൂടി ആയിരിക്കും പോകുന്നത്. അതാണ് സ്ട്രീം ലൈൻ ഫ്ലോയുടെ കണ്ടീഷൻ. ഇനി അടുത്തത് പാത്ത് ഓഫ് ദി പാർട്ടിക്കിൾസ് ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിൽ 2 പാർട്ടിക്കിളുകൾ ഡ്യൂറിങ് ദി ഫ്ലോ മീറ്റ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം മീറ്റ് ചെയ്താൽ അത് കൊളീഷൻ നടക്കും, അത് ഫ്ലോ ടർബുലൻറ്റ് ഫ്ലോ ഒക്കെ ആയിട്ട് മാറും നമുക്കറിയാം. അത് പാത്ത് ഓഫ് ദി പാർട്ടിക്കിൾ ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. പിന്നെ പാത്ത് ടേക്കൺ ബൈ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അണ്ടർ സ്റ്റഡി ഫ്ലോ ഈസ് കോൾഡ് എ സ്ട്രീം ലൈൻ. It is defined as a curve whose tangent at any point gives a direction of velocity at that point. The closer the streamline, larger the velocity. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. സ്ട്രീം ലൈൻ റെപ്രസെൻറ്റേഷനിൽ ഈ സ്ട്രീം ലൈൻസ് ക്ലോസർ ആണെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ലിക്വിഡ് ഫ്ലോ കുറയും, അവിടെ വെലോസിറ്റി കൂടുതലാണത് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതാണ് സ്ട്രീം ലൈൻ ഫ്ലോയുടെ ബേസിക്കലി ഉള്ള പ്രത്യേകത.
അപ്പോൾ നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ സ്ട്രീം ലൈൻ ഫ്ലോയിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇൻകംപ്രസിബിൾ ആണ്, നോൺ വിസ്കസ് ആണ്, ഇറൊട്ടേഷണൽ ആണ്. പക്ഷേ പ്രാക്ടിക്കലി നമുക്കറിയാം സ്ട്രീം ലൈൻ ഫ്ലോ നടക്കാൻ കൂടുതൽ സാധ്യത വിസ്കോസിറ്റി കൂടിയ ലിക്വിഡും ലോ ഡെൻസിറ്റി ലിക്വിഡും ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വിസ്കോസ് ഫോഴ്സ് കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് വിസ്കോസിറ്റി ഇല്ലാത്തപ്പോഴാണ് സ്ട്രീം ലൈൻ ഫ്ലോ നടക്കാൻ സാധ്യത കൂടുതലെന്ന് വിചാരിക്കരുത്. ഹൈ വിസ്കസ് ലോ ഡെൻസിറ്റി ലിക്വിഡിലാണ് സ്ട്രീം ലൈൻ ഫ്ലോ കൂടുതൽ നടക്കുന്നത്. അതുപോലെ സ്ട്രീം ലൈൻ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ലിക്വിഡിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയാണ് ജനറലി നമ്മളിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ പ്രത്യേകത ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പോൾ ഒരു ട്യൂബിൽ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ട്യൂബ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ട്യൂബിൽ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ ട്യൂബിൽ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ലാർജ് ട്യൂബിൽ കൂടെ ലിക്വിഡ് വരുന്നു. അപ്പോൾ അത് സ്മോൾ ഏരിയ ക്രോസ് സെക്ഷനിൽ കൂടെ പോകുന്നു. ഇവിടെ ഏരിയ A1 വെലോസിറ്റി V1, ഇവിടെ ഏരിയ A2 വെലോസിറ്റി V2. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ ലാർജ് ട്യൂബിൽ കൂടെ യൂണിറ്റ് ടൈമിൽ എത്ര ലിക്വിഡ് വരുമോ അത്രയും ലിക്വിഡ് ഈ സ്മോൾ ട്യൂബിൽ കൂടെ ഔട്ട് സൈഡിലേക്ക് പോകണം. അപ്പോൾ അതാണ് സ്ട്രീം ലൈൻ ഫ്ലോയുടെ കണ്ടീഷൻ. സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മാസ് ഓഫ് ലിക്വിഡ് എൻറ്ററിങ് ഇൻ ടു ദി ട്യൂബ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് ഫ്രം ദി ട്യൂബാണ്. അപ്പോൾ നമ്മൾ പറയും മാസ് ഫ്ലോ റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ഫ്ലോ. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോസ് ഇൻ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് dm/dt എന്ന് എടുക്കാം. dm ഈസ് മാസ് ഓഫ് ഫ്ലോസ് ഇൻ ടൈം dt, ദെൻ dm/dt ഈസ് മാസ് ഫ്ലോസ് ഇൻ യൂണിറ്റ് ടൈം. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം A × V × റോ എന്ന് കിട്ടും. മാസ് ഫ്ലോ റേറ്റ് ഓർ മാസ് ഓഫ് ഫ്ലോസ് ഇൻ യൂണിറ്റ് ടൈം ചോദിച്ചാൽ ഏരിയ × വെലോസിറ്റി × ഡെൻസിറ്റി ആണ്. ശ്രദ്ധിച്ചു. അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ. A1 V1 ρ1 ആണ് ഇവിടുന്ന് എൻ്റർ ചെയ്യുന്ന മാസ് ഫ്ലോ റേറ്റ്. അത് അടുത്ത ട്യൂബിൽ കൂടെ പോകുന്ന മാസ് ഫ്ലോ റേറ്റിന് ഈക്വൽ ആയിരിക്കണം. A1 V1 ρ1 ഈസ് ഈക്വൽ ടു A2 V2 ρ2. അതാണ് ജനറൽ ഇക്വേഷൻ. പക്ഷെ നമ്മൾ പറഞ്ഞു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എല്ലാ സ്ഥലത്തും സെയിം ആണ്. അപ്പോൾ ρ1 ഈസ് ഈക്വൽ ടു ρ2 വരും. അപ്പോൾ ρ1 ക്യാൻസലായി പോയാൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെൻസിറ്റി യൂണിഫോം ആണെങ്കിൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2. അപ്പോൾ വളരെ സിമ്പിളാണ്. A1 ഗ്രേറ്റർ ദാൻ A2 ആണെങ്കിൽ V1 ലെസ് ദാൻ V2. അപ്പോൾ ഏരിയ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോ കുറവാണ്, നേരെ തിരിച്ചു. അപ്പോൾ അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ പ്രത്യേകത. അപ്പോൾ അത് പഠിച്ചിട്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റനൊക്കെ വളരെ സിമ്പിളായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. അടുത്ത എനർജി ഓഫ് ഫ്ലൂയിഡ് എടുക്കുമ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് നോർമലി എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ പ്രഷർ എനർജിയും കൂടി ഉണ്ട്. ലിക്വിഡിന് പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ പ്രഷർ ഫോഴ്സിന് എഗനിസ്റ്റ് ചെയ്യുന്ന വർക്ക് പ്രഷർ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ പ്രഷർ എനർജി ഒരു UP എന്ന് വിചാരിച്ചാൽ പ്രഷർ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം പ്രഷർ ഇൻറ്റു വോളിയം. P is pressure and V is volume of the liquid. Then pressure energy associated with the liquid is pressure into volume വരും. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഈക്വൽ ടു പ്രഷർ ആണ്. പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് P/ρ ആണ്. അപ്പോൾ അതാണ് പ്രഷർ എനർജിയുടെ ജനറൽ ഇക്വേഷൻ. പ്രഷർ എനർജി U is equal to P × V വരും. പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്രഷറിന് ഈക്വൽ ആണ്. പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് P/ρ ഈക്വൽ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ജനറലി എനർജി ഓഫ് ഫ്ലൂയിഡ് എടുക്കുമ്പോൾ പ്രഷർ എനർജിയുടെ പ്രത്യേകത. ഇപ്പോൾ എനർജി ആയിട്ട് റിലേറ്റഡ് ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ. ഒരു ഐഡിയൽ ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദി ഫ്ലൂയിഡ് റിമെയിൻസ് സെയിം ആയിരിക്കും. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത് നമുക്കൊരു ഗിവൺ മാസ് ഓഫ് ലിക്വിഡ് എടുത്തു, അത് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സ്ട്രീം ലൈൻ ഫ്ലോയിലാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദി ഫ്ലോ ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ് വരും. അപ്പോൾ അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എടുക്കുവാണെങ്കിൽ ρV²/2 വരും. ഞാൻ യൂണിറ്റ് വോളിയത്തിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ρV²/2 ആണ്. പൊട്ടൻഷ്യൽ എനർജി ρGH ആണ്. പ്രഷർ എനർജി P ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വരും. എന്ന് പറഞ്ഞാൽ രണ്ട് റീജിയണിൽ നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പം
rho V1 square by 2 plus rho GH1 plus P1 is equal to rho V2 square by 2 plus rho GH2 plus P2 is equal to constant എന്ന് എഴുതാം. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ത്രൂ ഔട്ട് എവിടെ യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോഡൈനാമിക്സ് സ്ട്രീം ലൈൻ ഫ്ലോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സ്പീഡ് ഓഫ് ഇഫ്ലക്സ് പറയുന്നുണ്ട്, പിന്നെ മാഗ്നസ് എഫക്റ്റിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. മാഗ്നസ് എഫക്റ്റ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻസ് ഇപ്പോൾ NCERT ടെക്സ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എക്സസൈസിലൊരു ക്വസ്റ്റ്യൻ മാത്രമുള്ള പോയിൻ്റ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷൻ പഠിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ മാഗ്നസ് എഫക്റ്റ്, സ്പീഡ് ഓഫ് ഇഫ്ലക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ മാഗ്നസ് എഫക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബോൾ സ്പിൻ മോഷനിലാണെങ്കിൽ ആ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ അനുസരിച്ച് പ്രഷർ ഡിഫറൻസിൻ്റെ ഫോഴ്സ് ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ പ്രഷർ ഡിഫറൻസിൻ്റെ ഫോഴ്സ് അതിലൊരു ഡൈനാമിക് ലിഫ്റ്റ്, മുകളിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ മാഗ്നസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ബോൾ ഹാസ് സ്പിൻ മോഷൻ, ദ ഡിഫറൻസ് ഇൻ വെലോസിറ്റീസ് ഓഫ് എയർ റിസൾട്ട്സ് ഇൻ ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ആൻഡ് അപ്പർ ഫേസസ് ആൻഡ് ദർ ഈസ് എ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഓൺ ദി ബോൾ. ദിസ് ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിന്നിങ് ഈസ് കോൾഡ് ദ മാഗ്നസ് എഫക്റ്റ്. എല്ലായ്പ്പോഴും ഫോഴ്സ് അപ്വേർഡ് വരണമെന്നില്ല, പ്രഷർ ഡിഫറൻസ് അനുസരിച്ച് താഴേക്കും വരാം കേട്ടോ. അപ്പോൾ അതാണ് മാഗ്നസ് എഫക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനും കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം നമ്മുടെ ഡിസ്കഷൻ നിർത്താം. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു എയർ ഓഫ് ഫോയിൽ അല്ലെങ്കിൽ ലിഫ്റ്റ് ഓഫ് ആൻ എയർക്രാഫ്റ്റ് വിങ്, അതായത് നമ്മളൊരു എയർക്രാഫ്റ്റിൻ്റെ മോഷൻ എടുക്കുമ്പം, അപ്പോൾ അതിൻ്റെ വിങ്സിൻ്റെ ഷേപ്പ് എടുക്കുമ്പം ഈ മുകളിലത്തെ സർഫസിൻ്റെ ലെങ്ത് താഴത്തെ സർഫസിൻ്റെ ലെങ്ത്തിനെക്കാട്ടിലും കൂടുതലുള്ള രീതിയിലാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഷേപ്പ് ഡിഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ സ്ട്രീം ലൈനിങ് എന്ന് പറയും. ആ ഷേപ്പിനെയാണ് എയർ ഓഫ് ഫോയിൽ എന്ന് വിളിക്കുന്നത്. എയർക്രാഫ്റ്റിൻ്റെ വിങ്സിൻ്റെ ഷേപ്പിനെയാണ് നമ്മൾ എയർ ഓഫ് ഫോയിൽ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോ എബവ് ദി വിങ്സ് ഓഫ് V1 ബിലോ ദി വിങ്സ് ഓഫ് V2 എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ പാത്ത് ലെങ്ത് ഓഫ് മോഷൻ കൂടുതലായതുകൊണ്ട് V1 ഗ്രേറ്റർ ദാൻ V2 വരും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2 എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എഴുതുമ്പം ഈ എയറോഫോയിലിന് താഴെയും മുകളിലും യൂണിറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് എടുത്താൽ നമുക്ക് എനർജി ഈക്വൽ ആയിരിക്കണം. അപ്പം മുകളിലത്തെ എനർജി എടുക്കുമ്പോൾ കൈനറ്റിക് എനർജി റോ V1 സ്ക്വയർ ബൈ 2 പ്ലസ് പ്രഷർ എനർജി P1. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാം, കാരണം ഇതിൻ്റെ തിക്നെസ് വളരെ കുറവായതുകൊണ്ട് ഇതിൻ്റെ മുകളിലും താഴെയും പൊട്ടൻഷ്യൽ എനർജി ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എടുക്കാം. അതുകൊണ്ട് രണ്ട് സൈഡിലും പൊട്ടൻഷ്യൽ എനർജിക്ക് വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടൽ ഫ്ലോ ആണെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ ഒഴിവാക്കാം. രണ്ട് സൈഡിലും ഈക്വൽ ആണ്, ക്യാൻസൽ ആയി പോകും, അതുകൊണ്ട് എഴുതുന്നില്ല. താഴെ എനർജി എടുക്കുമ്പോൾ റോ V2 സ്ക്വയർ ബൈ 2 പ്ലസ് P2 എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ P2 മൈനസ് P1 ഈസ് ഈക്വൽ ടു റോ ബൈ 2 ഇൻറ്റു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ. ഇതാണ് താഴെ മുകളിലുള്ള പ്രഷർ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ V1 ഗ്രേറ്റർ ദാൻ V2 ആണെങ്കിൽ P2 ഗ്രേറ്റർ ദാൻ P1 അല്ലേ? അപ്പോൾ അത് ചോദിച്ചോണം. ഹൊറിസോണ്ടൽ ഫ്ലോ ആണെങ്കിൽ വെലോസിറ്റി കൂടിയ സ്ഥലത്ത് പ്രഷർ കുറവായിരിക്കും, കാരണം പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ V1 ഗ്രേറ്റർ ദാൻ V2 ആയതുകൊണ്ട് P1 ലെസ് ദാൻ P2 ആണ്. അപ്പോൾ നോക്കിയാൽ താഴത്തെ പ്രഷർ മുകളിലത്തെ പ്രഷറിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ താഴെയുള്ള പ്രഷർ ഫോഴ്സ് മുകളിലേക്കും മുകളിലുള്ള പ്രഷർ ഫോഴ്സ് താഴേക്കും ആക്ട് ചെയ്യും. കാരണം പ്രഷർ ഫോഴ്സ് ഈസ് ഓൾവേസ് പുഷിങ് ഫോഴ്സാണ്. അപ്പോൾ ഇത് F2ഉം ഇത് F1ഉം ആണെങ്കിൽ ആ മുകളിലേക്കുള്ള അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം F2 മൈനസ് F1 വരും. നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ് ചോദിച്ചാൽ F2 മൈനസ് F1 ആണ്. F2 എടുക്കുമ്പോൾ നമുക്കത് P2 ഇൻറ്റു A എന്നെടുക്കാം, F1 P1 ഇൻറ്റു A എന്നെടുക്കാം. നമുക്ക് എഫക്റ്റീവ് ഏരിയ ഓഫ് ദി വിങ്സ് ഓഫ് ദി എയർക്രാഫ്റ്റ് തരും. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഡിഫറൻസിൻ്റെ ഫോഴ്സ് നമുക്ക് P2 മൈനസ് P1 ഇൻറ്റു A എന്നെടുക്കാം. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റനൊക്കെ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കിവിടെ P2 P1 തരാനുള്ള സാധ്യത കുറവ്, പകരം എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് P2 മൈനസ് P1ന് പകരം ഈ ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ P2 മൈനസ് P1ന് പകരം റോ ബൈ 2 ഇൻറ്റു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ കൊടുക്കാം ഇൻറ്റു A വരും. അപ്പോൾ F2 മൈനസ് F1 ഈസ് ഈക്വൽ ടു റോ ബൈ 2 ഇൻറ്റു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഇൻറ്റു A എന്ന്. ഇതാണ് പ്രഷർ ഡിഫറൻസിൻ്റെ ഫോഴ്സ്.
ഇനി നമുക്കൊരു എക്സാമ്പിൾ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഇതിൻ്റെ വെയ്റ്റിനെ ഈ അപ്ലിഫ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. അപ്പോൾ ρ/2 ഇൻറ്റു v1² മൈനസ് v2² ഇൻറ്റു a=mg എന്ന് എടുക്കാം. ഇതിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. ഇത് ഹൊറിസോണ്ടൽ മോഷനാണ്. ഹൊറിസോണ്ടൽ മോഷൻ ആണെങ്കിൽ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആയിരിക്കണം. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസിൻ്റെ ഫോഴ്സ് വെയിറ്റുമായിട്ട് ബാലൻസ്ഡ് ആവണം. അപ്പോൾ mg = ρ/2 ഇൻറ്റു v1² മൈനസ് v2² ഇൻറ്റു a എന്ന് എടുക്കും. അപ്പോൾ അത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. പിന്നെ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെയും കൂടെ ഇക്വേഷൻ നോക്കി വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമുക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് സ്ട്രെസ് സ്ട്രെയിനിൻ്റെ വേരിയേഷൻ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അത് വെച്ചിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രെസ് സ്ട്രെയിനിൻ്റെ ബേസിക്കലി ഉള്ള ഇക്വേഷൻ നോക്കുക, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസിൻ്റെ ഇക്വേഷൻസ് നോക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് കൂടുതൽ. അപ്പോൾ അത് നമുക്ക് അധികം ആപ്ലിക്കേഷൻ ഒന്നും ചോദിക്കാറില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ഒക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ള പോർഷൻസ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ പോരെ, നമുക്കറിയാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പോർഷനും കൂടെയൊക്കെ നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് നോക്കി പഠിക്കുക കേട്ടോ. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്കറിയാം. വലിയ ടോപ്പിക്കാണെന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സോളിഡ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ കൂടുതൽ വരുന്ന ഏരിയ നമ്മൾ പറഞ്ഞു. എല്ലാ വർഷങ്ങളിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല സോളിഡ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിന്ന്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്സിമം 2 ക്വസ്റ്റ്യൻസൊക്കെ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിളൊക്കെയാണ് കൂടുതൽ നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്തതാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് നല്ല റിസൾട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. ഇനി അടുത്ത ആഘോഷം വരുന്നുണ്ടെന്നോ, ന്യൂ ഇയർ ആണ് അല്ലേ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് എനിക്ക് നമ്മൾ എക്സാം വഴി നമ്മുടെ റിസൾട്ട് കാണുമ്പോഴായിരിക്കും നമ്മുടെ ന്യൂ ഇയർ ആഘോഷം വരണ്ടേ അല്ലേ. അപ്പം ന്യൂ ഇയർ ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ. അതേപോലെ അടുത്ത വർഷം ഇതേ സമയം നമ്മൾ എക്സാമൊക്കെ എഴുതി നീറ്റൊക്കെ പാസ്സായി നല്ല മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻസൊക്കെ കിട്ടി, അവിടെയൊക്കെ നമുക്ക് ന്യൂ ഇയർ ഒക്കെ നല്ല രീതിയിൽ ഒക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം